ഞാൻ ഗ്യാരണ്ടി തരാം 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾ എവല്യൂഷൻ പഠിച്ച് തീരും. എവല്യൂഷൻ ഈസ് ദ സിംപ്ലസ്റ്റ് ചാപ്റ്റർ എവർ. പക്ഷേ അതിലൊരു പ്രശ്നം എന്താ അറിയോ? NCERTയിൽ എവല്യൂഷൻ ആകെ വൃത്തികെട്ട രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ പറയേണ്ടത് ഇവിടെ, ഇവിടെ പറയേണ്ടത് അവിടെ, അങ്ങനെ ഓരോന്നും അങ്ങോട്ടും. എനിക്ക് ഇങ്ങനെ തോന്നിയുള്ളത് നമ്മുടെ ലിവിങ് വേൾഡ് ഉണ്ടല്ലോ, ലിവിങ് വേൾഡ് ഇതേപോലെ ഒരു ദുരന്തം ചാപ്റ്ററാണ്. കാരണം ലിവിങ് വേൾഡ് ചാപ്റ്റർ ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾ നമ്മുടെ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾ അറിയുന്നുണ്ടാവും, വളരെ ചെറിയ ചാപ്റ്റർ അല്ലേ. ബട്ട് ലുക്ക്, നിങ്ങൾ NCERT ഒന്ന് വായിച്ചു നോക്കും, ഒന്നും മനസ്സിലാവത്തില്ല. ഇവിടെ പറയേണ്ടത് അവിടെ, അവിടെ പറയേണ്ടത് ഇവിടെ, അങ്ങനെ കൊടുത്തില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ആരും ചോദിക്കേണ്ട NCERT എന്താ ഇങ്ങനെയെന്ന്. NCERT ഇങ്ങനെ ആവാനുള്ള കാരണം എന്താ? NCERT ഭയങ്കര സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് സാറുമാരൊരു വിലയില്ലെങ്കിലോ അത് വിചാരിച്ചിട്ടാവും. ഓക്കെ, എനിവേ, അപ്പോൾ സെറ്റാണ് സർ. ചാപ്റ്റർ വെയിറ്റേജ് എത്രയാണ്? നമുക്കൊരു 3 മാർക്ക്, മിനിമം 3 to 4 മാർക്കൊക്കെ ഇതിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അറ്റ്ലീസ്റ്റ് ഒരു 4 മാർക്കെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. സർ, CUET ഐക്കാർ ആപ്ലിക്കേഷൻ എപ്പോൾ വരും? എനിക്കറിയില്ല. ഓക്കെ, അതായത് അങ്ങനെയല്ല, ഞാൻ സത്യമായിട്ടും ഇപ്പോൾ ഫുൾ ടൈം നീറ്റിലാണുള്ളത്. പണ്ടായിരുന്നപ്പോൾ ഞാൻ എല്ലാം ഒരു പരിധി വരെ നോക്കാറുണ്ടായിരുന്നു. അസ് ഓഫ് നൗ ഞാൻ നീറ്റിനെ കുറിച്ച് മാത്രമേ ഇപ്പോൾ കൺസേൺ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ബാക്കി എക്സാംസിൻ്റെ കാര്യങ്ങൾ നമുക്ക് CUETക്ക് ഇപ്പോൾ എജുപോർട്ടിൽ ഒരു CUETക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് ടീം തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരതിനെ പറ്റിയൊക്കെയുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും, ഞാൻ അവരോട് ഷെയർ ചെയ്യാം. കുട്ടികൾ ചോദിക്കുന്നുണ്ട് CUETനെ കുറിച്ചൊക്കെ എന്ന് കേട്ടോ. ഓക്കെ, സോ ഇംപ്രൂവ്മെൻറ്റ് ബയോളജി സെറ്റാക്കി തരണം. ഓഫ് കോഴ്സ് യെസ്. എവല്യൂഷൻ ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ, ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, സോ എനിവേ ലെറ്റ് സ്റ്റാർട്ട്. എടാ, എനിക്ക് ദാഹിക്കുന്നുണ്ട്. ഞാൻ നമ്മളെ രാജാവിനോട് കുറച്ച് വെള്ളം ചോദിക്കട്ടെ. രാജാവേ, വെള്ളം തരൂ. ഓക്കെ, സോ നമ്മുടെ രാജാവ് വെള്ളം കൊണ്ടുവരും. സോ വി ക്യാൻ സ്റ്റാർട്ട്. ശരി, അപ്പോൾ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ മക്കളെ. ഞാൻ സാർ നിങ്ങളെ കല്യാണത്തെ കുറിച്ച് ചോദിക്കല്ലേ. നമുക്ക് ഇപ്പം നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ? +2 മാർക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ അടിച്ച് പൊളിച്ച് ചെയ്യാൻ പോവാണ്. ഓക്കെ, ദാറ്റ്സ് അവർ പ്രൈമറി കൺസേൺ. സോ ലുക്ക്, സോ എവല്യൂഷൻ തുടങ്ങിയാലോ? ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് എക്സാം വരാൻ പോവുകയാണ് ഇനി അങ്ങോട്ട്. ഈ ക്രിസ്മസ് എക്സാം മുതലുള്ള ഈ ഒരു സീസൺ ഇമ്പ്രൂവ്മെൻ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതെനിക്ക് അറിയാം. അതിനപ്പുറത്ത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന ആളുകൾ ചെയ്യാത്ത ആളുകളൊക്കെ ആരായി കഴിഞ്ഞാലും നമുക്ക് ഇനിയുള്ള ഈ ഡിസംബർ മുതലുള്ള ഒരു സമയത്ത് പിടിച്ചാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും, സീരിയസ്ലി ഞാൻ പറയാണ്, ഹാഫ് ഇയർലി എക്സാം അത്രത്തോളം മാർക്കൊന്നും കിട്ടിയിട്ടില്ല, നമ്മൾ ഒട്ടും പഠിച്ചു തുടങ്ങിയിട്ടില്ല, ഒരു മാറ്ററും ഇല്ല. ഈ ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള ക്രിസ്മസ് എക്സാം മുതലുള്ള ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്താൽ ശരിക്കും നിങ്ങൾക്ക് നല്ല മാർക്ക് +2 വാങ്ങിക്കാൻ പറ്റും. അത് നിങ്ങളെ എന്താ പറയുക, നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരിക്കും. കാരണം +2 മാർക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എന്തിനാണ് നമ്മൾ +2 മാർക്ക് വാങ്ങുന്നത്? നമ്മൾ എപ്പോഴും പറയുന്നതാണ് നമുക്ക് കോളേജിൽ എത്താൻ അല്ലേ. ഞാൻ ഈ അടുത്തും എന്താ പറയുക, ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ കോഴ്സ് കഴിഞ്ഞിട്ടാണല്ലോ ഉള്ളത്. അപ്പോൾ 1.5 വർഷമായി കോളേജിൽ നിന്ന് പുറത്ത്. അപ്പോൾ ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും മിസ് ചെയ്യുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ കോളേജ് കാലഘട്ടമാണ്. സത്യസന്ധമായിട്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ റിഗ്രറ്റ്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോൾ പറയും, ഞാൻ എൻ്റെ മെഡിക്കൽ കോളേജ് നന്നായിട്ടൊന്നും ആസ്വദിച്ചിട്ടില്ല. സത്യമായിട്ട് പറയാം. ഞാൻ ഇപ്പോൾ റിപ്പീറ്റേഴ്സിലൊക്കെ കുട്ടികളോട് പറയാറുണ്ട്, മക്കളെ നിങ്ങൾ കോളേജ് ആസ്വദിക്കണം, കോളേജിൽ ജീവിക്കണം എന്ന്. കാരണം ഞാൻ ജീവിച്ചിട്ടില്ല വേണ്ടത്രയെന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. കാരണം എപ്പോഴും ക്ലാസ് എടുക്കാനൊക്കെ പോയിട്ട് കോളേജിൽ നിന്ന് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ക്ലാസ് എടുക്കലൊക്കെ ആയിരുന്നു. പക്ഷേ കോളേജ് നമ്മൾ ഇറങ്ങുമ്പോഴേ അറിയുള്ളൂ കോളേജ് എന്ന് പറയുന്ന അനുഭവം. നമുക്ക് എത്ര കോടികൾ അല്ലെങ്കിൽ എത്ര ലക്ഷങ്ങൾ നമ്മൾ മാസം ശമ്പളം വാങ്ങിയാലൊന്നും കോളേജ് ജീവിതത്തിൻ്റെ മനോഹരമായ ഒരു അനുഭവം നമുക്ക് കിട്ടൂല. ഓക്കെ, അപ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത്, നല്ല ക്യാമ്പസിലായിരിക്കണം നമ്മൾ പോവേണ്ടത്, മികച്ച ക്യാമ്പസുകൾ. ആ ക്യാമ്പസിലെ ജീവിതത്തോളം ഞാൻ അതാ പറയുന്നത്. അതായത് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ എനിക്കൊരു മാസം കിട്ടിയിരുന്ന പണത്തിൻ്റെ എത്രയോ ഇരട്ടി എനിക്കിപ്പോൾ പണം കിട്ടുന്നുണ്ട്, എത്രയോ ഇരട്ടി ജീവിത സൗകര്യങ്ങൾ കിട്ടുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഐ എം മിസ്സിങ് മൈ കോളേജ്. റിയലി. അതായത് അത് അത്രയും മനോഹരമായ ഒരു ക്യാമ്പസിൽ ഞാൻ പഠിച്ചതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല ക്യാമ്പസുകളിലേക്ക് പോകണം. നല്ല ക്യാമ്പസിൽ യു വിൽ ഗെറ്റ് എവറിത്തിങ്, യു വിൽ ഗെറ്റ് യുവർ ലൈഫ് ദർ. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ +2 പഠിക്കുന്നത്. നമുക്ക് +2ൽ മാക്സിമം മാർക്ക് വാങ്ങേണ്ടതിൻ്റെ ലക്ഷ്യം അതാണ്. സോ വി നീഡ് ടു ഗെറ്റ് ദർ. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് എവല്യൂഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കിടിലൻ ചാപ്റ്ററാണ്. സോ ടുഡേ ലെറ്റ്സ് ഡിസ്കസ് ദാറ്റ്. ഓക്കെ, സോ ലുക്ക്, ഡു ഇറ്റ് നൗ ഓർ റിഗ്രറ്റ് ലേറ്റർ. നമ്മളെപ്പോഴും പറയുന്നതാണ്, ഡു ഇറ്റ് നൗ ഓർ റിഗ്രറ്റ് ലേറ്റർ. ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ പോയിന്റിൽ കഷ്ടപ്പെടാത്ത മനുഷ്യരുണ്ടാവില്ല. ഏതെങ്കിലുമൊക്കെ പോയിന്റിൽ നമ്മൾ കഷ്ടനഷ്ടങ്ങൾ അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾ, സ്ട്രഗിൾ എടുക്കേണ്ടി വരും. അത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സ്വാഭാവികതയാണ്, നമ്മൾ എപ്പോഴും പറയുന്നതാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, ആ ജീവിതത്തിൽ ഏറ്റവും സിമ്പിളായിട്ടൊരു ചെറിയ സ്ട്രെയിനോടെ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു ടൈം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഹയർ സെക്കൻഡറി കാലമൊക്കെ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ ഒരു ലൈഫിൽ ഒരു എക്സ്പീരിയൻസ്
വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആയിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഞാനൊരു പുസ്തകത്തിൽ മാലാഖമാരായിട്ടുള്ള മനുഷ്യരായിട്ട് തന്നെ എന്ന് പറയുന്ന ഒരു മനോഹരമായ ഒരു പുസ്തകമുണ്ട്. അത് ഈ ക്യാൻസറിനൊക്കെ കുറിച്ച് പറയുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ പറയുന്നൊരു വാക്കുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഈ ലോകത്ത് ജനിക്കുന്ന സകല മനുഷ്യർക്കും ഏറ്റവും മനോഹരമായിട്ട് ഈ ലോകത്തെ എല്ലാ സുഖാനുഭൂതികളും കിട്ടി ജീവിക്കാനുള്ള മൗലിക അവകാശം ഉണ്ട് എന്നാണ് പറയുന്നത്. എല്ലാവർക്കും അവകാശമുണ്ട്. എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ പോയിന്റിൽ സാഹചര്യവും കിട്ടും, വളരെ കുറച്ച് മനുഷ്യരൊഴികെ. അപ്പോൾ സാഹചര്യങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റണം. അങ്ങനെ ഉപയോഗപ്പെടുത്തിയിട്ട് ജീവിതത്തിൽ പിന്നീട് റിഗ്രറ്റ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റണം. അങ്ങനെ നിങ്ങൾക്കൊക്കെ പറ്റട്ടെ. സോ ലെറ്റ്സ് ബിഗിൻ അല്ലേ, ലെറ്റ്സ് ബിഗിൻ ദ ഡിസ്കഷൻ. അപ്പോൾ കുറേ സമയമായി നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. നോക്ക്, റെഡി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ മക്കളെ. ഇപ്പോൾ ഷെയർ ചെയ്യാം. ഇതിൻ്റെ പോള് ഞാനൊന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട്. എജുപോർട്ടിൻ്റെ പോള്. ഐ കാൺ റീഡ് യുവർ. ഓക്കെ, സോ എല്ലാവരും ഒരു ലവ് സിമ്പിൾ ഇട്ടെ. നമുക്ക് ഇപ്പോൾ നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. കുറച്ച് ലവ് സിമ്പിൾ ഇട്ടേ മക്കളെ, പ്ലീസ്. ലവ് സിമ്പിളോ തീയോ എന്തെങ്കിലുമൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഇനി? ഓക്കെ, കുറച്ച് തീയും പുകയൊക്കെ ഇട്ടെ പ്ലീസ്. കുറച്ച് ആൾക്കാരെ ഇടുന്നുള്ളൂ കേട്ടോ. കുറച്ച് ആൾക്കാർ. ബിലാൽ എപ്പോഴും ഇടുന്നുണ്ട്, എൻ്റെ പേരുള്ള അതേ ആളാ അല്ലേ. മൂസിന, വിഷ്ണു, എല്ലാവരും പ്ലീസ്. നമുക്ക് ആകെയുള്ളൊരു ഇന്ധനം എന്താ? നിങ്ങളേക്കൊന്ന് കിട്ടുന്ന കമൻറ്റ്. എന്നോട് പലരും പറയാറുണ്ട് കേട്ടോ, ബിലാൽ നീ MBBS കഴിഞ്ഞിട്ട് ഈ കുട്ടികളെ പഠിപ്പിച്ച് നടക്കുകയാണോ? എൻ്റെ ഫ്രണ്ട്സ് തന്നെ എന്നെ കളിയാക്കാറുണ്ട്. സത്യമായിട്ട് എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഷെബീബ്. അത് നമ്മുടെ മലപ്പുറം ഓർക്കിഡ് ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്ക് എന്നോട് പറയണ്ടേ, നീ ഇങ്ങനെ ട്യൂഷൻ മാഷായിട്ട് നടന്നോന്ന് എന്നോട്. പക്ഷേ ഈ ട്യൂഷൻ മാഷായിട്ട് എല്ലാവരും പറയുന്നതാണ്, MBBS കഴിഞ്ഞ് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാതെ ഈ ഒരു പണിയൊക്കെ എടുത്ത് എന്തിനാണ് നടക്കുന്നത്. പക്ഷേ എന്താ പറയുക, നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു സ്നേഹമൊക്കെ ഉണ്ടല്ലോ, അത് ഇറ്റ്സ് പ്രൈസ്ലെസ് ആൻഡ് വി ആർ ലിവിങ് ഫോർ ദാറ്റ്. സോ എനിവേ മക്കളെ, ലെറ്റ് സ്റ്റാർട്ട്. ലുക്ക്, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ആകെ പഠിക്കാനുള്ളത് 6 കാര്യങ്ങളാണ്. അതിൽ ഇത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. 1-2 കാര്യങ്ങൾ സിമ്പിളാണ്, പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ്. ഇനി ഏതൊക്കെയാണ് 6 കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് ആൻഡ് എർത്ത്. എങ്ങനെയാണ് ഈ ലോകമുണ്ടായത്, എങ്ങനെയാണ് ഭൂമി ഉണ്ടായത് എന്നുള്ളതാണ്. ഇവിടുന്ന് അങ്ങനെ കാര്യമായിട്ട് ചോദ്യമൊന്നും വരില്ല. മാക്സിമം ഒരു 1 മാർക്ക് ചോദ്യം വന്നാൽ വന്നു. ഓക്കെ, ഒരു 3 പോയിന്റ്സ് മാത്രം ഇവിടെ പഠിച്ചാൽ മതി. ഭൂമി എങ്ങനെ ഉണ്ടായി, ലോകം എങ്ങനെ ഉണ്ടായി. രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് തിയറീസ് ഓൺ ഒറിജിൻ ഓഫ് ലൈഫ്. ഈ ഭൂമിയിൽ എങ്ങനെ ആദ്യത്തെ ജീവൻ ഉത്ഭവിച്ചു. ഒറിജിൻ എന്ന് പറഞ്ഞത് ഉത്ഭവം, ജീവന്റെ ഉത്ഭവം എങ്ങനെ ഉണ്ടായി. ഇതിനെക്കുറിച്ചുള്ള 4 തിയറികൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടുന്ന് എപ്പോഴും നമ്മളോട് 2 മാർക്സിനാണ് ചോദ്യം വരിക. ക്ലിയർ ആണല്ലോ? എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ, മിക്കവാറും ചോദ്യം ചോദിക്കുന്ന ഒരു ഏരിയ ആണിത്. വളരെ 2 മാർക്ക് എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഭൂമിയിൽ ആദ്യത്തെ ജീവൻ എങ്ങനെ ഉണ്ടായി. മൂന്നാമത്തേതാണ് കുട്ടികളെ എവിഡൻസസ് ഫോർ എവല്യൂഷൻ. ഭൂമിയിൽ എവല്യൂഷൻ നടന്നു എന്നതിന് 7 തെളിവുകളുണ്ട്. 7 തെളിവുകൾ. ആ തെളിവുകൾ വളരെ സിമ്പിളായിട്ടൊന്ന് പഠിച്ചു പോവുക. ഇവിടുന്ന് സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന ഒരു ഏരിയയാണ്. ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ഇവിടുന്ന് എന്തായാലും നമ്മളോട് ചോദിക്കും. ക്ലിയർ ആണല്ലോ? 2 മാർക്സ്. അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്നുള്ളത് ഞാൻ ആ ഭാഗം എത്തുമ്പോൾ പറയാം. പിന്നെ നമ്മൾ പഠിക്കുന്നതാണ് തിയറീസ് ഓൺ മെക്കാനിസം ഓഫ് എവല്യൂഷൻ. അതായത് ഭൂമിയിൽ ആദ്യത്തെ ജീവൻ എങ്ങനെ ഉണ്ടായി, അതാണ് ഈ തിയറി. ആദ്യത്തെ ജീവൻ, ഓക്കെ, ആദ്യത്തെ ഒരു കോശം എങ്ങനെ ഉണ്ടായി എന്നുള്ളത്. പിന്നെയോ ആ ആദ്യമുണ്ടായ ജീവിയിൽ നിന്ന് എവല്യൂഷൻ, പരിണാമം സംഭവിച്ച് എങ്ങനെ ഇന്ന് കാണുന്ന വ്യത്യസ്ത ജീവികളായിട്ട് മാറി എന്നുള്ളത്. അതാണ് തിയറീസ് ഓൺ മെക്കാനിസം ഓഫ് എവല്യൂഷൻ. സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കുന്ന ഏരിയയാണ്. ക്ലിയർ അല്ലേ കുട്ടികളെ? 2-3 മാർക്കിന് നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ക്ലിയർ ആണോ? ഓക്കെ. പിന്നെ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് എവല്യൂഷൻ സാധാരണഗതിയിൽ ചോദിക്കാറേ ഇല്ല. എവല്യൂഷൻ്റെ കുറേ കഥകളാണ് ഇവിടെ പറയുന്നത്, സാധാരണ ചോദിക്കാറേ ഇല്ലാത്ത പോർഷനാണ്. പിന്നെ ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് മാൻ, മനുഷ്യൻ്റെ എവല്യൂഷൻ എങ്ങനെ നടന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 2 or 3 മാർക്കിന് എന്തായാലും ചോദ്യം വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള 6 കാര്യങ്ങൾ. ക്ലിയർ? അപ്പോൾ നമുക്ക് ഓരോന്ന് പെട്ടെന്ന് പഠിച്ചു, വളരെ സ്പീഡിൽ, വളരെ ഈസി ആയിട്ട് നമ്മൾ പഠിച്ചു തരും. നോക്കൂ, ആദ്യത്തത് ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്. ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്നുള്ളത്. ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്ന് പറയപ്പെടുന്നത് ഒരു മഹാവിസ്ഫോടനം നടന്നു. പണ്ട് എന്ന് പറഞ്ഞാൽ വളരെ പണ്ട്, വളരെ പണ്ട്, 20 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ്. 20 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ്, ഈ വർഷമൊന്നും പഠിക്കണമെന്നില്ല, ഈ ലോകം എന്ന് പറയുന്ന കോൺസെപ്റ്റേ ഉണ്ടായിരുന്നില്ല. പകരം സിംഗുലാരിറ്റി എന്ന് പറയുന്ന എന്തോ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതൊരു മഹാവിസ്ഫോടനം പോലെ പൊട്ടിത്തെറിച്ചു. ആ പൊട്ടിത്തെറിയിലൂടെയാണ് ലോകം ഉണ്ടായത്. ജസ്റ്റ് ഇത്ര പഠിച്ചാൽ മതി. ബിഗ് ബാങ് തിയറി എന്നാണ് ഈ തിയറി അറിയപ്പെടുന്നത്. എന്താണ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ലോകമുണ്ടായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ത്രൂ ബിഗ് ബാങ്. എന്താ നമ്മൾ പറയാ? ലുക്ക്, ബിഗ് ബാങ്
ബിഗ് ബാങ് എന്ന് പറയുന്ന ഒരു മഹാവിസ്ഫോടനത്തിലൂടെയാണ് ലോകമുണ്ടായത്. ക്ലിയർ അല്ലേ? അപ്പൊ എന്താ ബിഗ് ബാങ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, എ സിംഗുലർ ഹ്യൂജ് എക്സ്പ്ലോഷൻ. ഒരു സിംഗുലർ ഹ്യൂജ് എക്സ്പ്ലോഷൻ ആണ്, അൺഇമാജിനബിൾ ഇൻ ഫിസിക്കൽ ടേംസ്. നമുക്ക് ഫിസിക്കലി ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത. ക്ലിയർ അല്ലേ? എ സിംഗുലർ ഹ്യൂജ് എക്സ്പ്ലോഷൻ അൺഇമാജിനബിൾ ഇൻ ഫിസിക്കൽ ടേംസ്. പറഞ്ഞേ, നമുക്ക് ഫിസിക്കൽ ടേമിൽ നമ്മുടെ ഭൗതികമായ ഒരു ടേം ഒന്ന് ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും വലിയൊരു വിസ്ഫോടനം. അപ്പോൾ ചോദിക്കും, എങ്ങനെയാണ് ലോകമുണ്ടായത്? ത്രൂ ബിഗ് ബാങ്. സോ വാട്ട് ഈസ് ബിഗ് ബാങ്? എ സിംഗുലർ ഹ്യൂജ് എക്സ്പ്ലോഷൻ. പറഞ്ഞേ, സിംഗുലർ ആയിട്ടുള്ള ഒരു ഹ്യൂജ് എക്സ്പ്ലോഷൻ ആണ്, അൺഇമാജിനബിൾ ഇൻ ഫിസിക്കൽ ടേംസ്. ക്ലിയർ അല്ലേ? ദാറ്റ്സ് ഓൾ കേട്ടോ. 1 മാർക്ക് ചോദ്യമാണ്. എങ്ങനെയാണ്? വിച്ച് തിയറി ടോക്സ് അബൌട്ട് ഹ്യൂജ് എക്സ്പ്ലോഷൻ ദാറ്റ് ലീഡ് ടു ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്? ഏത് തിയറിയാണ് പറയുന്നത്? ബിഗ് ബാങ് തിയറി. പഠിച്ചല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകാം. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഒറിജിൻ ഓഫ് എർത്ത്, ഭൂമി എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. എങ്ങനെ ഉണ്ടായി എന്നൊന്നും നിങ്ങൾ പഠിക്കണ്ട, നിങ്ങൾ ആകെ ഇത്ര പഠിച്ചാൽ മതി കുട്ടികളെ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? റെഡി അല്ലേ? ഭൂമി എങ്ങനെ ഉണ്ടായിരുന്നൊന്നും നിങ്ങൾ പഠിക്കണ്ട. നിങ്ങൾ പഠിക്കേണ്ട എത്രയേ ഉള്ളൂ, ദർ വാസ് നോ അറ്റ്മോസ്ഫിയർ ഓൺ ഏർലി എർത്ത്. ആദിമ ഭൂമിയിൽ അന്തരീക്ഷം ഇന്ന് നമ്മൾ കാണുന്ന പോലത്തെ ഓക്സിജൻ നിറഞ്ഞ ഒരു അന്തരീക്ഷമൊന്നും ഇല്ല. ആൻഡ് ദ എർത്ത് വാസ് എ മോൾട്ടൻ മാസ്. നോക്കൂ, ഭൂമി എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ മോൾട്ടൻ മാസ്, ഉരുകി ഒലിച്ച് നിൽക്കുന്ന ഒരു ഗ്രഹം, ഒരു മാസ്, എന്തോ ഒരു മാസ് മാത്രമായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന പോലെ തണുത്ത ഗ്രഹമല്ല. ക്ലിയർ അല്ലേ കുട്ടികളെ? സോ ദ എർത്ത് വാസ് എ മോൾട്ടൻ മാസ്. ഭൂമി ഉണ്ടായ കാലത്ത്, വെൻ ഫോംഡ്, ഉണ്ടായ കാലത്ത് എർത്ത് വാസ് എ മോൾട്ടൻ മാസ് ആൻഡ് ദർ വാസ് നോ അറ്റ്മോസ്ഫിയർ ഓൺ ഏർലി എർത്ത്. ആദിമ ഭൂമിയിൽ അന്തരീക്ഷം ഇല്ല. പിന്നെ എന്താ ഉള്ളത്? നോക്കൂ, വാട്ടർ വേപ്പർ. ഈ പഴുത്ത് നിൽക്കുന്ന ഈ ഒരു മാസിൽ നിന്ന് പുറത്തോട്ട് വന്നിരുന്ന വാട്ടർ വേപ്പർ, വാതകം. ഓക്കെ, എന്തിൻ്റെ വാതകം? നമ്മുടെ എന്താ പറയുക, നീരാവി അല്ലേ? വാട്ടർ വാതക രൂപത്തിൽ പുറത്തോട്ട് വന്നിരുന്നു. അതുപോലെ മീഥെയിൻ, നോക്കൂ, CH4 മീഥെയിൻ ഗ്യാസ് പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, ഇവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ അമോണിയ, NH3 പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ വാതകങ്ങൾ ഇതിന് ചുറ്റും ഇങ്ങനെ ജസ്റ്റ് നിൽക്കുന്നുണ്ടായിരുന്നു. ക്ലിയർ അല്ലേ? ഇന്നത്തെ പോലത്തെ അന്തരീക്ഷമല്ല, പകരം നോക്കൂ, വാട്ടർ വേപ്പർ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ ആൻഡ് അമോണിയ റിലീസ്ഡ് ഫ്രം ദ മോൾട്ടൻ മാസ് കവേർഡ് ദ സർഫസ്. ഈ സർഫസിനെ കവർ ചെയ്തുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ദാറ്റ്സ് ഓൾ. ക്ലിയർ ആണല്ലോ? പിന്നീട് നോക്കൂ, ഭൂമി ഇങ്ങനെ തണുത്ത് വരാൻ തുടങ്ങി. അങ്ങനെ തണുത്ത് വന്നപ്പോഴോ ഈ നീരാവിയായി മുകളിൽ നിന്നിരുന്ന വാട്ടർ മൊത്തം മഴയായി പെയ്തിറങ്ങി. അസ് ഇറ്റ് കൂൾഡ്, നോക്കൂ, ഭൂമി കൂൾ ചെയ്ത സമയത്ത് ദ വാട്ടർ വേപ്പർ ഫെൽ ആസ് റെയിൻ. ഈ നീരാവി മുഴുവൻ മഴയായി പെയ്തിറങ്ങി. ടു ഫിൽ ഓൾ ദ ഡിപ്രഷൻസ്. ഈ മോൾട്ടൻ മാസിലെ ഇതിനകത്തുണ്ടായിരുന്ന കുഴിഞ്ഞിരിക്കുന്ന ഭാഗത്ത് മുഴുവൻ അത് ഫിൽ ചെയ്തു. ആൻഡ് ഫോം ഓഷ്യൻസ്, അങ്ങനെ സമുദ്രങ്ങൾ രൂപപ്പെട്ടു. ക്ലിയർ ആണോ? പക്ഷെ ഇതൊന്നും ചോദിക്കാറില്ല കേട്ടോ. ഈ ഭാഗത്ത് നിന്ന് സാധാരണ ചോദ്യമേ വരാറില്ല. നമ്മളൊരു മാക്സിമം സാധ്യത മാത്രം വെച്ച് പറയുകയാണ്. ഇത് ചോദിക്കാറേ ഇല്ല. നമ്മൾ ആകെ പഠിക്കേണ്ടത്, ലുക്ക്, വെൻ ഫോംഡ്, ഉണ്ടായ സമയത്ത് എർത്ത് വാസ് എ മോൾട്ടൻ മാസ്. ഭൂമി എന്ന് പറയുന്നത് ചുട്ടുപഴുത്ത ഒരു ഗ്രഹമായിരുന്നു. ദർ വാസ് നോ അറ്റ്മോസ്ഫിയർ, ഇന്ന് കാണുന്ന പോലത്തെ അന്തരീക്ഷമില്ല. പകരം വാട്ടർ വേപ്പർ, മീഥെയിൻ, പിന്നെ ആരൊക്കെയാ? കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് അമോണിയ റിലീസ്ഡ് ഫ്രം ദ മോൾട്ടൻ മാസ് കവേർഡ് ദ സർഫസ്. സർഫസിനെ കവർ ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നീടോ, വെൻ ദ എർത്ത് കൂൾഡ്, ഭൂമി കൂൾ ഡൗൺ ചെയ്തപ്പോൾ ദ വാട്ടർ വേപ്പർ, ഈ നീരാവി, ഫെൽ ആസ് റെയിൻ, മഴയായി പെയ്തിറങ്ങിയിട്ട് ഫിൽ ഡിപ്രഷൻസ്, ഡിപ്രഷൻസിൽ മുഴുവൻ, കുഴികളെ മുഴുവൻ ഫില്ല് ചെയ്തു. അങ്ങനെ ഫോം ഓഷ്യൻസ്, അങ്ങനെ സമുദ്രങ്ങൾ ഉണ്ടായി. ക്ലിയർ അല്ലേ? ദാറ്റ്സ് ഓൾ. ഇനി അപ്പോൾ ഇവിടുന്ന് സാധാരണ ചോദിക്കാറില്ല, ഈ ഭാഗത്തുനിന്ന് ചോദ്യം വരാറേ ഇല്ല. ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. ചോദ്യം വരാറേ ഇല്ല. ചോദ്യം വരുന്ന ഭാഗം ഇതാണ്, തിയറീസ് ഓൺ ഒറിജിൻ ഓഫ് ലൈഫ്. ഈ ഭൂമിയിൽ, നമ്മളിപ്പോൾ പറഞ്ഞ ഭൂമിയിൽ എങ്ങനെ ആദ്യത്തെ ജീവൻ്റെ കണിക ഉണ്ടായി എന്നുള്ള തിയറികളാണ്. ഇവിടെ 4 തിയറികളുള്ളത്. പലപ്പോഴും ചേരുംപടി ചേർക്കാനേ ചോദിക്കാറുള്ളൂ. ചേരുംപടി ചേർക്കാൻ മാത്രമേ ചോദിക്കാറുള്ളൂ. എന്നാലും നമ്മൾ പഠിക്കുമ്പോൾ തിയറീസ് കൂടെ കൂട്ടി പഠിക്കാം. ഒന്നാമത്തെ തിയറിയാണ് പാൻസ്പേർമിയ. എന്താണ്? പാൻസ്പേർമിയ. എന്താ ഈ തിയറി പറയുന്നതെന്ന് അറിയോ? അതിനു മുമ്പ് ഈ തിയറി വിശ്വസിച്ചിരുന്നത് ഏർലി ഗ്രീക്ക് തിങ്കേഴ്സ് ആണ്. ആദ്യകാല ഗ്രീക്ക് ചിന്തകരാണ് ഈ തിയറി വിശ്വസിച്ചിരുന്നത്. നമ്മളോട് ചോദിക്കും, ആരുടെ തിയറിയാണ് പാൻസ്പേർമിയ? ലുക്ക്, ഇറ്റ് ഈസ് ദ തിയറി പ്രപ്പോസ്ഡ് ബൈ ഏർലി ഗ്രീക്ക് തിങ്കേഴ്സ്. ഇവർ പറഞ്ഞത്, നോക്കൂ, ഈ യൂണിവേഴ്സിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ പല കോണുകളിലുള്ള ഗ്രഹങ്ങൾ ഉണ്ടല്ലോ, ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ അല്ലേ, പ്ലാനറ്റുകൾ. ഈ പ്ലാനറ്റുകളിലേക്ക് മറ്റെവിടെ നിന്നൊക്കെയോ ജീവൻ്റെ
കണികകളായിട്ടുള്ള സ്പോറുകൾ, എന്താ അവർ വിളിച്ച് സ്പോറുകൾ, കണ്ടോ ഇതൊക്കെ സ്പോറാണ്. ജീവന്റെ കണികകളായ സ്പോറുകൾ എവിടെ നിന്നോ പറന്ന് വന്ന് വീണു എന്നാണ് വിശ്വസിക്കുന്നത്. ഭൂമി അടക്കമുള്ള ഗ്രഹങ്ങളിലേക്ക് ജീവന്റെ കണികകളായിട്ടുള്ള സ്പോറുകൾ എവിടെ നിന്നൊക്കെയോ പറന്നു വീണു. അപ്പൊ നോക്കൂ, ലുക്ക്, യൂണിറ്റ്സ് ഓഫ് ലൈഫ് കോൾഡ് സ്പോർസ്, ജീവന്റെ യൂണിറ്റുകളായിട്ടുള്ള സ്പോറുകൾ ട്രാൻസ്ഫേർഡ് ടു ഡിഫറെന്റ് പ്ലാനറ്റ്സ്, വ്യത്യസ്ത പ്ലാനറ്റുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, എത്തിപ്പെട്ടു, ഇൻക്ലൂഡിങ് എർത്ത്, ഭൂമി അടക്കമുള്ള ഗ്രഹങ്ങളിലേക്ക്. ഇത് ചോദിക്കാറില്ല, ചേരുംപടി ഇറക്കാനേ ചോദിക്കാറുള്ളൂ. ഇനി മാക്സിമം ചോദിച്ചാൽ നമ്മൾ ഇത്ര പറഞ്ഞാൽ മതി കുട്ടികളെ. എന്താണ് യൂണിറ്റ്സ് ഓഫ് ലൈഫ് കോൾഡ് സ്പോർസ്? കണ്ടോ, ജീവന്റെ കണികകളായ സ്പോറുകൾ ട്രാൻസ്ഫേർഡ് ടു ഡിഫറെന്റ് പ്ലാനറ്റ്സ് ഇൻക്ലൂഡിങ് എർത്ത്. ദാറ്റ്സ് ഓൾ. പഠിച്ചു കഴിഞ്ഞില്ലേ? ആരെ പ്രപ്പോസ് ചെയ്ത്? ഏർലി ഗ്രീക്ക് തിങ്കേഴ്സ്. എന്താ തിയറിയുടെ പേര്? പാൻസ്പേർമിയ. രണ്ടാമത്തെ തിയറി ആടാ, തിയറി ഓഫ് സ്പോണ്ടാനിയസ് ജനറേഷൻ. എന്താണ് തിയറി ഓഫ് സ്പോണ്ടാനിയസ് ജനറേഷൻ? ഈ തിയറി എന്താ പറയുന്നതെന്ന് അറിയോ? ശ്രദ്ധിക്കുക. നിങ്ങളൊരു പണി ചെയ്ത് നോക്ക്. നിങ്ങൾ വീടിൻ്റെ അടുത്ത് നിങ്ങൾ അടുക്കളയുടെ ഭാഗത്ത് വല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ബ്രെഡ്, നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരുന്ന ബ്രെഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം എടുത്തിട്ടൊന്ന് പുറത്ത് വെച്ച് നോക്ക്. ഒരു ബ്രെഡ് എടുത്ത് നമ്മൾ പുറത്തോട്ട് വെച്ചാൽ 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ ബ്രെഡിൻ്റെ പുറത്ത് ഫംഗസ് ഇങ്ങനെ വളർന്നു നിൽക്കുന്നത് കാണാൻ പറ്റും. ശരിയല്ലേ? ഇനി നമ്മുടെ വീടിൻ്റെ പരിസരത്ത് എന്തെങ്കിലുമൊക്കെ ചീഞ്ഞു പോകുന്ന വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്തൊക്കെ ഫംഗസുകളൊക്കെ വളർന്നു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പണ്ട് കാലത്ത് മനുഷ്യർ ഈ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അവരെന്തെങ്കിലും ഭക്ഷണങ്ങളൊക്കെ വെച്ചാൽ അതിൻ്റെ പുറത്തൊക്കെ ഫംഗസ് വളരുന്നുണ്ട്. ഇത് കണ്ട അവർ മനസ്സിലാക്കിയത് ചീഞ്ഞളിഞ്ഞു പോകുന്ന വസ്തുക്കളിലൊക്കെ സ്വയം ജീവൻ അങ്ങോട്ട് ഉണ്ടായി വരുന്ന. കാരണം എന്താ? അവർ നോക്കുമ്പോൾ ചീഞ്ഞളിഞ്ഞു പോകുന്ന വസ്തുക്കളിലൊക്കെ ഫംഗസ് വളർന്നു വരുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇപ്പോഴത്തെ പോലെ വലിയ ധാരണകളൊന്നുമില്ല. അന്ന് അവർ മനസ്സിലാക്കിയത് ചീഞ്ഞളിഞ്ഞു പോകുന്ന വസ്തുക്കളിലൊക്കെ ഫംഗസ് ഉണ്ടാവും, അല്ലെങ്കിൽ ജീവൻ സ്വയം ഉണ്ടായി വരുന്നതാണ് അവർ മനസ്സിലാക്കിയത്. അങ്ങനെ അവർ തിയറി പറഞ്ഞു. അതാണ് തിയറി ഓഫ് സ്പോണ്ടാനിയസ് ജനറേഷൻ, സ്വയം ഉണ്ടായി വരിക. അതാണ് ഇതിന്റെ അർത്ഥം. നോക്ക്, ലുക്ക്, ദാറ്റ് ഈസ് ലൈഫ് സ്പോണ്ടാനിയസ്ലി കെയിം ഔട്ട് ഫ്രം മാറ്റർ ലൈക്ക് സ്ട്രോ, മഡ്, എറ്റ്സെട്ര. വെറും മാറ്റർ അല്ല, ഫ്രം ഡീക്കേയിങ് മാറ്റർ, ചീഞ്ഞളിയുന്ന വസ്തുക്കൾ. ഡീക്കേയിങ് ആൻഡ് റോട്ടിങ്, രണ്ടിൻ്റെയും അർത്ഥം ചീഞ്ഞളിയുക എന്നുള്ളത് കൂടെ കൂട്ടണം. അവർ പറഞ്ഞത് ലൈഫ് സ്പോണ്ടാനിയസ്ലി, ലൈഫ് സ്വയം വരികയാണ്. ഫ്രം, ലൈഫ് സ്പോണ്ടാനിയസ്ലി കം ഫ്രം, അങ്ങനെ പറഞ്ഞാൽ മതി. ലൈഫ് സ്പോണ്ടാനിയസ്ലി കം ഫ്രം ഡീക്കേയിങ് ആൻഡ് റോട്ടിങ് മാറ്റർ ലൈക്ക് സ്ട്രോ, മഡ്, എറ്റ്സെട്ര. സ്ട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈക്കോല്, ചീഞ്ഞു പോകുന്ന വൈക്കോല്, അങ്ങനെ ചീഞ്ഞളിഞ്ഞ് കിടക്കുന്ന ചെളിയും ചേറൊക്കെ കിടക്കുന്ന സ്ഥലം, അവിടെയൊക്കെ ജീവൻ സ്വയം ഉണ്ടായി വരും. ഒന്ന് പറഞ്ഞ എൻ്റെ കൂടെ, ലൈഫ് സ്പോണ്ടാനിയസ്ലി കം ഫ്രം, അങ്ങനെ പറഞ്ഞാൽ മതി, കം ഫ്രം ഡീക്കേയിങ് ആൻഡ് റോട്ടിങ് മാറ്റർ ലൈക്ക് മഡ്, സ്ട്രോ, സ്ട്രോ എന്ന് പറഞ്ഞാൽ വൈക്കോല്, എറ്റ്സെട്ര. ക്ലിയർ അല്ലേ? ഇതാണ് സ്പോണ്ടാനിയസ് ജനറേഷൻ തിയറി. പക്ഷേ ഈ തിയറി തെറ്റാണ് എന്ന് സ്ഥാപിച്ച ആളാണ് ലൂയിസ് പാസ്ചർ. ദിസ് വാസ് ഡിസ്പ്രൂവ്ഡ് ബൈ ലൂയിസ് പാസ്ചർ. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് സ്പോണ്ടാനിയസ് ജനറേഷൻ തിയറി അത് ഡിസ്പ്രൂവ് ചെയ്ത ആൾ, അത് തെറ്റാണെന്ന് പറഞ്ഞ ആളാരാ? ലൂയിസ് പാസ്ചർ ആണ്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? റെഡി അല്ലേ? യെസ് ഓർ നോ? അപ്പോൾ പാൻസ്പേർമിയ, ഏർലി ഗ്രീക്ക് തിങ്കേഴ്സ്. ലുക്ക്, യൂണിറ്റ്സ് ഓഫ് ലൈഫ് കോൾഡ് സ്പോർസ് ട്രാൻസ്ഫേർഡ് ടു ഡിഫറെന്റ് പ്ലാനറ്റ് ഇൻക്ലൂഡിങ് എർത്ത്. രണ്ടാമത്തെ എന്താ കുട്ടികളെ? സ്പോണ്ടാനിയസ് ജനറേഷൻ തിയറി. ലൈഫ് സ്പോണ്ടാനിയസ്ലി കം ഫ്രം ഡീക്കേയിങ് ആൻഡ് റോട്ടിങ് മാറ്റർ. രണ്ടിൻ്റെ അർത്ഥം ചീഞ്ഞളിയുക എന്നുള്ളതാണ്. ലൈക്ക് മഡ്, ചേറ്, ചളിയൊക്കെ. അതേപോലെ സ്ട്രോ, ചീഞ്ഞു പോകുന്ന വൈക്കോല്, എറ്റ്സെട്ര. ഇത് ഡിസ്പ്രൂവ് ചെയ്തത് ആരാ? ലൂയിസ് പാസ്ചർ. ഓർക്ക് പറഞ്ഞ ലൂയിസ് പാസ്ചർ ആണ് ഡിസ്പ്രൂവ് ചെയ്തത്. മൂന്നാമത്തെ തിയറിയാണ് തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ. ഓർക്ക് പറഞ്ഞ തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ. ഈ തിയറിയാണ് നമ്മുടെ റിലീജിയസ് തിയറി. നമ്മളോട് ചോദിക്കും ഏതാണ് റിലീജിയസ് തിയറി, മതപരമായ സിദ്ധാന്തം ഏതാണെന്ന് ചോദിക്കും. നമ്മൾ പഠിക്കുന്ന 4 തിയറികൾ, അതാണ് തിയറി ഓഫ് സ്പോണ്ടാനിയസ് ജനറേഷൻ. ഈ തിയറിയിൽ 3 പോയിന്റാണ് ഉള്ളത്. ഒന്നാമത്തത്, ഓൾ ലിവിങ് ഓർഗാനിസം ദാറ്റ് വി സീ ടുഡേ, നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ ജീവികളും വേർ ക്രിയേറ്റഡ് അസ് സച്ച്, ഒരേപോലെ ദൈവം ഉണ്ടാക്കി, പുതിയതായിട്ട് എവല്യൂഷൻ നടന്ന് ഒന്നും ഉണ്ടായി വന്നിട്ടില്ല. ഇന്ന് കാണുന്ന എല്ലാ ജീവികളെയും ദൈവം അതേപോലെ സൃഷ്ടിച്ചു. ഓൾ ലിവിങ് ഓർഗാനിസംസ് വേർ ക്രിയേറ്റഡ് അസ് സച്ച്. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ കാര്യം എന്താ? ദ ഡൈവേഴ്സിറ്റി വാസ് ഓൾവേസ് സെയിം സിൻസ് ക്രിയേഷൻ ആൻഡ് വിൽ ബി സെയിം ഇൻ ദ ഫ്യൂച്ചർ ഓൾസോ. ലോകത്തെ ജൈവ വൈവിധ്യം, അതാണ് ഡൈവേഴ്സിറ്റി. ഇത് കാണാതെ പഠിക്കൊന്നും വേണ്ട, വെറുതെ പറഞ്ഞു തരിക. ലോകത്തെ ജൈവ വൈവിധ്യം പണ്ട് ദൈവം ഉണ്ടാക്കിയ കാലത്ത് എങ്ങനെയാണോ അതേപോലെയാണ് ഇപ്പോഴും. പുതിയതായിട്ട് ആരും എവല്യൂഷനിലൂടെ ഉണ്ടായി വന്നിട്ടില്ല. മൂന്നാമത്തെ എന്താ? എർത്ത് ഈസ് 4000 years ഓൾഡ്. ഭൂമി 4000 കൊല്ലത്തെ പഴക്കേ ഉള്ളൂ. ഭൂമിക്ക് നിങ്ങൾ പറഞ്ഞ പോലെ ഭൂമി ഉണ്ടായിട്ട് 4.5 ബില്യൺ വർഷമായി എന്നാണ് പറയപ്പെടുന്നത്. അതൊക്കെ തെറ്റാണ്. വെറും 4000 കൊല്ലം ആയിട്ടുള്ളൂ എന്നുള്ളതാണ് റിലീജിയസ് തിയറി പറയുന്നത്. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ, അടുത്തതാണ്
ആരോ അബയോജനസിസ് എന്ന് പറയുന്നുണ്ട്, അതെന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. ക്ലിയർ അല്ലേ? ഓക്കെ. നാലാമത്തതാണ് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ. പറഞ്ഞേ, തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ. അപ്പോൾ മൂന്നാമത്തെ തിയറി എന്താ? തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ, റിലീജിയസ് തിയറി. ഒന്നുകൂടെ പറഞ്ഞു. ഒന്നാമത്തത് പാൻസ്പേർമിയ, ഏർലി ഗ്രീക്ക് തിങ്കേഴ്സ്. രണ്ടാമത് തിയറി ഓഫ് സ്പോണ്ടാനിയസ് ജനറേഷൻ. ആരാ ഡിസ്പ്രൂവ് ചെയ്തത്? ലൂയിസ് പാസ്ചർ. പറഞ്ഞേ, ലൂയിസ് പാസ്ചർ. മൂന്നാമത്തത് തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ, റിലീജിയസ് തിയറി. റെഡി അല്ലേ? വെരി ഗുഡ്. ഇനി നാലാമത്തത് ആടാ? തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ. ഇത് മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട തിയറിയാണ്, തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ. നമ്മൾ ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്ത തിയറിയാണ് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ. ഇത് പ്രപ്പോസ് ചെയ്തത് ആരാ ചോദിക്കും? ഒപ്പാരിൻ ആൻഡ് ഹാൽഡെയിൻ. രണ്ട് ശാസ്ത്രജ്ഞർ. അവരൊക്കെ പറഞ്ഞേ, ഒപ്പാരിനും ഹാൽഡെയിനും. ഇവരെന്താ പറഞ്ഞതെന്ന് അറിയോ? ആദിമ ഭൂമിയിൽ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആദിമ ഭൂമിയിൽ അന്തരീക്ഷമൊന്നുമില്ല, ചുട്ടുപഴുത്ത എൻവയോൺമെന്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. ആ ഒരു അവസ്ഥയിൽ ആദിമ ഭൂമിയിൽ ബയോമോളിക്യൂളുകൾ രൂപപ്പെട്ടു. RNA, പ്രോട്ടീൻ തുടങ്ങിയ ബയോമോളിക്യൂളുകൾ ഭൂമിയിലുണ്ടായി. ഈ ബയോമോളിക്യൂളുകളെല്ലാം കൂടിച്ചേർന്നിട്ടാണ് ആദ്യത്തെ ജീവനുള്ള സെല്ല് രൂപപ്പെടുന്നത്. വളരെ സിമ്പിളാണ്. ദേ പ്രപ്പോസ്ഡ് ദാറ്റ് ദ ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ് കെയിം ഫ്രം, ഈ കുഡ് ഹാവ് ഒന്നും വേണ്ട അല്ലേ, നമുക്ക് ബുദ്ധിമുട്ട് അതൊക്കെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കെയിം ഫ്രം, ദ ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ് കെയിം ഫ്രം പ്രീ എക്സിസ്റ്റിംഗ്, മുൻപേ ഭൂമിയിൽ ഉണ്ടായിരുന്ന നോൺ ലിവിങ്, ജീവനില്ലാത്ത ഓർഗാനിക് മോളിക്യൂൾസ് ഓർ ബയോമോളിക്യൂൾസ് ലൈക്ക് RNA, പ്രോട്ടീൻ എറ്റ്സെട്ര. ഭൂമിയിൽ ഓൾറെഡി രൂപം കൊണ്ടിരുന്ന, അതാണ് പ്രീ എക്സിസ്റ്റിംഗ്, ഭൂമിയിൽ ഓൾറെഡി രൂപം കൊണ്ടിരുന്ന RNA, പ്രോട്ടീൻ തുടങ്ങിയവർ കൂടി ചേർന്നിട്ടാണ് ആദ്യത്തെ ജീവൻ ഉണ്ടായത്. അതാണ് കുട്ടികളെ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ. ക്ലിയർ അല്ലേ? ദ ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ് came from pre-existing non-living organic molecules or biomolecules like RNA, protein, etc. അവർ ആദിമ ഭൂമിയിൽ ഉണ്ടായിരുന്നു. ക്ലിയർ ആണോ? ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. സെറ്റ് അല്ലേ മക്കളെ? പ്ലീസ് ഡു കമന്റ്. റെഡി ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. ഇതാണ് 4 തിയറികൾ. നോക്ക്, PYQ നോക്ക്. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചോദിക്കാറുള്ളൂ. മെൻഷൻ എനി 2 തിയറി ദാറ്റ് എക്സ്പ്ലെയിൻ ഒറിജിൻ ഓഫ് ലൈഫ്. ഏതെങ്കിലും 2 തിയറിയുടെ പേരേ ചോദിച്ചിട്ടുള്ളൂ 2 മാർക്കിന്. അല്ലെങ്കിൽ ഈ 4 തിയറികളും തമ്മിൽ ചേരുംപടി ചേർക്കാൻ ചോദിക്കും. ഇത്രേ ചോദിക്കാറുള്ളൂ. ഇത് പിന്നെ നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് പഠിപ്പിച്ചു തന്നു മാത്രം. സെറ്റല്ലേ? ഇത്രേ ചോദിക്കുള്ളൂ. തിയറി ആരാ പ്രപ്പോസ് ചെയ്തതെന്നും ചേരുംപടി ചേർക്കാൻ, പിന്നെ തിയറിയുടെ പേര്. റെഡി അല്ലേ? വെരി ഗുഡ്. ഇനി അടുത്താടാ, എക്സ്പെരിമെന്റൽ പ്രൂഫ് ഫോർ കെമിക്കൽ എവല്യൂഷൻ തിയറി. നമ്മൾ പറഞ്ഞ കെമിക്കൽ എവല്യൂഷൻ തിയറി ശരിയാണ് എന്നത് എക്സ്പെരിമെന്റിലൂടെ ആരാണ് തെളിയിച്ചത് എന്ന് ചോദിക്കും. 2 ആളുകളാണ്, മില്ലറും യുറയും. 2 ആളുടെയും പേര് പഠിക്കേണ്ട, ഒരാളുടെ പേര് പഠിച്ചാൽ മതി, മില്ലർ. കേട്ടോ, SL മില്ലർ, സ്റ്റാൻലി മില്ലർ എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ്. സോ മില്ലേഴ്സ് എക്സ്പെരിമെന്റ്, മില്ലർ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിലൂടെയാണ് ഇത് തെളിയിച്ചത്. മില്ലേഴ്സ് എക്സ്പെരിമെന്റ്. ഓക്കെ, നമ്മളോട് ചോദിക്കും മില്ലർ എന്തൊക്കെ ഗ്യാസുകൾ എടുത്തിട്ടാണ് എക്സ്പെരിമെന്റ് ചെയ്തതെന്ന്. നോക്കൂ, മില്ലർ ചെയ്ത പരിപാടി ഇതാണ്. ആദിമ ഭൂമിയിലെ കണ്ടീഷൻസിനെ അദ്ദേഹത്തിന്റെ ലബോറട്ടറിയിൽ പുനരാവിഷ്കരിച്ചു. അദ്ദേഹം ചെയ്തത് എന്താ? ആദിമ ഭൂമിയിലെ കണ്ടീഷൻ എന്താ? ഹൈ ടെമ്പറേച്ചർ, ചുട്ടുപഴുത്ത് കിടക്കുകയാണ്. അന്തരീക്ഷം ഓക്സിജൻ ഉണ്ടോ? ഓക്സിജൻ ഇല്ല. ഓക്സിജൻ എന്നുള്ള അന്തരീക്ഷമല്ല ഉള്ളത് അല്ലേ? അവിടെ നിരന്തരമായിട്ട് അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തെ ഇദ്ദേഹം ലബോറട്ടറിയിൽ പുനരാവിഷ്കരിക്കുകയാണ്. അദ്ദേഹം ചെയ്തത്, അദ്ദേഹം ഒരു ഫ്ലാസ്ക് എടുത്തു. അദ്ദേഹം ആ ഫ്ലാസ്കിൽ ഹൈ ടെമ്പറേച്ചറിൽ, ഏകദേശം 800 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ ആ ഫ്ലാസ്കിൽ 2 ഇലക്ട്രോഡുകൾ വെച്ചുകൊണ്ട് ഇലക്ട്രിക് ഡിസ്ചാർജ്, ഇലക്ട്രിക് സ്പാർക്ക് ഉണ്ടാക്കി. ആദിമ ഭൂമിയിൽ ഇത്തരത്തിലുള്ള വിസ്ഫോടനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നിരുന്നു. അതിനെ പുനരാവിഷ്കരിക്കാൻ ഇലക്ട്രിക് സ്പാർക്കുകൾ ഉണ്ടാക്കി. അതാണ് ഇലക്ട്രിക് ഡിസ്ചാർജ് ഉണ്ടാക്കി ഒരു ഫ്ലാസ്കിനകത്ത് അറ്റ് 800 ഡിഗ്രി സെൽഷ്യസ്. ക്ലിയർ അല്ലേ? സോ ദേ ക്രിയേറ്റഡ് ഇലക്ട്രിക് ഡിസ്ചാർജ്, ഇലക്ട്രിക് സ്പാർക്ക് ഉണ്ടാക്കി ഇൻ എ ക്ലോസ്ഡ് ഫ്ലാസ്ക് കണ്ടെയ്നിങ്. അറ്റ് 800 ഡിഗ്രി സെൽഷ്യസ്, 800 ഡിഗ്രി സെൽഷ്യസിലാണ് ആ ഫ്ലാസ്കിൽ ആദിമ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന വാതകങ്ങൾ എടുത്തു. മസ്റ്റായിട്ട് ഇത് പഠിക്കണം. നോക്കൂ, മീഥൈൻ എടുത്തു, അതേപോലെ അമോണിയ എടുത്തു, അതേപോലെ വാട്ടർ വേപ്പർ എടുത്തു. പക്ഷെ കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം എടുത്ത് പകരം ഹൈഡ്രജൻ ആണ് എടുത്തത്. മനസ്സിലാക്കണം. ആദിമ ഭൂമിയിൽ മീഥൈന്, അമോണിയ, വാട്ടർ വേപ്പർ, കാർബൺ ഡൈ ഓക്സൈഡ് ഇതാ ഉണ്ടായിരുന്നത്. പക്ഷെ അതെല്ലാം എടുത്ത് അതിന് പകരം ഹൈഡ്രജൻ ആണ് എടുത്ത്. ക്ലിയർ അല്ലേ? ഇതൊക്കെ എടുത്തു അറ്റ് 800 ഡിഗ്രി സെൽഷ്യസ് ഇൻ എ ഫ്ലാസ്ക്. ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ട് ദേ ക്രിയേറ്റഡ് ഇലക്ട്രിക് ഡിസ്ചാർജ്. പറഞ്ഞേ, ദേ ക്രിയേറ്റഡ് ഇലക്ട്രിക് ഡിസ്ചാർജ് ഇൻ എ ഫ്ലാസ്ക് കണ്ടെയ്നിങ് എന്തൊക്കെ? ഒറ്റ തവണ കൂടെ. മീഥൈന്, ഹൈഡ്രജൻ,
വാട്ടർ വേപ്പർ, അമോണിയ അല്ലേ, അറ്റ് 800 ഡിഗ്രി സെൽഷ്യസ്. അങ്ങനെ അതിലെടുത്ത് കുറേ സമയം അങ്ങനെ വെച്ച് കുറേ ദിവസം ആ ടെമ്പറേച്ചറിൽ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തു. ദെൻ ദേ ഒബ്സർവ്ഡ് ഫോർമേഷൻ ഓഫ് അമിനോ ആസിഡ്സ്. അവർക്ക് അമിനോ ആസിഡ് ഉണ്ടാവുന്നത് കാണാൻ പറ്റി. ക്ലിയർ അല്ലേ? ദേ ഒബ്സർവ്ഡ് ഫോർമേഷൻ ഓഫ് അമിനോ ആസിഡ്സ്. അവർക്ക് അമിനോ ആസിഡ് ഉണ്ടായി വരുന്നത് കാണാൻ പറ്റി. അപ്പോൾ എന്താ, ആദിമ ഭൂമിയിൽ ബയോമോളിക്യൂളുകൾ ഉണ്ടായിട്ടുണ്ടാകാം എന്നതിൻ്റെ ഒരു തെളിവായി. അമിനോ ആസിഡ് ഉണ്ടായി ആദിമ ഭൂമിയിലെ കണ്ടീഷൻ പുനരാവിഷ്കരിച്ചപ്പോൾ അതിൻ്റെ അർത്ഥം ആദിമ ഭൂമിയിൽ എന്തുണ്ടായിരുന്നാണ്, ബയോമോളിക്യൂളുകൾ രൂപപ്പെട്ടു എന്നതിൻ്റെ തെളിവാണ്. അപ്പോൾ ഇവിടെ നിന്ന് ചോദിച്ചൊരു ചോദ്യം ഇത്രയേ ഉള്ളൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്യാസസ് വെർ യൂസ്ഡ് ഇൻ മില്ലേഴ്സ് എക്സ്പെരിമെൻറ്റ്? വേഗം ഉത്തരം പറഞ്ഞേ, പെട്ടെന്ന് ഉത്തരം പറഞ്ഞേ, ഒന്ന് കമൻറ്റ് ചെയ്തേ, പെട്ടെന്ന് കമൻറ്റ് ചെയ്തേ, ഉത്തരം പറയും, പെട്ടെന്ന് ഉത്തരം പറയും. എന്താ ആൻസർ? പെട്ടെന്ന്. ഇപ്പോൾ കെമിക്കൽ എവല്യൂഷൻ തിയറിക്ക് തെളിവായി. ഏത് ആൻസർ? 1 2 3 4. ഓക്കെ, 3 മൂന്നാണോ ആൻസർ? മൂന്നല്ല, അതിലൊരു തെറ്റുണ്ട്. 2 എന്ന് പറയുന്നുണ്ട്. 2? ആടാ, അതിനകത്ത് പ്രശ്നമുണ്ട് അല്ലേ. CH3 അല്ല, CH4 വേണ്ട അല്ലേ. ഈ 2 ഓപ്ഷനും തെറ്റായിട്ടാട്ടോ നമ്മുടെ സ്റ്റാഫ് ടൈപ്പ് ചെയ്തപ്പോൾ മാറിപ്പോയത്. റിയലി സോറി. അമോണിയ, മീഥൈൻ. CH3 എന്നല്ല, CH4 എന്നാണ് പറയേണ്ടത്. H2O H2 അല്ലേ, ഇത് ഓക്കെയാണ്. CH3 പാടില്ല. CH3 എന്നുള്ളത് CH4 എന്നായിരുന്നു കൊടുക്കുന്നത്. നമ്മുടെ സ്റ്റാഫിന് തെറ്റിപ്പോയതാണ് അല്ലേ. ഐ ആം റിയലി സോറി. ഓക്കെ, എൻ്റെ മിസ്റ്റേക്ക് അല്ല, സ്റ്റാഫിൻ്റെ മിസ്റ്റേക്ക്. റിയലി സോറി ഫോർ ദാറ്റ്. അപ്പോൾ റെഡിയല്ലേ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ റെഡിയല്ലേ. അപ്പോൾ ഇനി മറ്റൊരു കാര്യം നോക്കടാ, നമ്മൾ തിയറി ഓഫ് സ്പോണ്ടാനിയസ് ജനറേഷൻ പഠിച്ചില്ലേ. ഇവിടെ എന്താ, ജീവനില്ലാത്ത ഡീക്കേയിങ് ആൻഡ് റോട്ടിങ് മാറ്റർ, ചീഞ്ഞു പോകുന്ന വസ്തുക്കളിൽ നിന്ന് ജീവൻ ഉണ്ടാവുക അല്ലേ. എടാ, ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്ന് ജീവൻ ഉണ്ടാവുക എന്നുള്ളതല്ലേ സ്പോണ്ടാനിയസ് ജനറേഷൻ തിയറി. അപ്പോൾ ഈ സ്പോണ്ടാനിയസ് ജനറേഷൻ തിയറി എന്നത് ജീവനില്ലാത്തതിൽ നിന്ന് ജീവൻ ഉണ്ടാകുന്നു എന്ന് പറയുന്ന തിയറിയാണ്. എന്താ, ചത്തുപോയൊരു വസ്തുവിൽ നിന്ന് ജീവൻ ഉണ്ടാവുക, ചീഞ്ഞു പോകുന്ന വസ്തുവിൽ നിന്ന്. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് തിയറി ഓഫ് അബയോജനസിസ്. ഇതെന്താ, തിയറി ഓഫ് അബയോജനസിസ് ആണ് നമുക്ക് പറയാം. ജീവനില്ലാത്തതിൽ നിന്ന് ജീവൻ ഉണ്ടാകുന്ന തിയറിയാണ് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? യെസ് ഓർ നോ? അതേപോലെ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ നോക്ക്, ജീവനില്ലാത്ത RNAയും പ്രോട്ടീനും ഒക്കെ കൂടിച്ചേർന്ന് ജീവൻ ഉണ്ടായി എന്നാണ് പറയുന്നത്. സോ ദിസ് ഈസ് ഓൾസോ തിയറി ഓഫ് അബയോജനസിസ്. ഇതും എന്ത് തന്നെയാണ്, അബയോജനസിസ് തന്നെയാണ്. അപ്പോൾ ഈ 2 തിയറികളും എന്താണ്, അബയോജനസിസ് തിയറികളാണ്. ക്ലിയർ അല്ലേ? ചിലപ്പോൾ ചോദിച്ചേക്കാം, നോക്കൂ, ഈ 2 തിയറിയും തമ്മിലുള്ള സാമ്യം, കെമിക്കൽ എവല്യൂഷൻ തിയറിയും സ്പോണ്ടാനിയസ് ജനറേഷൻ തിയറിയും തമ്മിലുള്ള സാമ്യം എന്താ, രണ്ടും അബയോജനസിസ് ആണ്. സെറ്റ് അല്ലേ? വെരി ഗുഡ്. തീർന്നടാ. ഇനി നമ്മൾ നേരെ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. ഇവിടുന്ന് സാധാരണ ഈ പറഞ്ഞ ഭാഗത്ത് ചേരുമ്പടിയേ ചോദിക്കാറുള്ളൂ, വേറെ ഒന്നും ചോദിക്കാറില്ല. നമ്മൾ മാക്സിമം നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാനാണ് ഇത്രയും പഠിപ്പിച്ചത്. ഓക്കെ അല്ലേ? വെരി ഗുഡ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് എവിഡൻസസ് ഫോർ എവല്യൂഷൻ നടന്നു എന്നതിൻ്റെ തെളിവുകളാണ്. ഒന്നാമത്തെ തെളിവാണടാ പാലിയന്റോളജിക്കൽ എവിഡൻസുകൾ. അതെന്താ, ഇതിങ്ങനെയൊന്നും പഠിക്കണ്ട. ഒന്നാമത്തെ തെളിവാണ് ഫോസിലുകൾ. നമുക്ക് ജീവികളുടെ ഫോസിൽസ്, അസ്ഥികൂടങ്ങൾ കിട്ടാറില്ലേ മണ്ണിനടിയിൽ നിന്നൊക്കെ, അതാണ് ഫോസിൽസ്. സോ ഫോസിൽസ് ആർ റിമൈൻസ്, ബാക്കി ഭാഗങ്ങളാണ്, ഓഫ് ഹാർഡ് പാർട്സ് ഓഫ് ലൈഫ് ഫോംസ് ഫൗണ്ട് ഇൻ റോക്സ്. പാറകളിലൊക്കെ കാണുന്ന ജീവികളുടെ ശരീരത്തിൻ്റെ കട്ടി കൂടിയ ഭാഗങ്ങളുടെ ബാക്കിയൊക്കെ വരുന്ന, ചീഞ്ഞു പോകാതെ ബാക്കി വരുന്ന ഭാഗമാണ്. ക്ലിയർ അല്ലേ കുട്ടികളെ? യെസ്, എല്ലാവരും ലൈക്ക് അടിച്ചാൽ പവർ കിട്ടുമെന്നാണ് എജുപോർട്ട് പറയുന്നത്. സോ എല്ലാവരും ലൈക്ക് അടിക്കും പ്ലീസ്. ഓക്കെ, സോ ദീസ് ഫോസിൽസ് ആർ റിമൈൻസ്, ബാക്കി ഭാഗങ്ങളാണ്, ഓഫ് ഹാർഡ് പാർട്സ് ഓഫ് ലൈഫ് ഫോംസ്, ജീവികളുടെ ഫൗണ്ട് ഇൻ റോക്സ്, പാറകളിൽ കാണുന്ന ഹാർഡ് പാർട്സ് ആണ്. സെറ്റ് അല്ലേ? പക്ഷെ ഇതൊന്നും ചോദിക്കാറില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നുള്ളൂ, ഫോസിൽസ്. ഓക്കെ, രണ്ടാമത്തതാണ് എംബ്രിയോളജിക്കൽ എവിഡൻസസ്. എന്താണ് എംബ്രിയോളജിക്കൽ എവിഡൻസസ്? ഇതെന്താ പറയുന്നതെന്ന് അറിയോ? ഇപ്പൊ നമ്മൾ വെർട്ടിബ്രേറ്റകളില്ലടാ, ഫിഷുകള്, ആംഫീബിയകള്, മനുഷ്യരൊക്കെ ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് വെർട്ടിബ്രേറ്റ്സ്. ഈ വെർട്ടിബ്രേറ്റയിലെ ഫിഷുകളുടെയും ആംഫീബിയകളുടെയും മാമൽസിൻ്റെ, സസ്തനികളുടെ ഒക്കെ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജുകൾ അല്ലെങ്കിൽ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിൻ്റെ പാറ്റേൺ സെയിം ആണ് എന്നാണ് പറയുന്നത് ഈ തിയറി. സോ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ലുക്ക്, സ്റ്റേജസ് ഓഫ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് ആർ സിമിലർ ടു ഓൾ വെർട്ടിബ്രേറ്റ്സ്. അത് കാണാതെ പഠിക്കണ്ട, തിയറി പഠിക്കണ്ട, ജസ്റ്റ് പറഞ്ഞു തരാന്നേ ഉള്ളൂ, ഇത് പഠിക്കണ്ട.
അപ്പോൾ വെർട്ടിബ്രേറ്റയിലെ എംബ്രിയോണിക് നമ്മൾ അമ്മയുടെ ഗർഭാശയത്തിൽ വളരില്ല ആ സ്റ്റേജുകൾ ഫിഷുകൾക്കും മനുഷ്യർക്കും ഒക്കെ സെയിം ആണെന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? നമ്മളൊക്കെ ഏതോ ഒരു കോമൺ ആയിട്ടുള്ള ഏതോ ഒരു ജീവിയിൽ നിന്ന് ഉണ്ടായി വന്നവരാണ്. ആര്? നമ്മളും ഫിഷുകളും ആംഫീബിയയും റെപ്റ്റൈൽസും ബേർഡ്സും ഒക്കെ. ക്ലിയർ അല്ലേ? അതാണ് ഈ തിയറി പറയുന്നത്. അപ്പോൾ ഈ തിയറി പഠിക്കണ്ട, നിങ്ങൾ ഇത്ര പഠിച്ചാൽ മതി. ആരാണ് ഈ തിയറി പ്രപ്പോസ് ചെയ്തത് എന്ന് പഠിച്ചാൽ മതി. ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ ഏണസ്റ്റ് ഹെക്കൽ. ആരാ പ്രപ്പോസ് ചെയ്തത്? ഏണസ്റ്റ് ഹെക്കലാണിത് പ്രപ്പോസ് ചെയ്തത്. ക്ലിയർ അല്ലേ? പക്ഷേ ഈ തിയറി നടക്കൂല, ഇത് ശരിയല്ല, ഇത് തെറ്റാണ്, ഇത് എല്ലാവർക്കും അപ്ലിക്കബിൾ അല്ല. ഇതിപ്പോൾ വെർട്ടിബ്രേറ്റയുടെ കേസിൽ ശരിയാ, പക്ഷെ ബാക്കി ജീവികളെ കുറിച്ചൊക്കെ പഠനം നടത്തുമ്പോൾ ഇതേപോലെ പറയാൻ പറ്റുന്നില്ല. മനസ്സിലായില്ലേ? നമ്മളൊരു നിയമം ഉണ്ടാക്കുന്ന സമയത്ത് ആ നിയമം എല്ലാവർക്കും ബാധകമാവണം. ഇത് എല്ലാവർക്കും ഒന്നും ബാധകമല്ല, അതുകൊണ്ട് ഇത് ശരിയാവൂല, ഇതിനൊരു തെളിവായിട്ട് എടുക്കാൻ പറ്റൂല എന്ന് മറ്റൊരാൾ വാദിച്ചു. അയാളാണ് കാൾ ഏണസ്റ്റ് വോൺ ബെയർ. ഇത് ചോദിക്കും, ദിസ് വാസ് ഡിസപ്രൂവ്ഡ് ബൈ, ഇത് തെറ്റാണ് എന്ന് സ്ഥാപിച്ചതാരാ? കാൾ ഏണസ്റ്റ് വോൺ ബെയർ. പറഞ്ഞേ, പ്രപ്പോസ് ചെയ്തത് ഏണസ്റ്റ് ഹെക്കല്. ഇവിടെ ഈ ഏണസ്റ്റ് ഉണ്ട്, ഇതാരാ? കാൾ ഏണസ്റ്റ് വോൺ ബെയർ. പറഞ്ഞേ, കാൾ ഏണസ്റ്റ് വോൺ ബെയർ. മറ്റേതോ ഏണസ്റ്റ് ഹെക്കൽ. സെറ്റാണോ? Yes or no? That's it. Very simple. റെഡി ആണല്ലോ? ഇനി അടുത്തത് ബയോ കെമിക്കൽ എവിഡൻസസ്. നോക്കൂ, ഇത് ഞാൻ ലാസ്റ്റ് പഠിപ്പിക്കാം കേട്ടോ. ബയോ കെമിക്കൽ എവിഡൻസസ് നോക്കൂ, എല്ലാ ജീവികളിലുള്ള ബയോമോളിക്യൂൾസ് ഒക്കെ സെയിം അല്ലേ? ഇപ്പം നമ്മുടെ കേസിലെടുത്താൽ നമ്മളിൽ പ്രോട്ടീൻ ഉണ്ട്, DNA ഉണ്ട്, RNA ഉണ്ട്. ബാക്ടീരിയ നോക്ക്, DNA ഉണ്ട്, RNA ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്. ഫംഗസ് നോക്ക്, DNA, RNA, പ്രോട്ടീൻ, ഇതൊക്കെ തന്നെ അല്ലേ? സോ ദാറ്റ് ഈസ് ബയോമോളിക്യൂൾസ് ആർ സിമിലർ ഇൻ ഓൾ ഓർഗാനിസംസ്. അതിൻ്റെ അർത്ഥം എന്താ? എല്ലാ ജീവികളും പണ്ട് ഏതോ ഒരു കോമൺ ആയിട്ടുള്ള ജീവിയിൽ നിന്ന് ഉണ്ടായി വന്നതാണ്. ക്ലിയർ അല്ലേ കുട്ടികളെ? അതാണ് ബയോ കെമിക്കൽ എവിഡൻസസ്. സോ ബയോമോളിക്യൂൾസ് ആർ സിമിലർ. ബയോമോളിക്യൂൾസ് ആർ സിമിലർ ഇൻ ഓൾ ഓർഗാനിസംസ്. ദാറ്റ്സ് ഓൾ. അതാണ് ബയോ കെമിക്കൽ എവിഡൻസ്. അപ്പൊ നമ്മളൊക്കെ ഏതോ പൂർവികനായ ജീവിയിൽ നിന്ന് ഉണ്ടായി വന്നതാന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? അടുത്തതാണ് എവിഡൻസസ് ഫ്രം ബ്രീഡിങ്. ബ്രീഡിങ്ങിൽ നിന്നുള്ള എവിഡൻസുകൾ. ശ്രദ്ധിച്ചോ, ബ്രീഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ 4-5 അല്ല, ഞാൻ ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് ആദ്യം പറയുന്നത്, അവസാനം ഇമ്പോർട്ടൻ്റ് പറയും. ഇമ്പോർട്ടൻ്റ് അല്ലാത്തതൊക്കെ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. നമ്മളൊന്നും മിസ്സാക്കിയെന്ന് വേണ്ടല്ലോ മക്കളെ. ഇമ്പോർട്ടൻ്റ് ഞാൻ വേറെ തന്നെ പഠിപ്പിച്ചു തരും. അത് ഞാൻ വീണ്ടും ഒന്ന് റിവൈസ് ചെയ്തൊരു ഈ ചാപ്റ്റർ കഴിയുമ്പോൾ. ഇമ്പോർട്ടൻ്റ് മാത്രം പഠിക്കാത്ത ഈ ചാപ്റ്റർ 1 അവറേ ഉള്ളൂ. പക്ഷെ എന്താ ഞാൻ എല്ലാം പഠിപ്പിക്കുന്നത്? നോക്കൂ, ബയോജനസിസ് തിയറി എന്താണെന്നല്ലേ? ലുക്ക്, ബയോജനസിസ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ലൂയിസ് പാസ്റ്റർ ഉണ്ടാക്കിയ തിയറി ഓഫ് ബയോജനസിസ്. ബട്ട് വി ഡോണ്ട് നീഡ് ദാറ്റ്. അതേപോലെ ഈ പാൻസ്പേമി ഒരു ബയോജനസിസ് ആണ്. അതൊന്നും നമ്മളോട് ചോദിക്കൂല. നിങ്ങൾ കേരള ബോർഡ് എക്സാമിനല്ലേ പഠിക്കുന്നത്? കേരള ബോർഡ് എക്സാമിന് മാക്സിമം ചോദിക്കുന്നത് ഞാൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. പോരെ? റെഡി അല്ലേ? മാക്സിമം ഞാൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയെല്ലാം ഡിസ്കസ് ചെയ്യാം. ഓക്കെ? റെഡിയാണോ? റെഡിയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. റെഡിയാണെന്ന് കമൻറ്റ് ചെയ്തേ. റെഡിയാണോ? അതിൻ്റെ ഇടയ്ക്കൊരു ചോദ്യം ചോദിക്കട്ടെ. അപ്പോൾ അടുത്ത് നമ്മൾ എവിഡൻസ് ഫ്രം ബ്രീഡിങ്ങിൽ നിന്നുള്ള എവിഡൻസുകളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ബ്രീഡിങ്ങിൻ്റെ എവിഡൻസ് പറയുമ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, റിഗാർഡിങ് ബ്രോയിലർ കോഴിയെ പറ്റി ഒരു വീഡിയോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ക്ലാസ് കാണുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, ഞാൻ ഈ അടുത്ത് നമ്മുടെ റിപ്പീറ്റേഴ്സിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോഴേ റിപ്പീറ്റേഴ്സിൽ ഞാൻ വെറുതെ കുട്ടികളോട് എന്തോ ഒരു കാര്യം പറയുന്നതിൻ്റെ ഇടയിൽ വി വർ ഡിസ്കസിങ് അബൌട്ട് PCOD. പെൺകുട്ടികൾ കാണുന്ന ഒരു രോഗമാണ്, ഒരു അവസ്ഥയാണ്. രോഗം എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു കണ്ടീഷനാണ് PCOD. അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ കുട്ടികൾ എന്നോട് പറഞ്ഞു, സാറേ ഞങ്ങളൊന്നും ചിക്കൻ കഴിക്കാറില്ല, ചിക്കൻ കഴിച്ചാൽ PCOD വരുന്നു. അപ്പോൾ നിങ്ങൾ എത്ര പേർക്ക് ആ വിശ്വാസമൊക്കെ ഉണ്ട്? ചിക്കൻ കഴിച്ചാൽ PCOD വരുമോയെന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ചിക്കൻ കഴിക്കുന്ന നല്ലതല്ല, ബ്രോയിലർ ചിക്കൻ നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഒന്ന് കമൻറ്റ് ചെയ്തേ. ജസ്റ്റ് ഒരു ഔട്ട് ഓഫ് സിലബസ് ടോപ്പിക്. എത്ര പേര് കേട്ടിട്ടുണ്ട് ചിക്കൻ നല്ലതല്ല, ചിക്കൻ കഴിക്കുന്നത് എന്ന്? പെൺകുട്ടികൾ ആരെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടോ? എന്താ ആരും കമൻറ്റ് ചെയ്യാത്തത്? യു ആർ നോട്ട് ഹിയർ. ഓക്കെ, നമ്മൾ ദുഹ കേട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ബൂം ബാങ്. ഓക്കെ, ആശ്വാൻ കേട്ടിട്ടുണ്ട്, കേട്ടിനല്ലേ? ഓക്കെ, അപ്പോൾ അത് ഭയങ്കര മണ്ടത്തരം കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ എജുപോർട്ടിൻ്റെ നമ്മുടെ ചാനലിനകത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നാളെ മറ്റന്നാളെ അപ്ലോഡ് ആവും, ഒന്ന് പോയി കണ്ടേക്ക്. അപ്പോൾ എനിവേ ലുക്ക്, അപ്പോൾ നമുക്ക് ഭയങ്കര മണ്ടത്തരം കേട്ടോ. ചിക്കൻ കഴിക്കാതെ എന്ത് ജീവിതം? സോ ഞാനൊക്കെ എല്ലാ ദിവസവും കഴിക്കുന്നതാണ് ചിക്കൻ ഈസ് ഗുഡ് ആക്ച്വലി. അപ്പോൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്, ചാനലിൽ വരും, എല്ലാവരും കാണാം. അതിന് മുമ്പ് ലുക്ക്, നമ്മൾ ഈ ബ്രോയിലർ കോഴീനൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെടുത്തത് നിങ്ങൾ മനസ്സിലാക്കിയത്? നമ്മൾ ബ്രീഡിങ്ങിലൂടെ ഉണ്ടാക്കിയെടുത്തതാണ്. അതായത് നന്നായി വളരാൻ കഴിവുള്ള കോഴികളെ തമ്മിൽ പരസ്പരം നമ്മൾ
നമ്മൾ ഇണ ചേർത്ത് അങ്ങനെ ഏറ്റവും വളർച്ചയുള്ള കോഴികളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. അതായത് നമ്മൾ ബ്രീഡിങ്ങിലൂടെ നമ്മൾ സെലക്റ്റീവായിട്ട് ജീവികളെ ഇണ ചേർത്ത് പുതിയ പുതിയ ജീവികളെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ജീവികളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ പ്രകൃതിയിൽ എങ്ങനെയെങ്കിലും ജീവികൾ ഉണ്ടായി ഇതേപോലെ പുതിയ തരത്തിലുള്ള ജീവികൾ ഉണ്ടായി വന്നൂടെ? അതാണ് എവിഡൻസ് ഫ്രം ബ്രീഡിങ്. അപ്പോൾ നിങ്ങളുടെ ചിക്കൻ ലവറോട് പറഞ്ഞോണ്ട് കേട്ടോ, ദുആ ചിക്കൻ കഴിച്ചോ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞോണ്ട്. ചിക്കൻ ഈസ് ഗുഡ് ആക്ച്വലി. ഓക്കെ, അപ്പോൾ വീഡിയോ വരുന്നുണ്ട്, എല്ലാവരും അതും കാണുക, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, സോ എവിഡൻസ് ഫ്രം ബ്രീഡിങ് അതാ പറയുന്നത്. നമ്മൾ ബ്രീഡിങ്ങിലൂടെ എന്തൊക്കെയോ ജീവികൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രകൃതിയിലും പുതിയ ജീവികൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ ഇതൊന്നും ബോർഡ് എക്സാമിന് ചോദിക്കാറില്ലടാ. ഇത് ചോദിക്കൂല സാധാരണ, ഇത് ചോദിക്കൂല, ഇത് ചോദിക്കും. എംബ്രിയോളജിക്കൽ എവിഡൻസ് ആകെ ചോദിക്കും പ്രപ്പോസ്ഡ് ബൈ, ഡിസപ്രൂവ്ഡ് ബൈ. ആരാ പ്രപ്പോസ് ചെയ്ത്? ഏണസ്റ്റ് ഹെക്കൽ. ഡിസപ്രൂവ് ചെയ്ത ആരാ? കാൾ ഏണസ്റ്റ് വോൺ ബെയർ. ക്ലിയർ അല്ലേ? അത് ചോദിക്കും. ഇതും ചോദിക്കാറില്ല. അപ്പൊ ഇതാണ് ചെറിയ രീതിയിലും ചോദിക്കാൻ സാധ്യത. ക്ലിയർ അല്ലേ? ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് മസ്റ്റായിട്ട് പഠിക്കേണ്ട ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ തവണ ചോദ്യം ചോദിച്ചിട്ടുള്ള കാര്യമാണ് അനാട്ടമിക്കൽ ആൻഡ് മോർഫോളജിക്കൽ എവിഡൻസസ്. മസ്റ്റായിട്ട് പഠിക്കണം. ഓക്കെ, ദെൻ എവിഡൻസ് ഫ്രം ആന്ത്രോപോജനിക് ആക്ഷൻ ഉറപ്പായിട്ട് പഠിക്കണം. ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഇല്ല, ഞാനൊരു 2 സ്റ്റാറേ കൊടുക്കുന്നുള്ളൂ. ബയോ ജിയോഗ്രഫിക്കൽ എവിഡൻസ് ഒരു ഡൗട്ടും ഇല്ല, 5 സ്റ്റാർ ഞാൻ കൊടുക്കും. 2 മാർക്കാണ്. ഉറപ്പായിട്ടും എല്ലാം പഠിക്കണം. ഡെഫിനിഷൻ, എക്സാമ്പിൾസ് എല്ലാം പഠിക്കണം. ക്ലിയർ അല്ലേ? സോ ലെറ്റ്സ് മൂവ് ടു ദാറ്റ്. ഇത് 3 എവിഡൻസുകളിൽ ഇമ്പോർട്ടൻ്റ്. ഈ 3 എവിഡൻസുകൾ എവല്യൂഷൻ്റെ 3 പ്രധാനപ്പെട്ട തെളിവുകളാണ്. ഇത് 3 പഠിക്കണം. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. ആദ്യത്തേതാണ് അനാട്ടമിക്കൽ ആൻഡ് മോർഫോളജിക്കൽ എവിഡൻസുകൾ. ജീവികളുടെ ആന്തരിക ഘടനയും ബാഹ്യഘടനയും കൂടെ കമ്പയർ ചെയ്ത് നമ്മൾ എത്തിച്ചേർന്ന ചില അണ്ടർസ്റ്റാൻഡിങ്സ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഓക്കെ, അതാണ് കമ്പയറേറ്റീവ് അനാട്ടമി ആൻഡ് മോർഫോളജി. നമ്മൾ കമ്പയർ ചെയ്യുകയാണ് ജീവികളുടെ അനാട്ടമിയും മോർഫോളജിയും. അങ്ങനെ നമ്മൾ എത്തിച്ചേർന്ന തെളിവുകൾ. അതിൽ ഒന്നാമത്തെ തെളിവാണ് ഹോമോലോഗസ് ഓർഗൻസ്. എന്താ കുട്ടികളെ? ഹോമോലോഗസ് ഓർഗൻസ്. എന്താണ് ഹോമോലോഗസ് ഓർഗൻസ്? നമുക്ക് നോക്കാം. ശ്രദ്ധിക്കടാ, മനുഷ്യന്റെ ഫോർലിംബ് ശ്രദ്ധിക്കട്ടോ. ഫോർലിംബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേസിൽ നമ്മുടെ ഫോർലിംബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈകളാണ്. തലയുടെ അടുത്തുള്ള ലിംബ് എന്ന് പറഞ്ഞാൽ കൈകാലികൾ. നമ്മുടെ ഫോർലിംബ് നോക്ക്. നമ്മുടെ ഫോർലിംബ്, അതുപോലെ ചീറ്റയുടെ ഫോർലിംബ്, ചീറ്റപ്പുലിയില്ലേ അതിൻ്റെ ഫോർലിംബാണിത്. അതുപോലെ തന്നെ വെയിലിൻ്റെ, തിമീങ്കലത്തിൻ്റെ ഫോർലിംബ്, അതേപോലെ തന്നെ ബാറ്റിൻ്റെ ഫോർലിംബ്. ഈ 4 ജീവികളുടെയും ഫോർലിംബ് നോക്കിയാൽ അതിൻ്റെ ആന്തരിക ഘടന സെയിം ആണ്. എല്ലാവർക്കും ബോണുകൾ, ഹ്യൂമറസ്, അതുപോലെ തന്നെ റേഡിയസ്, അതുപോലെ തന്നെ അൾണ, അതുപോലെ തന്നെ കാർപ്പൽസ്, അതുപോലെ മെറ്റാ കാർപ്പൽസ്, അതുപോലെ ഫലാഞ്ചസ്. നമ്മൾ +1 പഠിച്ചതാണ് നമ്മുടെ കയ്യിലെ ബോണുകൾ. ഇതേ ബോണുകളാണ് ഇവന്മാരുടെ ഒക്കെ ഫോർലിംബിലുള്ളത്. ഇയാൾക്കും ഹ്യൂമറസ്, റേഡിയസ്, അൾന, കാർപ്പൽ, മെറ്റാകാർപ്പൽ, ഫലാഞ്ചസ്. നമുക്കുള്ള അതേപോലെയാണ് ഇവരുടെയൊക്കെ ബോണുകൾ. പക്ഷെ അതിനൊക്കെ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ നടന്നിട്ടുണ്ട്. എന്നിട്ടോ അവർ ഓരോരുത്തരും വ്യത്യസ്ത ഫംഗ്ഷനാണ് ചെയ്യുന്നത്. മനുഷ്യൻ്റെ ഫോർലിംബ് നമ്മൾ എഴുതാനും വരക്കാനൊക്കെ സ്കില്ലഡ് ആക്ടിവിറ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ചീറ്റയോ ഓടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. വെയിലോ തുഴയായിട്ട് നീന്താനാണ് ഉപയോഗിക്കുന്നത്. ഇയാളോ പറക്കാൻ ചിറകായിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ലുക്ക്, ഓർഗൻസ് വിത്ത് സിമിലർ അനാട്ടമി, ഒരേപോലെയുള്ള അനാട്ടമിക്കൽ സ്ട്രക്ചർ, ഒരേപോലെയുള്ള ആന്തരിക ഘടനയുള്ള ഓർഗൻസ്. ക്ലിയർ അല്ലേ? ബട്ട് പെർഫോമിങ്, പക്ഷേ അവരെല്ലാം പെർഫോം ചെയ്യുന്ന പെർഫോമിങ് ഡിഫറൻറ്റ് ഫങ്ഷൻസ്. അവരെല്ലാം ചെയ്യുന്നത് വ്യത്യസ്ത ഫങ്ഷനുകളാണ്. ക്ലിയർ അല്ലേ? അത്തരം ഓർഗൻസിനെയാണ് ഹോമോലോഗസ് ഓർഗൻസ് എന്ന് പറയാം. അപ്പോൾ എന്നാ മക്കളെ ഹോമോലോഗസ് ഓർഗൻസ് വിത്ത് സിമിലർ അനാട്ടമിക്കൽ സ്ട്രക്ചർ. ആന്തരിക ഘടന, ബോൺസ് എല്ലാം സെയിം ആണ്, ബട്ട് പെർഫോമിങ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ്. ക്ലിയർ ആണല്ലോ? ഇത്തരം ഓർഗനുകളെയാണ് ഹോമോലോഗസ് ഓർഗൻസ് എന്ന് പറയാം. അപ്പോൾ നോക്കൂ, നമ്മൾ നേരത്തെ കണ്ട ജീവികളെല്ലാം മാമൽസ് ആണ്. നമ്മൾ ബാറ്റ്, വെയിൽ, തിമിംഗലം എല്ലാം മാമൽസാണ്. പക്ഷെ അവരെല്ലാം വ്യത്യസ്ത ഫങ്ഷൻ ചെയ്യുന്ന അവയവങ്ങളായി മാറിയിട്ടുണ്ട് അവരുടേത്. ക്ലിയർ അല്ലേ? സിമിലർ അനാട്ടമി ആണെങ്കിലും വ്യത്യസ്ത ഫങ്ഷൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇവരുടെ എല്ലാം ആന്തരിക ഘടന സെയിം ആണ്. അതിൻ്റെ അർത്ഥം ഇവരെല്ലാവരും ഒരു കോമൺ ആയിട്ടുള്ള പൂർവികനിൽ നിന്ന്, ഒരു കോമൺ ആൻസസ്റ്റർ, ഒരു കോമൺ ആയിട്ടുള്ള പൂർവികനിൽ നിന്ന് ഉണ്ടായി വന്നവരാണ്. മനുഷ്യനായാലും ബാറ്റ്, വവ്വാലായാലും
ചീറ്റയായാലും അതേപോലെ തന്നെ വെയിലായാലും. അപ്പോൾ നമ്മളെല്ലാം ഉണ്ടായത് ഒരേ ആൻസസ്റ്ററിൽ നിന്നാണ്. അതുകൊണ്ടാണ് നമുക്ക് ഒരേ അനാട്ടമി. ക്ലിയർ അല്ലേ? ഓർഗൻസ് വിത്ത് സിമിലർ അനാട്ടമി ബട്ട് പെർഫോമിങ് ഡിഫറെൻറ്റ് ഫങ്ഷൻ. സോ ഇറ്റ് ഇൻഡിക്കേറ്റ് കോമൺ ആൻസസ്ട്രി. നമുക്ക് പറയാം ഇതിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും കോമൺ ആൻസസ്റ്റർ ഉണ്ട് എന്നതാണ്. സോ ഇറ്റ് ഇൻഡിക്കേറ്റ് കോമൺ ആൻസസ്ട്രി. പറഞ്ഞേ, ഇറ്റ് ഇൻഡിക്കേറ്റ് കോമൺ ആൻസസ്ട്രി. കോമൺ ആയിട്ടുള്ള പൂർവികൻ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ക്ലിയർ അല്ലേ? ഇനി നമുക്കൊരു കോമൺ പൂർവികനിൽ നിന്ന് വ്യത്യസ്ത ആളുകൾ ഉണ്ടായിട്ട് വരിക. ഒരു കോമൺ പൂർവികനിൽ നിന്ന് വ്യത്യസ്ത ആളുകൾ ഉണ്ടായിട്ട് വരിക. അതായത് ഒരു കോമൺ പോയിന്റിൽ നിന്ന് ഡൈവർജ് ചെയ്യുക. ശരിയല്ലേ? ഒരു കോമൺ പോയിന്റിൽ നിന്ന് ഡൈവർജ് ചെയ്യുകയാണ്. സോ ഇറ്റ് ഇൻഡിക്കേറ്റ് ഡൈവർജന്റ് എവല്യൂഷൻ. ഇതെന്താണ് കുട്ടികളെ? ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡൈവർജന്റ് എവല്യൂഷൻ. അപ്പോൾ നമ്മളോട് ചോദിക്കും ഇത് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ ഇങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ. കോമൺ ആൻസസ്റ്റർ ഉണ്ട് എന്നുള്ളതിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ് കോമൺ ആൻസസ്ട്രി. ഇത് എന്ത് തരം എവല്യൂഷൻ ആണെന്ന് ചോദിക്കും. അപ്പോൾ കോമൺ പോയിന്റിൽ നിന്ന് ഡൈവർജ് ചെയ്യുകയാണ്. സോ ദിസ് ഈസ് ഡൈവർജന്റ് എവല്യൂഷൻ. ക്ലിയർ അല്ലേ? ഇത്രയും പഠിച്ചാൽ മതി ഹോമോലോഗസ് ഓർഗൻസ്. ഇനി ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾ. ഒന്നാമത്തെ എക്സാമ്പിൾ ആണ് എന്ത്? നമ്മൾ പറഞ്ഞ ഫോർ ലിംസ് ഓഫ് മാൻ. പിന്നെ അടുത്ത് പറ ചീറ്റ, പിന്നെ വെയിൽ ആൻഡ് ബാറ്റ്. ക്ലിയർ അല്ലേ? ഇതേപോലെ മറ്റൊരു ഉദാഹരണമാണെടാ. നോക്ക്, ദിസ് ഈസ് ബൊഗെയിൻവില്ല. ബൊഗെയിൻവില്ല ചെടിയാണിത്. ബൊഗെയിൻവില്ല നമ്മുടെ കടലാസ് പൂവിൻ്റെ ചെടി. അതിൻ്റെ തോൺസ്, അതിൻ്റെ മുള്ളുകൾ ഉണ്ടല്ലോ മക്കളെ, അതിൻ്റെ മുള്ള്, അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഫങ്ഷൻ. ഓക്കെ, സോ തോൺസ് ഓഫ് ബൊഗെയിൻവില്ലയുടെ തോൺസ്, മുള്ളുകൾ. അതേപോലെ ഇത് നമ്മുടെ വെള്ളരി വർഗത്തിൽപ്പെട്ട ചെടിയാണ്. ദാറ്റ് ഈസ് കുക്കുർബിറ്റയുടെ ഈ വള്ളികൾ നോക്കൂ, ഇയാളെ പടർന്നു കയറാൻ സഹായിക്കുന്നതാണിത്. ഇതിനെ നമ്മൾ ടെൻഡ്രിൽ എന്നാണ് വിളിക്കുക. ടെൻഡ്രിൽ. ഇതിന്റെ പണി ക്ലൈംബിങ്ങിന് ചെടിയെ സഹായിക്കുക എന്നുള്ളതാണ്. സോ രണ്ടുപേരുടെയും ഫംഗ്ഷൻ വ്യത്യസ്ത. നോക്കൂ, ബൊഗെയിൻവില്ലക്ക് തോൺ ഉണ്ട്, അത് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് മുള്ളിന്റെ ഫംഗ്ഷൻ. ഇവിടെയോ ടെൻഡ്രിൽ എന്നതിനെ വിളിക്കുക. ഇതിന്റെ ഫംഗ്ഷൻ ചെടിയെ പടർന്നു കയറാൻ സമ്മതിക്കുക എന്നുള്ളത്. പക്ഷേ രണ്ടിനെയും അനാട്ടമി സെയിം ആണ്. സോ മറ്റൊരു ഉദാഹരണമാണ് തോൺസ് ഓഫ് ബൊഗെയിൻവില്ല ആൻഡ് ടെൻഡ്രിൽസ് ഓഫ് കുക്കുർബിറ്റ. സെയിം അനാട്ടമി ബട്ട് പെർഫോമിംഗ് ഡിഫറെന്റ് ഫംഗ്ഷൻ. ക്ലിയർ അല്ലേ? മറ്റൊരു ഉദാഹരണം, അനദർ എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പഠിച്ചു, രണ്ടാമത്തെ ഉദാഹരണം പഠിച്ചു. മൂന്നാമത്തെ ഉദാഹരണം ബ്രെയിൻ ഓഫ് വെർട്ടിബ്രേറ്റ്സ്. അതായത് ഒരു ഫിഷിന്റെ ബ്രെയിന് എക്സാക്ട്ലി പ്രവർത്തിക്കുന്ന പോലെ അല്ലല്ലോ നമ്മുടേത് പ്രവർത്തിക്കുന്നത്. നമുക്ക് നോക്കൂ, ഫിഷുകൾ പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട് നടക്കാറുണ്ടോ? ഫിഷുകൾ കല്യാണം കഴിക്കാറുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മളുടെ ബ്രെയിനിന് നമുക്ക് സെൽഫ് കോൺഷ്യസ്നെസ് നൽകുന്നുണ്ട്, നമുക്ക് കുറേ അധികം കഴിവുകൾ നൽകുന്നുണ്ട്. അതുപോലെയല്ല ഫിഷിന്റെ ബ്രെയിൻ പ്രവർത്തിക്കുന്നത്. പക്ഷേ അതിൻ്റെ എല്ലാം ഘടനാപരമായിട്ട് ഏകദേശം സെയിം ആണ് ആന്തരികമായിട്ട് നോക്കുമ്പോൾ. ക്ലിയർ അല്ലേ? അതാണ് ബ്രെയിൻ ഓഫ് വെർട്ടിബ്രേറ്റ്സ്. ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ ഹാർട്ട് ഓഫ് വെർട്ടിബ്രേറ്റ്സ്. വെർട്ടിബ്രേറ്റയിലെ എല്ലാവർക്കും ഹാർട്ടുകൾ ഉണ്ടെങ്കിലും ഓരോന്നോരോ രീതിയിലാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സോ ഹാർട്ട്സ് ഓഫ് വെർട്ടിബ്രേറ്റ്സ്. ഇതൊക്കെ ഉദാഹരണം മസ്റ്റ് ആയിട്ട് പഠിക്കണം. ഇവിടെ ഞാൻ എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ അതെല്ലാം പഠിക്കണം. ഇതുവരെ ഞാൻ പലതും പഠിക്കണ്ട എന്ന് പറഞ്ഞ് ഇവിടെ പഠിപ്പിക്കുന്ന എല്ലാം പഠിക്കണം. ബ്രെയിൻ ഓഫ് വെർട്ടിബ്രേറ്റ്സ്, ഹാർട്ട് ഓഫ് വെർട്ടിബ്രേറ്റ്സ്, തോൺസ് ഓഫ് ബൊഗെയിൻവില്ല ആൻഡ് ടെൻഡ്രിൽ ഓഫ് കുക്കുർബിറ്റ. ദെൻ ഫോർ ലിംസ് ഓഫ് മാൻ, ചീറ്റ, വെയിൽ ആൻഡ് ബാറ്റ്. ഇതൊക്കെ എന്താ? ഹോമോലോഗസ് ഓർഗൻസ് ആണ്. സെറ്റ് അല്ലേ? റെഡിയാണോ? റെഡിയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യടോ പ്ലീസ്. റെഡിയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യേ പെട്ടെന്ന്. അടുത്തത് അനലോഗസ് ഓർഗൻസ്. റെഡിയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യേ പെട്ടെന്ന്. കമന്റ് ചെയ്തേ. ഓക്കെ, റെഡി? ഓക്കെ, റെഡി അല്ലേ? ഇനി ഒരു മത്സരമാണ്. ഞാനിവിടെ എന്താണ് വരക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ആദ്യം കമൻറ്റ് ചെയ്യുന്ന ആൾക്ക് എൻ്റെ വക 100 രൂപ ഞാൻ അയച്ചു തരും. GPay, ഗൂഗിൾ പേയിൽ 100 രൂപ ഞാൻ അയച്ചു തരും. ഉറപ്പാണ്. നമ്മളെ സ്റ്റാഫിന് നിങ്ങൾ എന്താ അയച്ചു കൊടുത്താൽ നിങ്ങളുടെ പേര് അയച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ എന്താണ് വരക്കാൻ ഉദ്ദേശിക്കുന്നത്? യെസ്, ഓൾഡ് സൂപ്പർമാൻ പറഞ്ഞിരിക്കുന്നു തത്ത. ബാറ്റ് അല്ല, തത്ത. ഓൾഡ് സൂപ്പർമാന് കിട്ടിയിരിക്കുന്നു തത്ത. യു ഗോട്ട് ഇറ്റ്. ഓക്കെ, അപ്പോൾ അടുത്ത അനലോഗസ് ഓർഗൻസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അനലോഗസ് ഓർഗൻ ആണ്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ടോക്ക് അബൌട്ട് അനലോഗസ് ഓർഗൻ. അപ്പോൾ അനലോഗസ് ഓർഗൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തൽക്കാലം ഒരു തത്തയുടെ ചിത്രം അങ്ങോട്ട് വരക്കാം. ഓക്കെ, ഇത് തത്തയാണ് കേട്ടോ, തത്തയാണ്, നിങ്ങൾ അങ്ങോട്ട് സങ്കല്പിച്ചോളുക. ഓക്കെ, റെഡി അല്ലേ?
ഇത് തത്തയാണ്. ഇനി തത്തയല്ലേ എന്ന് ചോദിച്ചാൽ എന്നെ കളിയാക്കണ്ട. ഓക്കെ, സോ ദിസ് ഈസ് അവർ തത്ത. ഓക്കെ, അപ്പോൾ തത്തയുടെ ചിറക്, തത്തയ്ക്ക് ചിറകുണ്ട്. തത്തയുടെ ചിറകിന്റെ പണി എന്താ? പറക്കുക എന്നുള്ളതാണ്. ഇനി ഞാൻ വരയ്ക്കുന്നത് എന്താ? ഓൾഡ് സൂപ്പർമാൻ നമ്മളെ സ്റ്റാഫിന് നമ്പർ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ 100 രൂപ ബിലാൽ സാറിന്റെ വക ടെസ്റ്റ് ചെയ്ത് കിട്ടുന്നതാണ്. ഓക്കെ, അടുത്ത് നമ്മുടെ ബട്ടർഫ്ലൈ. നോക്കൂ, ബട്ടർഫ്ലൈക്ക് ചിറകുണ്ട്, ബട്ടർഫ്ലൈക്ക് വിങ്സ് ഉണ്ടല്ലോ, ചിറകുണ്ട്. അതേപോലെ തന്നെ ബേർഡ് അല്ലെ, തത്ത, ദാറ്റ് ഈസ് എ ബേർഡ്. ബേർഡിനും ചിറകുണ്ട്. രണ്ടിന്റെയും പണി എന്താ? പണി സെയിം ആണ്, ഒരേ ഫങ്ഷൻ ആണ് ചെയ്യുന്നത്. പക്ഷെ തത്തയുടെ ചിറകിന്റെ ഘടനയാണോ? നോക്കൂ, തത്തയുടെ ചിറകിന്റെ ഘടനയാണോ നമ്മുടെ തത്തയായില്ലേ? തത്തയുടെ ചിറകിന്റെ ഘടനയാണോ നമ്മുടെ ബട്ടർഫ്ലൈയുടെ ചിറകിനുള്ളത്? രണ്ടിന്റെയും ചിറകിന്റെ ഘടന വ്യത്യാസമുണ്ട്, അനാട്ടമി വ്യത്യാസമുണ്ട്. ഇതൊരു സിമ്പിൾ ചിറകാ, പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ബോണൊക്കെയുള്ള പ്രത്യേക ചിറകാണ് ഇയാളുടേത്. സോ അനാട്ടമിക്കലി ഡിഫറെന്റ് ബട്ട് പെർഫോമിങ് സെയിം ഫങ്ഷൻ. ക്ലിയർ ആണോ? സോ ഓർഗൻസ് വിത്ത്, ഇത് രണ്ടും ഓർത്താൽ മതി എപ്പോഴും, തത്തയുടെ ചിറക്, ബട്ടർഫ്ലൈയുടെ ചിറക്. അപ്പൊ എന്താ? ഓർഗൻസ് വിത്ത് ഡിഫറെന്റ് അനാട്ടമി, ആന്തരിക ഘടന വ്യത്യസ്തമാണ്. നോക്കടാ, നിങ്ങൾ ബട്ടർഫ്ലൈയുടെ ചിറക് കണ്ടില്ലേ? എന്ത് വളരെ തിന്നായിട്ടുള്ള ചിറകല്ലേ. തത്തയുടേത് അങ്ങനെ വളരെ കട്ടിയുള്ള, ഉള്ളിൽ യെല്ലോ ഒക്കെ ഉള്ള ചിറകാ ബേർഡ്സിൻ്റെത്. ഓക്കെ, സോ ഡിഫറെന്റ് അനാട്ടമിയാണ്, ബട്ട് പെർഫോമിങ് സെയിം ഫങ്ഷൻ. ഇത് രണ്ടും ഓർത്താൽ മതി, അപ്പൊ നിങ്ങൾ മറക്കൂല കേട്ടോ. സെയിം ഫങ്ഷൻ. ഇത്തരം അവയവങ്ങളെയാണ് അനലോഗസ് ഓർഗൻസ് എന്ന് പറയുക. ക്ലിയർ അല്ലേ? എക്സാമ്പിൾ എന്താ? വിങ്സ് ഓഫ് ബേർഡ്സ് ആൻഡ് ബട്ടർഫ്ലൈ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താ? നോക്കൂ, രണ്ട് ജീവികൾ, അവർക്ക് രണ്ടു പേർക്കും കോമൺ നീഡാണ്, ഒരേ ആവശ്യമാണുള്ളത്, കോമൺ നീഡാണ് അവർക്കുള്ളത്. ക്ലിയർ അല്ലേ? ദറ്റ് ഈസ് കോമൺ ഹാബിറ്ററ്റ് ആണ്. അവരുടെ ഹാബിറ്ററ്റ്, അവർ ജീവിക്കുന്ന ഹാബിറ്ററ്റ് ഏകദേശം സെയിം ആണ്. അതുകൊണ്ട് എന്താ? രണ്ടു പേർക്കും ഒരേപോലത്തെ സ്ട്രക്ചറായിട്ട് മാറി, അതായത് ചിറകുകൾ കിട്ടി. ക്ലിയർ അല്ലേ? അപ്പോൾ ഒന്നിലധികം ജീവികൾക്ക് കോമൺ നീഡുകൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ഒരേ ഫങ്ഷൻ ചെയ്യുന്ന അവയവങ്ങളായിട്ട് മാറും. ക്ലിയർ ആണോ? ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതെന്താ? കൺവെർജ് ചെയ്യുകയാണ്. ഒരു പോയിന്റിലേക്ക് വ്യത്യസ്ത ജീവികൾ കൺവെർജ് ചെയ്ത് വരികയാണ്. ശരിയല്ലേ? ഒരേ സ്ട്രക്ചറുകൾ കിട്ടുകയാണ്. അപ്പോൾ ഇതെന്ത് എവല്യൂഷൻ ആണ്? ദിസ് ഈസ് ആൻ എവിഡൻസ് ഓഫ് കൺവെർജന്റ് എവല്യൂഷൻ. ഇതെന്തിന്റെ എവിഡൻസ് ആണ്? കൺവെർജന്റ് എവല്യൂഷന്റെ എവിഡൻസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് കൺവെർജന്റ് എവല്യൂഷൻ. നേരത്തെ മറ്റേത് പഠിച്ച എന്താ? ഡൈവർജന്റ് എവല്യൂഷൻ. ദിസ് ഈസ് കൺവെർജന്റ് എവല്യൂഷൻ. ക്ലിയർ ആണോ? യെസ് ഓർ നോ? ഇതിന്റെയും മറ്റ് എക്സാമ്പിളുകൾ നമ്മളോട് ചോദിക്കും. ഒന്നാമത്തെ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ എക്സാമ്പിൾ എന്താ? വിങ്സ് ഓഫ് ബേർഡ് ആൻഡ് ബട്ടർഫ്ലൈ. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ നോക്കടാ നിങ്ങൾ, പൊട്ടറ്റോയുടെ ഫങ്ഷൻ എന്താ അറിയും നിങ്ങൾക്ക്? പ്ലാന്റ് ഉണ്ടാക്കുന്ന ഫുഡിനെ സ്റ്റോർ ചെയ്ത് വെക്കുക. അതാണ് പൊട്ടറ്റോ ചെയ്യുന്നത്. അടുത്താണ് സ്വീറ്റ് പൊട്ടറ്റോ. ഇതിന്റെയും ഫങ്ഷൻ അതാണ്, പ്ലാന്റ് ഉണ്ടാക്കുന്ന ഫുഡിനെ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ ഫങ്ഷൻ സെയിം ആണ്. പക്ഷേ പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ സ്റ്റെം മോഡിഫിക്കേഷൻ. മസ്റ്റായിട്ട് മുഴുവൻ ഉദാഹരണങ്ങൾ പഠിക്കണേ. ഇവിടുന്ന് എപ്പോഴും ഉദാഹരണം ബേസ് ചെയ്താൽ ചോദ്യം വരിക. പ്ലാന്റിന്റെ തണ്ട് ഉണ്ടല്ലോ, സ്റ്റെം, അതിന് സംഭവിക്കുന്ന മോഡിഫിക്കേഷൻ ആണ് പൊട്ടറ്റോ. അതായത് അതിന് സ്റ്റെമ്മിന്റെ സ്ട്രക്ചറാ. എന്നാൽ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത് റൂട്ട് മോഡിഫിക്കേഷൻ ആണ്. പ്ലാന്റിന്റെ റൂട്ടിന് മോഡിഫിക്കേഷൻ സംഭവിച്ചിട്ടാണ് സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിന്റെ അനാട്ടമി റൂട്ടിൻ്റെതാണ്. ഡിഫറെന്റ് അനാട്ടമി ബട്ട് പെർഫോമിങ് സെയിം ഫങ്ഷൻ. ക്ലിയർ ആണോ? ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കൂ, ഐസ് ഓഫ് ഒക്ടോപ്പസ്. നീരാളിയുടെ കണ്ണ് ആൻഡ് മാമൽസിന്റെ കണ്ണ് എന്നാ? നോക്ക്, നമ്മൾ മാമൽസിന്റെ കണ്ണുകൊണ്ടും കാണുക എന്നുള്ളതാണ്, നീരാളിയുടെ കണ്ണും കാണുക എന്നുള്ള. പക്ഷെ അനാട്ടമി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ വ്യത്യസ്ത അനാട്ടമിയുള്ള ഒരേ ഫങ്ഷൻ ചെയ്യുന്ന അവയവങ്ങൾ. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ, അതാണ് അനലോഗസ് ഓർഗൻസിന്റെ എക്സാമ്പിൾസ്, അല്ലെങ്കിൽ അനലോഗസ് ഓർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതെന്ത് എവല്യൂഷനാ? കൺവെർജന്റ് എവല്യൂഷൻ. മസ്റ്റ് ആയിട്ട് കേട്ടോ. ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ നമ്മളോട് ചോദ്യം ചോദിക്കുന്ന കാര്യമാണ് ഈ അനാട്ടമിക്കൽ ആൻഡ് മോർഫോളജിക്കൽ എവിഡൻസ്. ദാറ്റ് ഈസ് ഹോമോലോഗസ് ഓർഗൻസും അനലോഗസ് ഓർഗൻസും അതിന്റെ എക്സാമ്പിൾസും. മറക്കോ? എന്നാ ഉത്തരം പറഞ്ഞോ. ഡിഫൈൻ അനലോഗസ് ഓർഗൻസ്. വേഗം ഉത്തരം പറഞ്ഞേ. ഡിഫൈൻ അനലോഗസ് ഓർഗൻസ്. പെട്ടെന്ന് തീരാൻ പോവാ. ഐ എം സോറി, ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടതാണ്. നാലാമത്തെ ഒരു എവിഡൻസ് അല്ലേ? നാലാമത്തെ എവിഡൻസ് ആണ് ഫ്ലിപ്പർ ഓഫ് റിയലി സോറി കേട്ടോ. ഫ്ലിപ്പർ ഓഫ് പെൻഗ്വിൻ. നോക്കൂ, പെൻഗ്വിൻ ഉണ്ടല്ലോ, പെൻഗ്വിൻ ഒരു പക്ഷിയാണ്. പക്ഷെ ആ പക്ഷിയുടെ ചിറക് മോഡിഫൈ ചെയ്തിട്ട് തുഴയായി മാറിയിട്ടുണ്ട്. അതുപോലെ ആൻഡ് വെയിൽ
വെയിൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഡോൾഫിൻ പറയാം, വെയിൽ പറയാം, ഡോൾഫിൻ പറയാം, ഏതായാലും കുഴപ്പമില്ല. അടുത്താണ് ഡോൾഫിൻ. നമുക്ക് ഡോൾഫിൻ ഒരു മാമലാണ്, നമ്മൾ മനുഷ്യരെ പോലത്തെ മാമലാണ് ഡോൾഫിൻ. ഡോൾഫിൻ്റെ തുഴ, ഡോൾഫിൻ്റെ മുന്നിലെ കൈ തുഴയാണ്. ആ തുഴ മനുഷ്യൻ്റെ കൈയിൻ്റെ അനാട്ടമിയാണ്. എന്നാൽ പെൻഗ്വിനിൻ്റെ ഫ്ലിപ്പർ തുഴ എന്ന് പറയുന്നത് ബേർഡിൻ്റെ ചിറകിൻ്റെ അനാട്ടമിയാണ്. താങ്ക് യു, നമ്മുടെ ബിലാലാണ് അത് കമൻറ്റിൽ പറഞ്ഞത് കേട്ടോ. ഐ എം റിയലി സോറി, വിട്ടുപോയതായിരുന്നു. അപ്പോൾ 4 ഉദാഹരണങ്ങൾ അനലോഗസ് ഓർഗൻസിനുണ്ട്. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ ഡിഫൈൻ അനലോഗസ് ഓർഗൻസ്. എന്താ? ഡിഫറെൻറ്റ് അനാട്ടമി ബട്ട് സെയിം ഫംഗ്ഷൻ അല്ലേ. അനലോഗസ് സ്ട്രക്ചർ എന്ത് എവല്യൂഷനാ? ഡൈവർജൻറ്റ് ഓർ കൺവർജൻറ്റ്? വേഗം പറ, കമൻറ്റ്. ഡൈവർജൻറ്റ് ഓർ കൺവർജൻറ്റ്? പെട്ടെന്ന്. ഡൈവർജൻറ്റ് ഓർ കൺവർജൻറ്റ്? കൺവർജൻറ്റ് ഓർ ഡൈവർജൻറ്റ്? വേഗം പറ. ഇതെന്തിൻ്റെ എക്സാമ്പിളാ? വെരി ഗുഡ്, കൺവർജൻ്റ് ആണ് അല്ലേ. കൺവർജൻ്റ് ആണ്, ഡൈവർജൻ്റ് അല്ല. ഇനി നോക്കൂ, ഐഡൻറ്റിഫൈ അനലോഗസ്. ഈ കൂട്ടത്തിലെ അനലോഗസ് ഏതൊക്കെ? വേഗം പറ. 1, 2, 3, 4. ഇതിൽ ഏതൊക്കെയാ? 1 ഏതാ? വെരി ഗുഡ്, 1 അനലോഗസ് ആണ്, ഹോമോലോഗസ് അല്ല. 2 ഏതാ? ഹോമോലോഗസ് ആണ്. 3 ഏതാ കുട്ടികളെ? വെരി ഗുഡ്, അനലോഗസ് ആണ്. 4 ഏതാ കുട്ടികളെ? ഹോമോലോഗസ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ അനലോഗസ് 1ഉം 3ഉം അല്ലേ. വെരി ഗുഡ്. അടുത്തത്, സം എക്സാമ്പിൾസ് ഓഫ് എവല്യൂഷണറി സ്ട്രക്ചേഴ്സ് ആർ ഗിവൺ ബിലോ, ക്ലാസിഫൈ ദം അണ്ടർ സ്യൂട്ടബിൾ ഹെഡിങ്സ്. 2 മാർക്ക് ചോദ്യമാണ്. ഇതേതാ? 4 limbs ഓഫ് മാൻ, ചീറ്റ, വെയിൽ, ബാറ്റ്, ഹോമോലോഗസ്. വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ്, അനലോഗസ്. ടോൺസ് ആൻഡ് ടെൻഡ്രിൽസ് ഓഫ് ബൊഗൈൻവില്ല, കുക്കുറുബിറ്റ, ഓർമ്മല്ലേ? ഏതാ? ഹോമോലോഗസ്. വെരി ഗുഡ്. വെർട്ടിബ്രേറ്റ്സ് ഹാർട്ട് ഓർ ബ്രെയിൻ, ഹോമോലോഗസ്. ഐസ് ഓഫ് ഒക്ടോപസ് ആൻഡ് മാമൽ, അനലോഗസ്. ഫ്ലിപ്പർ ഓഫ് പെൻഗ്വിൻ ആൻഡ് ഡോൾഫിൻ, അനലോഗസ്. കണ്ടോ, ഈ തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മളോട് ചോദിക്കുക. ക്ലിയർ അല്ലേ? യെസ് ഓർ നോ? റെഡി അല്ലേ? ഇത് പിന്നെ നമ്മൾ പറഞ്ഞു ബയോകെമിക്കൽ ഒക്കെ. ഓക്കെ, റെഡി ആണോ? റെഡി അല്ലേ? വെരി ഗുഡ്. അടുത്ത മക്കളെ നമ്മൾ നോക്കാൻ പോകുന്നതാണ് എവിഡൻസ് ഫ്രം ആന്ത്രോപോജനിക് ആക്ഷൻ. അതായത് മനുഷ്യന്റെ ചില പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലായ ചില തെളിവുകൾ. ഇതിന്റെ പ്രത്യേകത, ലുക്ക്, ശ്രദ്ധിക്ക്, 2 എവിഡൻസുകളാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഇൻഡസ്ട്രിയൽ മെലാനിസം, ഇതേപോലെ പഠിക്കണം. 2 ഹെർബിസൈഡ്, പെസ്റ്റിസൈഡ് ആൻഡ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്. രണ്ടും എന്താന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. അതിനു മുമ്പ് ഈ 2 തെളിവുകളും ഉണ്ടല്ലോ, ഈ 2 തെളിവുകൾ ആന്ത്രോപോജനിക് ആക്ഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ച ചില തെളിവുകൾ. അതാണ് ആന്ത്രോപോജനിക് ആക്ഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ. ശ്രദ്ധിച്ചോ, ഈ 2 കാര്യങ്ങൾ, 2 തെളിവാണുള്ളത്. ഇത് രണ്ടും ദീസ് ആർ എവിഡൻസസ് ഫോർ നാച്ചുറൽ സെലക്ഷൻ. നമ്മൾ ഇനി 2 എവിഡൻസുകളാണ് ഇവിടെ പഠിക്കുക മനുഷ്യന്റെ പ്രവർത്തനം മൂലമുള്ളത്. രണ്ടും എന്തിന്റെ എവിഡൻസ് ആണ്? നാച്ചുറൽ സെലക്ഷന്റെ എവിഡൻസ് ആണ്. എന്താ നാച്ചുറൽ സെലക്ഷൻ? ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ഡാർവിൻ പറഞ്ഞു തന്നൊരു കോൺസെപ്റ്റ് ആണ്. ഡാർവിൻ പറഞ്ഞു തന്ന കാര്യം, പ്രകൃതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചുകൾ ഉണ്ടാവുക, ഏതെങ്കിലും തരത്തിലുള്ള ചേഞ്ച്. ഇപ്പോൾ പ്രകൃതിയിൽ ഒരു ഫുഡിൻ്റെ റിസോഴ്സ്, ജീവികൾ ഭക്ഷിക്കുന്ന ഏതൊക്കെയോ ഫുഡ് ഐറ്റംസ് ഉണ്ട്, അതിലെ കുറേ ഫുഡ് ഐറ്റംസ് ഇല്ലാണ്ടാവുക. അപ്പോൾ അത് പ്രകൃതിയിൽ വന്നൊരു ചേഞ്ചാണ്. അല്ലെങ്കിൽ ടെമ്പറേച്ചർ അധികമായിട്ട് കൂടുക ഒരു സ്ഥലത്തെ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയുക, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുക, വെള്ളത്തിൻ്റെ അളവ് കുറയുക. ഇങ്ങനെ എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ഉണ്ടായാൽ ആ ചേഞ്ച് സംഭവിച്ച എൻവയോൺമെൻറ്റിൽ ഏറ്റവും നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്ന ആളുകളുണ്ടല്ലോ, അവർ സർവൈവ് ചെയ്യും, അവരവിടെ നന്നായിട്ട് ജീവിക്കും. എന്നാൽ ആ ചേഞ്ച്ഡ് എൻവയോൺമെൻറ്റിൽ ജീവിക്കാൻ പറ്റാത്ത ആളുകൾ, അവരുടെ എണ്ണം പതിയെ കുറയാൻ തുടങ്ങും. അങ്ങനെ കുറഞ്ഞ് ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട്, 1000, 10,000 ഒക്കെ വർഷം കൊണ്ട് അവരില്ലാതാവും. ആ ഒരു ചേഞ്ച്ഡ് എൻവയോൺമെൻറ്റിൽ ജീവിക്കാൻ പറ്റുന്നവരോ അവർ സർവൈവും ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മുടെ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ തെളിവായിട്ടാണ് ഇത് രണ്ടും പറയുന്നത്. ക്ലിയർ അല്ലേ? ഏതോ ഒരുത്തം കുറേ നേരമായാലോ ദിയ പോയോ. എടാ മിർസിൻ്റെ ഫോട്ടോ കണ്ടോ? ഇവന് മീശ പോലും വന്നില്ലല്ലോ ഈ ഫോട്ടോയിൽ. എടാ ഇതൊക്കെ നിയമവിരുദ്ധാട്ടോ. മീശ വരാതെ ഒന്നും കോഴിത്തരം കാണിക്കരുതേ. അല്ലെ മീശ വന്ന ഫോട്ടോ ഇപ്പോൾ കാണിക്കണം അവിടെ അല്ലേ? ഞാൻ അങ്ങനെ നോക്ക് ഇവിടെ എന്താ സംഭവിക്കണമെന്ന്. ദുവ പോയോന്ന്. സാർ കുറേ കഴിഞ്ഞാൽ നമുക്കും എവല്യൂഷൻ സംഭവിക്കില്ല. ഓഫ് കോഴ്സ് യെസ്, മേ ബി എനി അതർ ക്രിയേച്ചേഴ്സായി നമ്മൾ മാറുമോ? നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യം ഇപ്പോൾ ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം. ദുവ പോയോ? ഒരു ദുവ പോയി ഗൈസ്. മിർസും പോയി.
എന്നോട് ഞാൻ പറഞ്ഞുതരാം, മീശ വെച്ച ഫോട്ടോ അപ്ലോഡ് ചെയ്യാതെ ഇനി ആക്കിയാൽ നമ്മൾ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും, വീട്ടിലൊന്ന് പിടിക്കും. കുറേ സമയമായി ഞാൻ ഇങ്ങനെ വേണ്ട ഞാൻ ഒരു മനുഷ്യ ഇവിടെ ഇങ്ങനെ കിടന്ന് ക്ലാസ് എടുക്കുക. ഓക്കെ, കം ഹിയർ. മൂഡ് വരട്ടെ എല്ലാവരും. കമോൺ, റെഡി അല്ലേ? തമാശയല്ല. ആ കുട്ടി പേടിച്ച് പോയി ഇവനെ കൊണ്ട്. പഠിക്കാൻ വന്നൊരു മോളായിരുന്നു. ഓക്കെ, സോ 2 കാര്യം. മിർസ നീ ഇവിടെ ഉണ്ടോ? സോ എനിവേ ലുക്ക്, വിഗ് വെച്ചെങ്കിൽ വിഗ് വെച്ച് വന്നോ, വിഗ് വെച്ച് വരാണ്ട് ഇവിടെ പറ്റൂല അല്ലേ? സോ ലുക്ക്, 2 കാര്യം. രണ്ടും എന്തിൻ്റെ എവിഡൻസ്? നാച്ചുറൽ സെലക്ഷൻ കേട്ടോ. പ്രകൃതിയിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ ആ ചേഞ്ചിൽ ആരാണോ ജീവിക്കാൻ പറ്റുക അവരെ നാച്ചുറൽ സെലക്ട് ചെയ്യും, അല്ലാത്തവരെ നാച്ചുറൽ റിജക്റ്റ് ചെയ്യും. അതാണ് എന്ത് കുട്ടികളെ ഈ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഡിസ്കസ്. ഇറങ്ങിപ്പോടാന്നൊക്കെ പറയണ്ട ആരൊക്കെ, പാവം നമ്മുടെ മിർസ്. ഓക്കെ, എനിവേ കം ഹിയർ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇൻഡസ്ട്രിയൽ മെലാനിസം. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ മെലാനിസം ആണ്. സോ ലുക്ക്, സോ ഇറ്റ് ഈസ് ആൻ എവിഡൻസ് ഫോർ നാച്ചുറൽ സെലക്ഷൻ. അങ്ങനെ പറഞ്ഞാൽ മതി. ഇറ്റ് ഈസ് ആൻ എവിഡൻസ് ഫോർ നാച്ചുറൽ സെലക്ഷൻ കേട്ടോ. നാച്ചുറൽ സെലക്ഷൻ്റെ ഒരു എവിഡൻസ് ആണ് ഇൻഡസ്ട്രിയൽ മെലാനിസം. ഈ ഒരു കാര്യം നമുക്ക് കിട്ടുന്നത് ഇംഗ്ലണ്ടിൽ നിന്നാണ്. എവിടുന്ന കുട്ടികളെ? ഇംഗ്ലണ്ടിൽ. അതായത് ഇംഗ്ലണ്ടിൽ 2 തരത്തിലുള്ള മോത്തെന്ന് പറഞ്ഞാൽ നിശാശലഭങ്ങൾ, 2 തരത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഒന്ന് ഡാർക്ക് വിങ്ഡ് മോത്ത്. ഇതാണ് ഡാർക്ക് വിങ്ഡ് മോത്ത്. അല്ലെങ്കിൽ നമ്മൾ മെലാനൈസ്ഡ് മോത്ത് എന്ന് പറയും. എന്താ പറയാ? മെലനൈസ്ഡ് മോത്ത്. ഓക്കെ, രണ്ടാമത്തതാണ് വൈറ്റ് വിങ്ഡ് മോത്ത്. എന്താണ് വൈറ്റ് വിങ്ഡ് മോത്ത്? ഓക്കെ, ശ്രദ്ധിക്കട്ടോ. 1850 ഇത്തരത്തിലുള്ള മോത്തുകളുടെ കളക്ഷൻ ഇംഗ്ലണ്ടിൽ നടത്തി. ക്ലിയർ അല്ലേ? ഈ 1850 എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ വ്യവസായശാലകളൊക്കെ വരുന്നതിന് മുൻപാണ്. ദറ്റ് ഈസ് ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ. ഇംഗ്ലണ്ടിൽ വ്യവസായവൽക്കരണം നടക്കുന്നതിന് മുൻപാണ് ഈ ഒരു കളക്ഷൻ നടത്തുന്നത്. അങ്ങനെ നോക്കിയപ്പോൾ there were more white moth than dark moth. അന്നവിടെ മോർ വൈറ്റ് മോത്ത് ആയിരുന്നു ഉണ്ടായിരുന്നത് ദാൻ ഡാർക്ക് മോത്ത്. ഡാർക്ക് മോത്തിനേക്കാൾ വൈറ്റ് മോത്തായിരുന്നു എണ്ണത്തിൽ കൂടുതൽ. എന്നാൽ സെയിം ഏരിയയിൽ നിന്ന് കളക്ഷൻ ക്യാരിഡ് ഔട്ട് ഫ്രം സെയിം ഏരിയ ഇൻ 1920. 1920 അതേ ഏരിയയിൽ നിന്ന് കളക്ഷൻ നടത്തി, മോത്തിൻ്റെ കളക്ഷൻ. അങ്ങനെ നോക്കിയപ്പോൾ ഈ 1920 പ്രത്യേകത വ്യവസായവൽക്കരണത്തിന് ശേഷമുള്ള കാലഘട്ടമാണത്. 1850 വ്യവസായവൽക്കരണം ഇംഗ്ലണ്ടിൽ വ്യവസായശാലകളൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല. 850 ശേഷമാണ് വ്യവസായശാലകൾ വരുന്നത്. അങ്ങനെ 920 ആയപ്പോഴത്തേക്ക് വ്യവസായശാലകൾ വന്നു കഴിഞ്ഞു. അതാണ് ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ. വ്യവസായവൽക്കരണത്തിന് ശേഷം അവിടുന്ന് കണക്കെടുത്തപ്പോൾ there were more dark moths than white. വെള്ളയേക്കാൾ ആരായിരുന്നു കൂടുതൽ? ഡാർക്ക് ആയിരുന്നു കൂടുതൽ. 1850 വ്യവസായവൽക്കരണത്തിന് മുമ്പ് വൈറ്റ് ആയിരുന്നു കൂടുതൽ. വ്യവസായവൽക്കരണം കഴിഞ്ഞപ്പോൾ ഡാർക്കിൻ്റെ എണ്ണം കൂടി. അപ്പോൾ ശാസ്ത്രജ്ഞർ ഇതിനെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ അവർ മനസ്സിലാക്കിയ കാര്യം, വാട്ട് വാസ് ദ റീസൺ? എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് അവർ മനസ്സിലാക്കി. അതായത് ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ മുൻപ് ഇംഗ്ലണ്ടിലെ മരങ്ങളെല്ലാം തന്നെ, ശ്രദ്ധിക്ക്, ട്രീ ട്രങ്ക്സ്, ഇംഗ്ലണ്ടിലെ ട്രീ ട്രങ്കുകൾ, മരത്തിൻ്റെ തടികൾ, അതാണ് ട്രീ ട്രങ്ക്. കണ്ടോ, മരം ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ തടി ഉണ്ടാവുമല്ലോ, ഇതാണ് ട്രങ്ക്. ട്രീ ട്രങ്ക്സ് were covered with വൈറ്റ് ലൈക്കൺസ്. വൈറ്റ് കളറ് ലൈക്കണുകൾ. ലൈക്കൺ എന്ന് പറഞ്ഞാൽ എന്താ? ആൽഗകളും ഫംഗസുകളൊക്കെ കൂടി ചേർന്നുണ്ടാകുന്ന ഒരു സ്ട്രക്ചറാണ് ലൈക്കൺ. നോക്കൂ, ഇംഗ്ലണ്ടിലെ മരങ്ങളുടെ തടികളിലെല്ലാം തന്നെ വൈറ്റ് ലൈക്കൺസ് ഇങ്ങനെ വളർന്നു നിന്നിരുന്നു. ഇറ്റ് വാസ് കവേർഡ് ബൈ വൈറ്റ് ലൈക്കൺസ് ഇൻഡസ്ട്രിയലൈസേഷന് മുൻപ്. സോ ദർ വർ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു? വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. എടാ, ഒരു വെള്ള ബാക്ക്ഗ്രൗണ്ടിൽ വെള്ള മോത്ത്, ഡാർക്ക് മോത്ത്, രണ്ടുപേരും ഇരിക്കുക. ആരെയായിരിക്കും വെള്ള ബാക്ക്ഗ്രൗണ്ടിൽ വെള്ള ഇരുന്നാലാണോ ഡാർക്ക് ഇരുന്നാലാണോ തിരിച്ചറിയപ്പോൾ? വെള്ള മോത്തുണ്ട് ഇവിടെ, നിങ്ങൾ കാണുന്നുണ്ടോ? എന്നാൽ ഇവിടെ ഒരു ഡാർക്ക് മോത്തുണ്ട്, പെട്ടെന്ന് കാണൂലേ? അപ്പോൾ അന്നത്തെ ആ വെള്ള മരങ്ങളുടെ ഒക്കെ ട്രങ്കിൽമേ വെള്ള ഗ്രോത്ത് ആയിരുന്നു ലൈക്കൺസ്. സോ ദ ട്രീ ട്രങ്ക്സ് വർ കവേർഡ് വിത്ത് വൈറ്റ് ലൈക്കൺസ്. സോ ഇൻ ദാറ്റ് ബാക്ക്ഗ്രൗണ്ട് പ്രിഡേറ്റേഴ്സിന്, ഇരപിടിയന്മാർക്ക് കൂടുതൽ സ്പോട്ട് ചെയ്യാൻ പറ്റിയ ആരെയാണ്? ഡാർക്കിനെയാണ്. അപ്പോൾ ആർക്ക് സർവൈവ് ചെയ്യാൻ പറ്റി? വൈറ്റിന് സർവൈവ് ചെയ്യാൻ പറ്റി. ഡാർക്കിൻ്റെ എണ്ണം ഭയങ്കരമായിട്ട് കൂടി. ക്ലിയർ അല്ലേ? സോ
So white moths survived കേട്ടോ ഫ്രം പ്രിഡേഷനിൽ നിന്ന് സർവൈവ് ചെയ്യപ്പെട്ടു കൂടുതൽ. ക്ലിയർ അല്ലേ കുട്ടികളെ? ഓക്കെ. ഡാർക്കിനേക്കാൾ വൈറ്റ് മോത്ത് പ്രിഡേഷനിൽ നിന്ന് ഇരപിടുത്തത്തിൽ നിന്ന് സർവൈവ് ചെയ്തു. അപ്പൊ മറ്റാൾ ഇങ്ങനെ ഇരപിടിക്കപ്പെട്ടു ധാരാളമായിട്ട്, അപ്പൊ അവരുടെ എണ്ണം കുറഞ്ഞു. എന്നാൽ ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം ഇൻഡസ്ട്രിയലൈസേഷൻ വന്നപ്പോൾ ലൈക്കൺസ് ഡിസപ്പിയേർഡ്. ഇംഗ്ലണ്ടിലെ മരങ്ങളിൽ ഉണ്ടായിരുന്ന ലൈക്കൺസ് എല്ലാം തന്നെ ഇല്ലാണ്ടായിപ്പോയി. അവരെ കാണാണ്ടായി, അവരവിടുന്ന് ഇല്ലാതെയായി. കാരണം ലൈക്കൺസ് ആർ പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ്. ലുക്ക്, ലൈക്കൺസിന്റെ പ്രത്യേകത, ലൈക്കൺസ് കാണ്ട് ലിവ് ഇൻ പൊല്യൂട്ടഡ് ഏരിയ. അവർക്ക് എവിടെ ജീവിക്കാൻ പറ്റൂല? പൊല്യൂട്ടഡ് ഏരിയയിൽ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു സ്ഥലത്ത് പൊല്യൂഷൻ ഉണ്ടോ എന്ന് നോക്കാൻ നമുക്കൊരു പണി ചെയ്യാം. അവിടെ ലൈക്കൺ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ക്ലിയർ അല്ലേ? സോ വി ക്യാൻ സേ ദാറ്റ് ലൈക്കൺസ് ആർ പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് അല്ലേ? ലൈക്കൺസ് ആർ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് അല്ലേ? ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ ഉണ്ടോ എന്ന് നോക്കാൻ അവിടെ ലൈക്കൺ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. സോ ലൈക്കൺസ് ആർ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ്. ക്ലിയർ അല്ലേ? അപ്പൊ എന്തായാലും ലൈക്കൺസ് ഡിസപ്പിയർ ആയി. അപ്പൊ ട്രീ ട്രങ്കുകൾ, മരങ്ങളുടെ തടികളിൽ ഉണ്ടായിരുന്ന ഈ വൈറ്റ് ഗ്രോത്ത് പോയി. അത് മാത്രമല്ല, വ്യവസായശാലകളിൽ നിന്നുള്ള കരിയും പുകയൊക്കെ മരങ്ങളുടെ പുറത്ത് അടിഞ്ഞുകൂടി. അങ്ങനെ മരങ്ങളുടെ ട്രങ്കുകൾ ഡാർക്ക് ആയിട്ട് മാറി. ക്ലിയർ അല്ലേ? ഓക്കെ. സോ ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ ലൈക്കൺസ് ഡിസപ്പിയേർഡ്. ലൈക്കൺസ് ഇല്ലാതെയായി അല്ലേ? ലൈക്കൺസ് ഡിസപ്പിയേർഡ് ആയി. ആൻഡ് ഇൻഡസ്ട്രിയൽ സ്മോക്ക് ആൻഡ് സൂട്ട്. ശ്രദ്ധിക്കും മക്കളെ, ഇൻഡസ്ട്രിയൽ സ്മോക്ക് എന്ന് പറഞ്ഞാൽ പുക, ആൻഡ് സൂട്ട് കരി എല്ലാം അക്യുമുലേറ്റഡ്, അതെല്ലാം അടിഞ്ഞുകൂടി. അക്യുമുലേറ്റഡ് ഓൺ ട്രീസ്, മരങ്ങളിൽ അടിഞ്ഞുകൂടി. അക്യുമുലേറ്റഡ് ഓൺ ട്രീസ്, മരങ്ങളിൽ അടിഞ്ഞുകൂടി. അപ്പൊ ട്രീകൾ എന്തായിട്ട് മാറി? ഡാർക്കായിട്ട് മാറി. സോ ഇൻ ദിസ് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട്, ഈ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ, ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് എന്തായിട്ട് മാറി കുട്ടികളെ? ഡാർക്കായിട്ട് മാറിയല്ലോ. സോ ഇൻ ദിസ് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട്, ഈ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ആരായിരിക്കും കൂടുതൽ സർവൈവ് ചെയ്തിട്ടുണ്ടാവുക? വെരി ഗുഡ്, ഡാർക്ക് മോത്ത് സർവൈവ്ഡ് മോർ. കാരണം എന്താ? ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വെള്ളനല്ലേ കാണാൻ സുഖം. സോ ഡാർക്ക് മോത്ത് സർവൈവ്ഡ് മോർ, അവർ കൂടുതൽ സർവൈവ് ചെയ്തു. അപ്പൊ നോക്കൂ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എൻവയോൺമെന്റിൽ ഒരു ചേഞ്ച് വന്നു. ആ ചേഞ്ച്ഡ് എൻവയോൺമെന്റിൽ ആർക്കാണോ ജീവിക്കാൻ പറ്റുന്നത് അവരുടെ എണ്ണം കൂടുതലാണ്. മറ്റാളുടെ എണ്ണം കുറഞ്ഞു മറ്റാളിനി ഇല്ലാതാവും എന്നാണ് പറയപ്പെടുന്നത്. അതാണ് നാച്ചുറൽ സെലക്ഷൻ. ക്ലിയർ ആണോ? അതാണ് എന്ത്? നാച്ചുറൽ സെലക്ഷൻ. റെഡി അല്ലേ? യെസ് ഓർ നോ? റെഡിയാണോ? ഒന്ന് കമന്റ് ചെയ്യടാ. അപ്പോൾ 1850 വൈറ്റ് കൂടുതൽ, ഡാർക്ക് കുറവ്. 1920 ഡാർക്ക് കൂടുതൽ, വൈറ്റ് കുറവ്. കാരണം എന്താ? 1920 ആയപ്പോൾ ലൈക്കൺസ് ഡിസപ്പിയേർഡ്. ഇൻഡസ്ട്രിയൽ സ്മോക്ക് ആൻഡ് സൂട്ട് അക്യുമുലേറ്റഡ് ഓൺ ട്രീസ്, മരങ്ങളിൽ അടിഞ്ഞുകൂടി. ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ആയി. ഇൻ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് മോത്ത് സർവൈവ്ഡ് മോർ. അപ്പോൾ ഡാർക്കിൻ്റെ എണ്ണം കൂടി, വൈറ്റിൻ്റെ എണ്ണം കുറഞ്ഞു. ക്ലിയർ അല്ലേ മക്കളെ? ഒന്ന് കമന്റ് ചെയ്യടോ. അപ്പൊ ഇതെന്താ? നാച്ചുറിനോട് ആരാണോ അനുയോജിച്ചത് അയാളെ നാച്ചുർ എന്താക്കുന്നു? സെലക്ട് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? യെസ് ഓർ നോ? യെസ്, ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് ഹെർബിസൈഡ് ആൻഡ് പെസ്റ്റിസൈഡ് റെസിസ്റ്റൻസിനെ കുറിച്ച് നോക്കാം. ശ്രദ്ധിക്കണം, നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് കയറുന്ന രോഗാണുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. രോഗാണുക്കളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെയാണ് എന്ത് വിളിക്കുക? ആൻറ്റിബയോട്ടിക്കുകൾ. ക്ലിയർ അല്ലേ? നമ്മൾ നിരന്തരമായിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ആൻറ്റിബയോട്ടിക്കിനോട് റെസിസ്റ്റൻ്റ് ആയ, നോക്കൂ, പണ്ട് ലോകത്ത് ആൻറ്റിബയോട്ടിക്സ് ആരും യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുകയാണ് ആൻറ്റിബയോട്ടിക്. അപ്പോൾ എന്താ? ലോകത്ത് എൻവയോൺമെൻറ്റിൽ ആൻറ്റിബയോട്ടിക് മനുഷ്യൻ ഉണ്ടാക്കി, അത് മനുഷ്യൻ ഉപയോഗിക്കുകയാണ്. അപ്പോഴെന്താ ഉണ്ടാവുന്നത്? ഈ ആൻറ്റിബയോട്ടിക്കിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന, അതായത് നമ്മൾ ആൻറ്റിബയോട്ടിക് കുടിച്ചാലും ചത്തുപോകാത്ത, ആൻറ്റിബയോട്ടിക്കിനെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന പുതിയ ബാക്ടീരിയകളൊക്കെ ഉണ്ടായി വരികയാണ്. അതാണ് കുട്ടികളെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. ക്ലിയർ ആണോ? അപ്പോൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റന്റ് പാത്തോജൻസ്, ആൻറ്റിബയോട്ടിക് റെസിസ്റ്റന്റ് പാത്തോജൻസ്. അതേപോലെ നമ്മൾ പെസ്റ്റിസൈഡ്, പലതരം കീടങ്ങളെ തുരത്താൻ കീടനാശിനികൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പ്രകൃതിയിൽ.
അപ്പോൾ അതിനോട് റെസിസ്റ്റൻ്റ് ആയ ആ കീടനാശിനികൾ ഉപയോഗിച്ചാലും ചത്തുപോവാത്ത പുതിയ ജീവികൾ ഉണ്ടായി വരികയാണ്. അതാണ് പെസ്റ്റിസൈഡ് റെസിസ്റ്റൻ്റ് ഇൻസെക്റ്റുകൾ. പെസ്റ്റിസൈഡ് റെസിസ്റ്റൻ്റ് ഇൻസെക്റ്റുകൾ. പെസ്റ്റിസൈഡിനോട് റെസിസ്റ്റൻ്റ് ആയ ഇൻസെക്റ്റുകൾ. അതുപോലെ നമ്മൾ പല മരങ്ങളും പല കളകൾ, ഇപ്പം നമ്മൾ പുൽത്തകിടിയൊക്കെ ഉണ്ടാക്കുമല്ലോ, പുൽത്തകിടികൾ. ആ പുൽത്തകിടിയിലൊക്കെ ചെടി വളരാതിരിക്കാൻ, മറ്റു ചെടികൾ വളരാതിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹെർബിസൈഡ്. അതിനോട് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പുതിയ ചെടികൾ ഉണ്ടായി വന്നിട്ടുണ്ട്. ഹെർബിസൈഡ് റെസിസ്റ്റൻ്റ് വീഡ്സ്. ഹെർബിസൈഡിനോട് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വീടുകൾ, ചെടികൾ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ തെളിവാണ്? നോക്കൂ, എവല്യൂഷൻ ലോകത്ത് നടക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ്. ക്ലിയർ അല്ലേ? യെസ് ഓർ നോ? യെസ് ഓർ നോ? ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. റെഡിയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യടോ. ഇതിന് ബേസ് ചെയ്തുള്ള ഒരു ചോദ്യമാണ്. ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. ഈ ചാപ്റ്ററിൽ മാക്സിമം ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമൊക്കെ നമ്മൾ പറയുന്നുണ്ട്. The population of white and dark colored moths in England in certain years are given. Analyze the bar diagram on the basis of natural selection and prepare a note on it. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി 3 മാർക്കിന് ചോദിച്ച ചോദ്യമാണ് 2017. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാൽ മതി. 1850 ഇതാണ് വൈറ്റിൻ്റെ എണ്ണം കൂടുതൽ, 1920 ഡാർക്കിൻ്റെ എണ്ണം കൂടുതൽ, ഡാർക്കിൻ്റെ എണ്ണം കൂടുതൽ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ എഴുതുക. അതാണ് 1850 മറ്റാളായിരുന്നു, 1820 ഡാർക്കായിട്ട് മാറി. അതിൻ്റെ റീസൺ എന്താണെന്ന് എഴുതി കൊടുത്താൽ 3 മാർക്ക് നമുക്ക് നേടാം. ക്ലിയർ ആണോ? യെസ് ഓർ നോ? ക്ലിയർ ആണോ? ഒന്ന് കമൻറ്റ് ചെയ്യടോ. ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേ. റെഡിയാണോ? വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്താണ് ബയോജിയോഗ്രഫിക്കൽ എവിഡൻസ്. ഇത് നമ്മളോട് എന്തായാലും ചോദിക്കും. ഇതിങ്ങനെയല്ല ചോദിക്കുക, നമ്മളോട് ചോദിക്കുക വാട്ട് ഈസ് അഡാപ്റ്റീവ് റേഡിയേഷൻ എന്നാണ്. ഇതും എവല്യൂഷൻ്റെ ഒരു തെളിവാണ്. അഡാപ്റ്റീവ് റേഡിയേഷൻ എന്താണ്? അഡാപ്റ്റീവ് റേഡിയേഷൻ നമുക്ക് നോക്കാം. നോക്കൂ, നമ്മുടെ ഡാർവിൻ ഉണ്ടല്ലോ, ഡാർവിൻ അദ്ദേഹത്തിൻ്റെ പഠനത്തിനൊന്നുമല്ല, ഡാർവിൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി യാത്ര പോയതായിരുന്നു യഥാർത്ഥത്തിൽ. അങ്ങനെ ഡാർവിൻ HMS ബീഗിൾ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ കപ്പലിൽ, എന്താ കപ്പലിൻ്റെ പേര്? HMS ബീഗിൾ. ഒരു പായ്ക്കപ്പലായിരുന്നു. HMS ബീഗിൾ എന്നറിയപ്പെടുന്ന, പായ്ക്കപ്പലിൻ്റെ രൂപം മാറിയല്ലേ, HMS ബീഗിൾ എന്നറിയപ്പെടുന്ന പായ്ക്കപ്പലാട്ടോ, ഇതാണ് കപ്പൽ. ഈ കപ്പലിൽ ഡാർവിനും ടീം, ഇതാ കൊടി ഉണ്ടായിക്കോട്ടെ, ബ്രിട്ടീഷുകാരുടെ കപ്പലായിരുന്നു. ഓക്കെ, ചുവപ്പൊക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഡാർവിനും ടീമും അദ്ദേഹത്തിൻ്റെ കപ്പലിൻ്റെ പേരെന്താണെന്ന് ഒരു പക്ഷേ ചോദിച്ചേക്കാം. എന്താ കപ്പലിൻ്റെ പേര്? HMS ബീഗിൾ. എന്താണ്? HMS ബീഗിൾ. കേട്ടോ, ഉറക്കെ പറഞ്ഞേ, HMS ബീഗിൾ. ഈ കപ്പലിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? എല്ലാവരുടെയും ഒന്നും പേര് പഠിക്കണ്ട, ഒരാളുടെ പേര് നിങ്ങൾ പഠിക്കണം. ആരാ ഇയാൾ? ഡാർവിൻ അല്ലേ? ഡാർവിൻ. തൊപ്പിയിട്ട് കൊടുക്കാം. ഇതാണ് ഡാർവിൻ. ഓക്കെ, ഡാർവിൻ അദ്ദേഹത്തിന് HMS ബീഗിൾ എന്ന് പറയുന്ന കപ്പലിൽ ഗാലപ്പഗോസ് ദ്വീപുകളുടെ പരിസരത്തൂടെ സഞ്ചരിക്കുകയായിരുന്നു. എന്താണ് ഗാലപ്പഗോസ് ദ്വീപുകൾ? ധാരാളം കുഞ്ഞൻ ദ്വീപുകൾ അടങ്ങിയ ഒരു പ്രദേശമാണ് ഗാലപ്പഗോസ്. ഓക്കെ, അപ്പോൾ ഈ ഗാലപ്പഗോസിൻ്റെ ദ്വീപുകളുടെ പരിസരത്തുകൂടെ ഇദ്ദേഹം സഞ്ചരിക്കുകയായിരുന്നു. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഗാലപ്പഗോസിലെ ഓരോ ദ്വീപുകളിലും അദ്ദേഹം ഓരോ ടൈപ്പ് പക്ഷികളെ കണ്ടു. ഇവരുടെ എല്ലാം സ്ട്രക്ചർ ഏകദേശം സെയിം ആണ്, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവരൊക്കെ തമ്മിലുള്ള വ്യത്യാസം അവരുടെ കൊക്കുകളുടെ കേസിൽ, അവരുടെ ബീക്ക് ഉണ്ടല്ലോ, ഈ ബീക്കിൻ്റെ കേസിൽ മാത്രമേ ഇവരൊക്കെ തമ്മിൽ വ്യത്യാസമുള്ളൂ. ഈ പക്ഷികളൊക്കെ തമ്മിൽ അവരുടെ ബീക്കിൻ്റെ കേസിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇങ്ങനത്തെ പക്ഷികളെ കണ്ടു. കൊക്കിൻ്റെ ഷേപ്പിൽ മാത്രം വ്യത്യാസം. ഒരാളുടേത് ഇങ്ങനെയാണെങ്കിൽ അടുത്ത ആളുടേത് ഇങ്ങനെയാണ്, മറ്റൊരാളുടേത് ഇങ്ങനെയാണ്. അങ്ങനെ കൊക്കിൻ്റെ ഷേപ്പിൽ മാത്രം വ്യത്യാസമുള്ള കുറേ പക്ഷികളെ കണ്ടു. ആ പക്ഷികൾ ഇപ്പോൾ നമ്മൾ വിളിക്കുന്നത് ഡാർവിൻസ് ഫിഞ്ചസ് എന്നാണ്. എന്താ കുട്ടികളെ? ഡാർവിൻസ് ഫിഞ്ചസ് എന്നാണ്. അപ്പോൾ ഡാർവിൻ ഈ പക്ഷികളെ കുറേ കാലം നിരീക്ഷിച്ചു. അതിനുശേഷം ഡാർവിൻ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞു, ഈ പക്ഷികളെല്ലാം തന്നെ ഗാലപ്പഗോസിലേക്ക് പണ്ടെപ്പോഴോ എത്തിപ്പെട്ട ഒരു കോമൺ പക്ഷിയിൽ നിന്ന്, ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്ന് ഉണ്ടായവയാണ്. ക്ലിയർ അല്ലേ? ഈ പക്ഷികളിൽ ചില ആളുകൾ സീഡ് ഈറ്റിംഗ് ആയിരുന്നു, ചില ആളുകൾ സീഡിനെ കഴിക്കാൻ പറ്റുന്ന പക്ഷികളായിരുന്നു, ചില ആളുകൾ ഫ്രൂട്ടൊക്കെ കഴിക്കുന്ന രീതിയിലുള്ള വെജിറ്റേറിയൻ പക്ഷികളായിരുന്നു, ചില ആളുകൾ
ഇൻസെക്ടിവോറസ്, ഇൻസെക്റ്റിനെ തിന്നുന്ന പക്ഷികളായിരുന്നു, ഇൻസെക്ടിവോറസ് ആയിട്ടുള്ള പക്ഷികളായിരുന്നു. ഡാർവിൻ പറഞ്ഞ കാര്യം ഈ പക്ഷികളെല്ലാം തന്നെ ഉണ്ടായത് ഒരു കോമൺ പൂർവികനിൽ നിന്നാണ്. എന്നിട്ടോ ഈ ഒരു കോമൺ പൂർവികനിൽ നിന്നുണ്ടായിട്ട് ഗാലപ്പഗോസിലെ നന്നായിട്ട് ഇൻസെക്റ്റുകളെ കിട്ടുന്ന സ്ഥലത്ത് ഇൻസെക്ട് ഈറ്റിംഗ് ആയിട്ടുള്ള പക്ഷി അവിടെ ജീവിക്കാൻ തുടങ്ങി. ഗാലപ്പഗോസിലെ സീഡ് കിട്ടുന്ന സ്ഥലത്ത് സീഡ് ഈറ്റിംഗ് ആയിട്ടുള്ള പക്ഷി ജീവിക്കാൻ തുടങ്ങി. അതുപോലെ ഗാലപ്പഗോസിലെ വെജിറ്റബിൾസ് ഒക്കെ കിട്ടുന്ന സ്ഥലത്ത് വെജിറ്റേറിയൻ പക്ഷി ജീവിക്കാൻ തുടങ്ങി. അതായത് ഇവരെല്ലാവരും കോമൺ ആൻസസ്റ്റർ നിന്ന് ഉണ്ടായവരാണ്. ക്ലിയർ അല്ലേ? ഈ ഡെഫിനിഷനുകൾ പഠിക്കണം. അതായത് ഇതിന്റെ ഡെഫിനിഷൻ ഇതാണ്. അഡാപ്റ്റീവ് റേഡിയേഷൻ ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്ന് വ്യത്യസ്ത ജീവികൾ എവല്യൂഷനിലൂടെ ഉണ്ടായി വരിക. എന്നിട്ടോ അവര് വ്യത്യസ്ത ഹാബിറ്റാറ്റുകൾ ഒരു പ്രദേശത്ത് തന്നെ, ശ്രദ്ധിച്ചോ, ഇങ്ങനെയാണ്, ഒരു പ്രദേശത്ത് ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്ന് വ്യത്യസ്ത ജീവികൾ ഉണ്ടായി വരിക. എന്നിട്ടോ ശ്രദ്ധിക്ക്, അവരെല്ലാവരും ആ ഒരു പ്രദേശം ഉണ്ടല്ലോ, ഒരു റീജിയൻ, ആ പ്രദേശത്തെ വ്യത്യസ്ത ഹാബിറ്റാറ്റുകളിൽ ജീവിക്കുക. എത്രയാണ്? ഒരു പ്രദേശത്ത്, ഒരു ഏരിയയിൽ ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്ന് വ്യത്യസ്ത ജീവികൾ ഉണ്ടായി വരിക. എന്നിട്ടോ അവർ ആ ഏരിയയിലെ വ്യത്യസ്ത ഹാബിറ്റാറ്റുകളിൽ ജീവിക്കുക. അപ്പൊ ഗാലപ്പഗോസിലാണ് ഈ പക്ഷികളൊക്കെ ഉണ്ടായി വന്നത്, ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്ന്. എന്നിട്ടോ ഗാലപ്പഗോസിലെ വ്യത്യസ്ത ഹാബിറ്റാറ്റുകൾ, സീഡ് കിട്ടുന്ന ഹാബിറ്റാറ്റ്, പുഴുവിനെ കിട്ടുന്ന, ഇൻസെക്റ്റിനെ കിട്ടുന്ന ഹാബിറ്റാറ്റ്, ഫ്രൂട്ട് കിട്ടുന്ന ഹാബിറ്റാറ്റ്, ഓരോ സ്ഥലത്ത് ഓരോരുത്തർ ജീവിക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഡെഫിനിഷൻ മസ്റ്റ് ആയിട്ട് പഠിക്കണം. ദാറ്റ് ഈസ് വാട്ട് ഈസ് അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് ചോദിക്കും. അപ്പോൾ ദ പ്രോസസ് ഓഫ് എവല്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ്, വ്യത്യസ്ത സ്പീഷീസുകൾ എവോൾവ് ചെയ്യുന്ന, എവല്യൂഷൻ നടക്കുന്ന പ്രോസസ്സാണ് ഇൻ എ ഗിവൺ ജിയോഗ്രഫിക്കൽ ഏരിയ. ഒരു പ്രദേശത്ത് വ്യത്യസ്ത ജീവികൾ എവല്യൂഷൻ നടന്നുണ്ടാവുക. എങ്ങനെയാ? സ്റ്റാർട്ടിങ് ഫ്രം എ കോമൺ പോയിന്റ്, ഒരൊറ്റ പോയിന്റ് നിന്ന് അവരുടെ എവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. നോക്കൂ, എവല്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഇൻ എ ഗിവൺ ജിയോഗ്രഫിക്കൽ ഏരിയ. ഗാലപ്പഗോസിൽ വ്യത്യസ്ത ജീവികൾ ഉണ്ടായി. എവല്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഇൻ എ ഗിവൺ ജിയോഗ്രഫിക്കൽ ഏരിയ. അതുപോരാ, സ്റ്റാർട്ടിങ് ഫ്രം എ കോമൺ പോയിന്റ്, അതാണ് കോമൺ ആൻസസ്റ്ററിൽ നിന്ന് തുടങ്ങുക. ആൻഡ് റേഡിയേറ്റിംഗ് ടു അതർ ഏരിയാസ് ഓഫ് ജിയോഗ്രഫി. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഇവരൊരു കോമൺ ആൻസസ്റ്ററിൽ നിന്ന് ഉണ്ടാവുക, ഒരു കോമൺ പൂർവികനിൽ നിന്ന് ഉണ്ടായി, എന്നിട്ട് ഓരോരുത്തരും ഓരോ ഹാബിറ്റാറ്റിലേക്ക് പോയി. അതാണ് ഇതിന്റെ അർത്ഥം. എവല്യൂഷൻ ഓഫ് ഡിഫറെന്റ് സ്പീഷീസ് ഇൻ എ ജിയോഗ്രഫിക്കൽ ഏരിയ സ്റ്റാർട്ടിങ് ഫ്രം എ കോമൺ പോയിന്റ്, ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്ന് ഉണ്ടായിരുന്നു. പറഞ്ഞോ ഒന്നുകൂടെ, എൻ്റെ കൂടെ പറഞ്ഞോ. ഇത് മസ്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ പഠിക്കണം. എവല്യൂഷൻ ഓഫ് ഡിഫറെന്റ് സ്പീഷീസ് ഇൻ എ ഗിവൺ ജിയോഗ്രഫിക്കൽ ഏരിയ സ്റ്റാർട്ടിങ് ഫ്രം എ കോമൺ പോയിന്റ്, ഒരു കോമൺ ആൻസസ്റ്റർ നിന്ന് തുടങ്ങുക. ആൻഡ് റേഡിയേറ്റിംഗ്, ഓരോരുത്തർ ഓരോ ഭാഗത്തേക്ക് പോവുക. ആൻഡ് റേഡിയേറ്റിംഗ് ടു അതർ ഏരിയാസ് ഓഫ് ജിയോഗ്രഫി, ജിയോഗ്രഫിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് റേഡിയേറ്റ് ചെയ്യുക. ആൻഡ് റേഡിയേറ്റിംഗ് ടു അതർ ഏരിയാസ് ഓഫ് ജിയോഗ്രഫി. ക്ലിയർ അല്ലേ? Yes or no? ഒന്നുകൂടെ പറഞ്ഞേ. എവല്യൂഷൻ ഓഫ് ഡിഫറെന്റ് സ്പീഷീസ് ഇൻ എ ഗിവൺ ജിയോഗ്രഫിക്കൽ ഏരിയ സ്റ്റാർട്ടിംഗ് ഫ്രം എ കോമൺ പോയിന്റ് ആൻഡ് റേഡിയേറ്റിംഗ് ടു അതർ ഏരിയാസ് ഓഫ് ജിയോഗ്രഫി. സെറ്റ് അല്ലേ? റെഡി ആണോ? റെഡി. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇതിന്റെ ഉദാഹരണം ചോദിക്കും. ഒന്ന് ഡാർവിൻസ് ഫിഞ്ചസ് ഓഫ് ഗാലപ്പഗോസ് ഐലൻഡ്, ഓഫ് ഗാലപ്പഗോസ്. ക്ലിയർ ആണോ? നോക്കൂ, രണ്ടാമത്തതാണ് ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ്. അതെന്താ സംഭവം? എടാ, ഓസ്ട്രേലിയയിലെ വ്യത്യസ്ത മാർസൂപ്പിയലുകൾ, അതായത് പൗച്ച്ഡ് മാമൽസ്. മാർസൂപ്പിയൽസ് എന്ന് പറഞ്ഞാൽ പൗച്ച്ഡ് മാമൽസ്. കങ്കാരുവിനെ പോലെ കുഞ്ഞുങ്ങളെ പൗച്ചിലാക്കി കൊണ്ട് നടക്കുന്ന മാമലുകളെയാണ് മാർസൂപ്പിയൽസ് എന്ന് പറയുക. ഇവരെല്ലാവരും നോക്കും. ഇപ്പം നിങ്ങൾ ഓസ്ട്രേലിയയിൽ പോയ വ്യത്യസ്ത മാർസൂപ്പിയൽസിനെ കാണാം. മാർസൂപ്പിയൽ ആയിട്ടുള്ള മോള്, അതുപോലെ തന്നെ കൊയാലയെ കാണാൻ പറ്റും നിങ്ങൾക്ക്. അതുപോലെ തന്നെ ബാൻഡിക്കൂട്ട് എന്നറിയപ്പെടുന്ന ബാൻഡിക്കൂട്ടിനെ കാണാൻ പറ്റും. അതുപോലെ തന്നെ വൊംബാറ്റിനെ കാണാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ ദിസ് ഈസ് യുവർ, ഇത് നിങ്ങൾ തന്നെ പറയണം. കങ്കാരു അല്ലെ, കങ്കാരുവിനെ കാണാൻ പറ്റും. ഓക്കെ. അതേപോലെ തന്നെ ടാസ്മാനിയൻ വൂൾഫിനെ കാണാൻ പറ്റും. ഷുഗർ ഗ്ലൈഡറിനെ കാണാൻ പറ്റും. ഇവരെല്ലാം വ്യത്യസ്ത ആളുകളാണ്, പക്ഷെ എല്ലാം പൗച്ച്ഡാ. അപ്പൊ ഡാർവിന്റെ ഈ കോൺസെപ്റ്റ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഓസ്ട്രേലിയയിലെ പൗച്ച്ഡ് മാമലുകളെല്ലാം കോമൺ ആൻസസ്റ്ററിൽ നിന്ന് ഉണ്ടായി. ക്ലിയർ അല്ലേ? യെസ് ഓർ നോ?
ഡാർവിൻ്റെ ബേർഡ്സ് അവരുടെ ജീവിതത്തിൽ നേടിയെടുത്ത കഴിവല്ലേ? അല്ല അല്ല അല്ല. ഡാർവിൻ്റെ കേസിൽ അവരുടെ ജീവിതത്തിൽ നേടിയെടുത്ത കഴിവല്ല. അതെങ്ങനെയാണെന്നുള്ളത് ഡാർവിൻ്റെ എവല്യൂഷൻ പഠിപ്പിച്ചതിന് ശേഷം ഞാൻ അഡാപ്റ്റീവ് റേഡിയേഷൻ ഒന്നുകൂടെ ലാസ്റ്റ് പറഞ്ഞുതരാം. ക്ലിയർ അല്ലേ? ഇവരെ പഠിക്കണം. ഇവരുടെ പേര് നിങ്ങൾ പഠിക്കണ്ട. ഇവരുടെ പേര് പഠിക്കണം എന്ന് ഞാൻ പറയൂല. ഞാൻ ഇത്രേ നിങ്ങളോട് പറയുള്ളൂ. ഇത് ഇതേപോലെ ഉദാഹരണം പഠിക്കണമെന്നേ പറയുള്ളൂ. ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ്. ക്ലിയർ? ഇനി അടുത്തത് നമ്മളിപ്പോൾ കേരള ബോർഡ് എക്സാമിന് ഇതെങ്ങനെ പഠിക്കണം എന്നുള്ള അർത്ഥത്തിൽ പഠിപ്പിച്ചു തരികയാണ്. അതിനപ്പുറത്ത് നിങ്ങൾക്ക് വേണ്ട കോൺസെപ്റ്റ്സ് ഒക്കെ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഐ വിൽ ഗീവ് എക്സ്പ്ലനേഷൻ ഫോർ എവറിത്തിങ്. കേട്ടോ? റെഡിയല്ലേ? റെഡിയാണോ? ഓക്കെ, വെരി ഗുഡ്. അപ്പം അത് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് കഴിഞ്ഞിട്ട് നിൽക്കാം. അപ്പം ഞാൻ ബാക്കി എവല്യൂഷൻ്റെ കോൺസെപ്റ്റുകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. മറ്റൊരു ഉദാഹരണമായിട്ട് പറയുന്നത് ഓസ്ട്രേലിയയിൽ തന്നെയുള്ള പ്ലാസെൻ്റൽ മാമൽസ് ആണ്. ഓസ്ട്രേലിയൻ പ്ലാസെൻ്റൽ മാമൽസ് മറ്റൊരു ഉദാഹരണമാണ്. ഓസ്ട്രേലിയൻ പ്ലാസെൻ്റൽ മാമൽസ്. ഓസ്ട്രേലിയയിൽ തന്നെ പൗച്ച് ഇല്ലാത്ത മാമലുകളുണ്ട്. അവരെയാണ് പ്ലാസെൻ്റൽ മാമൽസ് എന്ന് പറയുക. അപ്പോൾ ഓസ്ട്രേലിയയിലെ പലതരം പൗച്ച് ഇല്ലാത്ത മാമൽസ് ഉണ്ട്. അവരും അഡാപ്റ്റീവ് റേഡിയേഷനിലൂടെ ഉണ്ടായി വന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? അവരും അഡാപ്റ്റീവ് റേഡിയേഷനിലൂടെ ഉണ്ടായി വന്നതാണെന്ന് നമുക്ക് ഇതേപോലെ പറയാൻ പറ്റും. അപ്പോൾ ഈ 3 ഉദാഹരണം, ഡാർവിൻ ഫിഞ്ചസ്, ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ്, ഓസ്ട്രേലിയൻ പ്ലാസെൻ്റൽ മാമൽസ്, പൗച്ച് ഇല്ലാത്ത ഓസ്ട്രേലിയയിലെ വ്യത്യസ്ത മാമലുകൾ. അവരും ഇതേപോലെ ഓസ്ട്രേലിയ നിങ്ങൾ പോയാൽ സാധാരണ നമ്മുടെ നാട്ടിലുള്ള അങ്ങനത്തെ മാമൽസിനെയും കാണാം. അപ്പോൾ അവരും അഡാപ്റ്റീവ് റേഡിയേഷനിലൂടെ ഉണ്ടായതാണെന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണോ? റെഡിയാണോ? യെസ് ഓർ നോ? റെഡിയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. റെഡിയാണെങ്കിൽ ഒന്ന് വേഗം കമന്റ് ചെയ്യട്ടോ. മൈ ക്വസ്റ്റ്യൻ, അഡാപ്റ്റീവ് റേഡിയേഷൻ കൺവർജന്റ് എവല്യൂഷൻ ആണോ ഡൈവർജന്റ് എവല്യൂഷൻ ആണോ? പെട്ടെന്ന് പറഞ്ഞോ. അഡാപ്റ്റീവ് റേഡിയേഷൻ കൺവർജന്റ് ആണോ ഡൈവർജന്റ് ആണോ? പെട്ടെന്ന് കമന്റ് ചെയ്തേ. കൺവർജന്റ് ഓർ ഡൈവർജന്റ്? വേഗം 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 വേഗം. ഒരു കോമൺ ആൻസെസ്റ്റർ ആണ്. അവിടുന്ന് പലരും ഉണ്ടാവുകയാണ്. അപ്പൊ കൺവർജിങ് ആണോ ഡൈവർജിങ് ആണോ? കൺവർജിങ്ങോ? ഡൈവർജന്റ്. വെരി ഗുഡ്. ഡൈവർജന്റ് ആണല്ലേ? സോ അഡാപ്റ്റീവ് റേഡിയേഷൻ ഈസ് ഡൈവർജന്റ് എവല്യൂഷൻ. വെരി ഗുഡ്. അഡാപ്റ്റീവ് റേഡിയേഷൻ ഡൈവർജന്റ് എവല്യൂഷൻ ആണ്, കൺവർജന്റ് അല്ല. ക്ലിയർ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കടാ. നമ്മളിപ്പോൾ ഓസ്ട്രേലിയയുടെ കേസ് എടുക്കാം. ഓസ്ട്രേലിയ. ഓക്കെ, ശ്രദ്ധിക്ക്. ഓസ്ട്രേലിയയില് മാർസൂപ്പിയൽസ് നിങ്ങൾ എടുക്കുക. മാർസൂപ്പിയൽസ് ആൻസെസ്റ്റർ. മാർസൂപ്പിയൽസിന്റെ ഒരു പൂർവികനായിട്ടുള്ള ജീവി. അവിടെ നിന്ന് എവല്യൂഷൻ നടന്നിട്ട് മാർസൂപ്പിയൽ റാറ്റ് ഉണ്ടാകുന്നു. ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ മാർസൂപ്പിയൽ മോൾ ഉണ്ടാകുന്നു. ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ മാർസൂപ്പിയൽ ആൻഡ് ഈറ്റർ ഉണ്ടാകുന്നു. മാർസൂപ്പിയൽ ആൻഡ് ഈറ്റർ, ഉറുമ്പു തീനി. ആൻഡ് ഈറ്റർ, ഉറുമ്പു തീനി. അല്ലെങ്കിൽ നമ്മൾ അതിനെ നെംബാറ്റ് എന്ന് വിളിക്കും. നെംബാറ്റ്. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ കൊയാല ഉണ്ടാകുന്നു. കൊയാല. ഇങ്ങനെ പലരും ഉണ്ടാകുന്നുണ്ട്. ശ്രദ്ധിക്കുക. ഇതേ ഓസ്ട്രേലിയയിൽ പ്ലാസെന്റൽ മാമൽസിന്റെ അഡാപ്റ്റീവ് റേഡിയേഷനും നടന്നു നിങ്ങൾ വിചാരിക്കുക. പ്ലാസെന്റൽ മാമൽസ് ആൻസെസ്റ്റർ, നമ്മുടെ ഒരു പൂർവികനായിട്ടുള്ള ജീവി. ക്ലിയർ അല്ലേ? അവിടെ നിന്ന് അഡാപ്റ്റീവ് റേഡിയേഷൻ സംഭവിച്ചിട്ട് മോള്, സാധാരണ മോൾ എന്ന് പറഞ്ഞാൽ പെരിച്ചാഴി, സാധാരണ മോള് ഉണ്ടായിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ നോക്കൂ, മാർസൂപ്പിയൽ ആൻറ്റീറ്റർ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പ്ലാസെന്റൽ ആൻറ്റീറ്റർ, അതായത് സാധാരണ ആൻറ്റീറ്റർ ഉണ്ടായിട്ടുണ്ട് പ്ലാസെന്റൽ മാമൽസിൽ നിന്ന്. പ്ലാസെന്റൽ മാമൽസിൽ നിന്ന് മങ്കി, കുരങ്ങുകൾ ഉണ്ടായിട്ടുണ്ട്, നമ്മൾ ഉണ്ടായിട്ടുണ്ട്, പലരും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു ഡൈവർജന്റ് എവല്യൂഷൻ ആണ്, ഇത് മറ്റൊരു ഡൈവർജന്റ് എവല്യൂഷൻ ആണ്. പക്ഷേ നിങ്ങൾ ഓസ്ട്രേലിയയുടെ മാത്രം കേസ് ഒന്ന് എടുത്തു നോക്ക്. അവിടെ മാർസൂപ്പിയൽസിന്റെ കൂട്ടത്തിൽ നിന്ന് മാർസൂപ്പിയൽ ആൻറ്റീറ്റർ ഉണ്ടാകുന്നു ഡൈവർജന്റ് എവല്യൂഷനിലൂടെ. പ്ലാസെന്റൽ മാമൽസ് നിന്ന് ആൻറ്റീറ്റർ ഉണ്ടാകുന്നു. രണ്ടും ഉറുമ്പിനെ തിന്നുന്ന ആൾക്കാരാണ്.
ഇനി മാർസൂപ്പിയലിന്റെ കൂട്ടത്തിൽ മാർസൂപ്പിയൽ പെരിച്ചാഴി ഉണ്ടാകുന്നു. പ്ലാസന്റൽ മാമൽസിൽ നിന്ന് മോള് സാധാരണ പെരിച്ചാഴി ഉണ്ടാകുന്നു. എന്താ ഒരേപോലെ ജീവിക്കുന്ന രണ്ട് പേരുണ്ടായി വരിക, പക്ഷെ രണ്ട് പേരുടെയും ആൻസസ്റ്റർ വ്യത്യസ്തമാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരൊറ്റ കേസ് എടുത്ത് നോക്ക്. ഈ ഒരു പോയിന്റ് കൺവെർജ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ലേ? യെസ് ഓർ നോ? ഈ ഒരു പോയിന്റ് കൺവെർജ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ? യെസ്. 8:30 പണിയുണ്ട്. 8:30 പോകാനായിട്ടില്ലേ? നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 8:15 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏകദേശം കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ 8:45 നിങ്ങൾ പോയിക്കോളൂ. 8:30 പോരുത്. 8:30 പണിയുണ്ട് എന്നാരോ പറഞ്ഞ് പോവരുത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റാണോ? അപ്പോൾ ഇവിടെ നോക്കൂ, ഒന്നിലധികം അഡാപ്റ്റീവ് റേഡിയേഷൻ ഒരേ സ്ഥലത്ത് നടന്നാൽ അത് പലപ്പോഴും കൺവെർജൻസിന് കാരണമാകും. നോക്കൂ, ഒന്നിലധികം അഡാപ്റ്റീവ് റേഡിയേഷൻ ഒരേ സ്ഥലത്ത് നടന്നാൽ അത് എന്തിന് കാരണമാകും? കൺവെർജൻസിന് കാരണമാകും. ക്ലിയർ അല്ലേ? സോ ഇഫ് മോർ ദാൻ വൺ അഡാപ്റ്റീവ് റേഡിയേഷൻ ഒക്കർ ഇൻ സെയിം ഏരിയ ദാറ്റ് ലീഡ് ടു കൺവെർജൻസ്. എൻ്റെ കൂടെ പറഞ്ഞേ, ഇഫ് മോർ ദാൻ വൺ അഡാപ്റ്റീവ് റേഡിയേഷൻ ഒക്കർ ഇൻ സെയിം ഏരിയ ദാറ്റ് ലീഡ് ടു കൺവെർജൻസ്. ക്ലിയർ ആണോ? യെസ് ഓർ നോ? അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഒരു ടേബിൾ. NCERT-യിലുള്ള ഒരു ടേബിൾ ആണിത്. ആ ടേബിൾ മസ്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. പ്ലാസന്റൽ മാമല്, മാർസൂപ്പിയൽ മാമല്, ഓരോരുത്തരെയും കൺവെർജൻസ്. അപ്പൊ നോക്ക്, പ്ലാസന്റൽ മോള്, മാർസൂപ്പിയൽ മോള് കണ്ടോ? ദിസ് ഈസ് യുവർ പ്ലാസന്റൽ മോൾ ആൻഡ് ദിസ് ഈസ് മാർസൂപ്പിയൽ മോൾ. ഇത് പ്ലാസന്റൽ ആൻറ്റീറ്റർ ആണ്, മാർസൂപ്പിയൽ ആൻറ്റീറ്റർ ആണ്. പ്ലാസന്റൽ റാറ്റ് ആണ്, മാർസൂപ്പിയൽ റാറ്റ് ആണ്. അതുപോലെ തന്നെ ലിമർ എന്ന് പറയുന്ന ജീവിയാണ്. ഇത് സ്പോട്ടഡ് കസ്കസ്. രണ്ടും കൺവെർജൻസാ. ക്ലിയർ അല്ലേ കുട്ടികളെ? യെസ് ഓർ നോ? ഓക്കെ. അതേപോലെ ബോബ് കാറ്റ്, ടാസ്മാനിയൻ ടൈഗർ കാറ്റ്, സ്ക്യുറല്, ഫ്ലൈയിങ് ഫലാഞ്ചസ്, ഇങ്ങനെ ഓരോന്നും കൺവെർജൻസാ. അപ്പോൾ ആ കൺവെർജൻസ് കാണിക്കുന്ന ഒരു ടേബിൾ ആണിത്. ആ ടേബിൾ NCERT-യിലുണ്ട്. ഓരോരുത്തരുടെയും പേര് നിങ്ങൾ എഴുതി പഠിക്കണം, നോക്കി വായിച്ച് പഠിക്കണം, മസ്റ്റാണ്. ക്ലിയർ ആണല്ലോ? പക്ഷെ അത് അങ്ങനെ ചോദിക്കാറില്ല, പക്ഷെ ചിലപ്പോൾ ചോദിച്ചേക്കാം. ഇവിടെ നോക്ക്, വാട്ട് ഈസ് മെൻ ബൈ അഡാപ്റ്റീവ് റേഡിയേഷൻ? അഡാപ്റ്റീവ് റേഡിയേഷൻ എന്താന്ന് ഡെഫിനിഷൻ ചോദിച്ചു. ഗീവ് എക്സാമ്പിൾസ്. അഡാപ്റ്റീവ് റേഡിയേഷന്റെ ഉദാഹരണം ചോദിച്ചു. വീണ്ടും ഇതാണ്, വാട്ട് ഈസ് അഡാപ്റ്റീവ് റേഡിയേഷൻ എന്നാണ് ഈ ചോദ്യം യഥാർത്ഥത്തിൽ. ഓക്കെ, ഇതെങ്ങനെയാണ് എവല്യൂഷന്റെ എവിഡൻസ് ആയിട്ട് മാറുന്നത്? ഇത് റെപ്രസെന്റ് കോമൺ ആൻസസ്ട്രി. ഇതെന്തിനെ കാണിക്കുന്നു? കോമൺ ആൻസസ്ട്രിയെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. അഡാപ്റ്റീവ് റേഡിയേഷൻ റെപ്രസെന്റ് കോമൺ ആൻസസ്ട്രി. റൈറ്റ്, എനി അതർ എക്സാമ്പിൾ? മറ്റേതെങ്കിലും എക്സാമ്പിൾ ചോദിച്ചു. ക്ലിയർ അല്ലേ? ഈ ഒരു ടൈപ്പ് ചോദ്യമാണ്. വീണ്ടും കണ്ടോ, വാട്ട് ഈസ് അഡാപ്റ്റീവ് റേഡിയേഷൻ? ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താ? ഇറ്റ് റെപ്രസെന്റ് കോമൺ ആൻസസ്ട്രി. എപ്പോഴും കേട്ടോ അഡാപ്റ്റീവ് റേഡിയേഷനെ കുറിച്ച് ചോദിച്ചാൽ കോമൺ ആൻസസ്ട്രി. ക്ലിയർ ആണോ? നമ്മൾ ഏകദേശം അവസാന ഭാഗത്തേക്ക് എത്തി. ദാറ്റ് ഈസ് തിയറീസ് ഓൺ എവല്യൂഷൻ. അത് കഴിഞ്ഞാൽ ജസ്റ്റ് കുറച്ച് മനുഷ്യന്റെ കാര്യം കൂടെ പറഞ്ഞാൽ മതി. സാർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണോ എന്ന് ചോദിച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും, ഞാൻ കുറേ സ്കിപ്പ് ചെയ്ത് ഏറ്റവും ചുരുക്കിയിട്ടല്ല ക്ലാസ് എടുക്കുന്നത്. കാരണം എന്താ, ഒക്കെ സ്കിപ്പ് ചെയ്ത് ഏറ്റവും ചുരുക്കി നമുക്ക് എടുക്കാം, ചോദിക്കാൻ മാത്രം സാധ്യത ഉള്ളത്. അഡാപ്റ്റീവ് റേഡിയേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റാണ്. ഞാൻ ഇന്ന് എല്ലാം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എന്നിട്ട് പറഞ്ഞു തന്നിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണ്? ശരിയല്ലേ? ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇറ്റ് വിൽ ബി ബെറ്റർ ഇഫ് യു വുഡ് ഹാവ് ഡിസ്കസ്ഡ് ഇമ്പോർട്ടൻസ് ടോപ്പിക്. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ്. ഏഞ്ചൽ തോമസേ, ഇമ്പോർട്ടൻ്റ് ആണ് ഇതെല്ലാം. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചിലപ്പോൾ ചോദിക്കാം. ഇത് മസ്റ്റായിട്ട് ചോദിക്കും. ഇത് മസ്റ്റായിട്ട് ചോദിക്കും. മസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മസ്റ്റായിട്ട് ചോദിക്കും. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? ദാറ്റ്സ് ഇറ്റ്. റെഡി അല്ലേ? ഇത് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. ദാറ്റ് ഈസ് തിയറീസ് ഓൺ എവല്യൂഷൻ. ഇവിടെ നമ്മളോട് പലപ്പോഴും ചേരുംപടി ചേർക്കാനോ ചോദിക്കുക. ഒന്നാമത്തെ നോക്കൂ, യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി. എവല്യൂഷൻ എങ്ങനെ നടന്നു എന്നതിനെ കുറിച്ചുള്ള തിയറിയാ. ഒന്നാമത്തതാണ് യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി. ഇത് പ്രപ്പോസ് ചെയ്തത് ലാമാർക്ക് ആണ്. ആരാ കുട്ടികളെ? ലാമാർക്ക് കേട്ടോ. രണ്ടാമത്തതാണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, ആരാ പ്രപ്പോസ് ചെയ്തത്? ഡാർവിൻ ആണ്. ക്ലിയർ അല്ലേ? മൂന്നാമത്തതാണ് മ്യൂട്ടേഷൻ തിയറി. ഇത് പ്രപ്പോസ് ചെയ്തത് ഹ്യൂഗോ ഡിവ്രീസ് ആണ്. ഉറക്കെ പറഞ്ഞേ, ഹ്യൂഗോ ഡിവ്രീസ് ആണ്. അവസാനത്തതാണ് ഹാർഡി വെയിൻബർഗ് തിയറി. അത് ഹാർഡിയും വെയിൻബർഗും ആണ് പ്രപ്പോസ് ചെയ്തത്. ക്ലിയർ ആണോ? യെസ് ഓർ നോ? ഒന്നാമത്തത് യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി പ്രപ്പോസ്ഡ് ബൈ ലാമാർക്ക്. രണ്ട്, തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ പ്രപ്പോസ്ഡ് ബൈ ഡാർവിൻ. മൂന്നാമത്തത് മ്യൂട്ടേഷൻ തിയറി പ്രപ്പോസ്ഡ് ബൈ ഹ്യൂഗോ ഡിവ്രീസ്. നാലാമത്തത് ഹാർഡി വെയിൻബർഗ് തിയറി. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുണ്ടോ ചേരുംപടി ചേർക്കാനുള്ള ചോദ്യം? ചേരുംപടി ചേർക്കാൻ, വീണ്ടും ചേരുംപടി ചേർക്കാൻ. അപ്പോൾ ചേരുംപടി ചേർക്കാനാണ് യൂഷ്വലി ചോദിക്കുക. എന്നാലും ആ തിയറി എന്താണെന്ന് നമുക്ക് നോക്കാം. ലാമാർക്കിന്റെ തിയറി എന്താ? ജിറാഫുകളുടെ കഴുത്ത് പണ്ട് ചെറുതായിരുന്നു. അങ്ങനെ കഴുത്ത് നീട്ടാൻ നോക്കി 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 അവരുടെ കഴുത്ത് വലുതായി. ക്ലിയർ അല്ലേ കുട്ടികളെ? സോ ജിറാഫ്സ് ട്രൈ
ടു forage. forage എന്ന് പറഞ്ഞാൽ ഇല തിന്നുക. forage on tall trees. നീളം കൂടിയ മരങ്ങളിൽ ഇല തിന്നാൻ വേണ്ടി ശ്രമിച്ച് അങ്ങനെ കഴുത്ത് നീണ്ടുപോയി. ഇലോങ്ങേഷൻ ഓഫ് നെക്ക്, കഴുത്ത് നീണ്ടുപോയി. ഇലോങ്ങേഷൻ ഓഫ് നെക്ക്. ഇതാണ് ഇയാളുടെ തിയറി. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം സ്നേക്സ്, പാമ്പുകൾ. അവർ യൂസ് ഇത് അപ്പം കഴുത്ത് ഇങ്ങനെ നീട്ടാൻ ശ്രമിച്ചു, ഭയങ്കരമായിട്ട് ഉപയോഗിച്ചു, അപ്പോൾ കഴുത്ത് നീണ്ടു. ക്ലിയർ അല്ലേ കുട്ടികളെ? രണ്ടാമത് സ്നേക്സ്, പാമ്പുകൾ ഉപയോഗിച്ചില്ല കാല്. ഓക്കെ, ഡിസ്യൂസ് ഓഫ് ലെഗ്സ്, കാല് യൂസ് ചെയ്തില്ല. ഡിസ്യൂസ് ഓഫ് ലെഗ്സ്, കാല് യൂസ് ചെയ്തില്ല. ലെങ്സ് അല്ല, സോറി, ലെഗ്സ്. അപ്പോൾ ഡീജനറേറ്റഡ്, കാല് ഇല്ലാതായി. അങ്ങനെ പാമ്പുകൾ ഇപ്പോൾ കാലില്ലാതെ ജീവിക്കുകയാണ്. ക്ലിയർ അല്ലേ? ഇതാരും അംഗീകരിച്ചിട്ടില്ല. ഏതായാലും ഇതാണ് ലാമാർക്കിൻ്റെ തിയറി. ക്ലിയർ അല്ലേ? നമുക്ക് രണ്ടാമത്തെ തിയറി, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിയറിയിലേക്ക് പോകാം. ദാറ്റ് ഈസ് ഡാർവിൻസ് തിയറി. ദാറ്റ് ഈസ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. ഈ തിയറി ആരാ പ്രപ്പോസ് ചെയ്ത്? നമുക്കറിയാം, വൺസ് അഗൈൻ ദാറ്റ് ഈസ് ഡാർവിൻ അല്ലേ? അദ്ദേഹമാണ് ഫാദർ ഓഫ് എവല്യൂഷണറി ബയോളജി. അദ്ദേഹത്തിൻ്റെ കപ്പൽ ഏതാ? HMS ബീഗിൾ. ഒരു പക്ഷേ നമ്മളോട് ചോദിക്കും, ഡാർവിൻ്റെ തിയറിയുടെ 2 കീ കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തതാണ് നാച്ചുറൽ സെലക്ഷൻ, രണ്ടാമത്തതാണ് ബ്രാഞ്ചിങ് ഡിസെൻറ്റ്. എന്താ ബ്രാഞ്ചിങ് ഡിസെൻറ്റ്? ഒന്നുമില്ല. ഇന്ന് നമ്മൾ കാണുന്ന ജീവികളെല്ലാം തന്നെ ഒരു കോമൺ പൂർവികനിൽ നിന്ന് ഉണ്ടായി വന്നതാണ്. അതാണ് ബ്രാഞ്ചിങ് ഡിസെൻറ്റ്. ഓൾ പ്രസൻറ്റ് ഡേ ഓർഗാനിസംസ് ദാറ്റ് വി സീ ടുഡേ, നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ ജീവികളും ആർ ഫോംഡ് ഫ്രം കോമൺ ആൻസെസ്റ്റർ. ഓക്കെ, ഓൾ പ്രസൻറ്റ് ഡേ ഓർഗാനിസംസ് ആർ ഫോംഡ് ഫ്രം കോമൺ ആൻസെസ്റ്റർ. അതാണ് ബ്രാഞ്ചിങ് ഡിസെൻറ്റ്. ഇനി നാച്ചുറൽ സെലക്ഷൻ എന്താന്ന് നോക്കാം. നന്നായി ശ്രദ്ധിക്കുക കേട്ടോ. ലുക്ക്, ഇത്രേ ഡാർവിൻ പറഞ്ഞുള്ളൂ. ഇഫ് റിസോഴ്സസ് ആർ അൺലിമിറ്റഡ്, ജീവികൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഭക്ഷണവും താമസിക്കാനുള്ള സ്ഥലവും ഒക്കെ അൺലിമിറ്റഡ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ജീവികൾ റീപ്രൊഡ്യൂസ് മാക്സിമലി, ജീവികൾ പരമാവധി റീപ്രൊഡ്യൂസ് ചെയ്യും. ജീവികൾ റീപ്രൊഡ്യൂസ് മാക്സിമലി. ക്ലിയർ ആണോ കുട്ടികളെ? അങ്ങനെ മാക്സിമം റീപ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ജീവികളുടെ എണ്ണം ക്രമാതീതമായിട്ട് കൂടും. ദാറ്റ് ഈസ് കോൾഡ് ഓവർ പ്രൊഡക്ഷൻ. എന്താണ് മക്കളെ? ഓവർ പ്രൊഡക്ഷൻ. അപ്പോൾ റിസോഴ്സുകൾ അൺലിമിറ്റഡ് ആയിട്ട് ജീവികൾക്ക് ലഭ്യമായാൽ അവർ മാക്സിമം റീപ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ മാക്സിമം റീപ്രൊഡ്യൂസ് ചെയ്താൽ ജീവികളുടെ എണ്ണം ക്രമാതീതമായിട്ട് കൂടും. അങ്ങനെ ക്രമാതീതമായിട്ട് വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ റിസോഴ്സ് എന്താവും? ലിമിറ്റഡ് ആകും. അപ്പോൾ റിസോഴ്സ് ലിമിറ്റഡ് ആയിട്ട് മാറും. കാരണം ജീവികൾ ഭയങ്കരമായിട്ട് എണ്ണത്തിൽ പെരുകുകയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ റിസോഴ്സിൻ്റെ അളവ്, ജീവികൾ ഇങ്ങനെ പെരുകല്ലേ, അപ്പോൾ റിസോഴ്സ് ആദ്യം കുറേ ഉണ്ടായിരുന്നു, പക്ഷെ ജീവികൾ പെരുകുന്നു വെച്ച് റിസോഴ്സ് പെരുകണം എന്നില്ലല്ലോ. അപ്പോൾ റിസോഴ്സ് ലിമിറ്റഡ് ആയിട്ട് മാറും. ക്ലിയർ ആണോ? ആദ്യം നല്ലോണം ഉണ്ടായിരുന്നു, അപ്പോൾ ഇവർ പെറ്റ് പെരുകി വന്നു. പെരുകി വന്നപ്പോൾ റിസോഴ്സ് പിന്നെ വേണ്ടത്ര ഇല്ലാണ്ടാവും. എപ്പോഴും അങ്ങനെയാണ്. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ലോകത്ത് 2 ലക്ഷം ജീവികളുണ്ടെന്ന് വിചാരിക്കുക. അവർക്കൊക്കെ ഇഷ്ടംപോലെ റിസോഴ്സ് അങ്ങോട്ട് കിട്ടി. മനുഷ്യൻ്റെ കേസ് നമുക്ക് ഇവിടെ അപ്ലിക്കബിൾ അല്ല, കാരണം അതിന് പല ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ എവല്യൂഷൻ വളരെ പതിയെ നടക്കുന്നത്. എന്നാൽ മറ്റ് ജീവികൾ അങ്ങനെയല്ല. നിങ്ങൾ ഈ ബാക്ടീരിയയിലൊക്കെ കേസിലേക്ക് വന്ന് നോക്കുക, അവർ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോവുക ചെയ്യും. ഇന്ന് 1 ലക്ഷം ജീവി ഉണ്ടെങ്കിൽ നാളെ 2 ലക്ഷം ആവും, മറ്റന്നാൾ 3 ലക്ഷം ആവും. അതായത് പെരുകി പോവുക ചെയ്യുക. അപ്പോൾ 1 ലക്ഷം ജീവിക്ക് വേണ്ട റിസോഴ്സ് ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കുക. പക്ഷെ അവർ ഇന്ന് അങ്ങോട്ട് പെരുകിയാൽ നാളെ 2 ലക്ഷമായിട്ട് മാറും ഈ ബാക്ടീരിയ ഒക്കെ. മനസ്സിലായോ? 2 ലക്ഷം ജീവിക്ക് വേണ്ട റിസോഴ്സ് ഉണ്ടോ അവിടെ? ഇല്ല. 1 ലക്ഷം ജീവിക്ക് വേണ്ട ഉണ്ടായിരുന്നു. അപ്പോൾ 1 ലക്ഷം ജീവികൾ, അവർക്ക് വേണ്ടത്ര റിസോഴ്സ് അവിടെ ഉണ്ട്. അവരങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് നാളെ 2 ലക്ഷം ആവും. അപ്പോൾ റിസോഴ്സ് ലിമിറ്റഡ് ആവും. ക്ലിയർ അല്ലേ? അങ്ങനെ റിസോഴ്സ് ലിമിറ്റഡ് ആയി കഴിഞ്ഞാൽ ജീവികളുടെ ഇടയിൽ കുറച്ച് റിസോഴ്സും കുറേ ആളും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജീവികളുടെ ഇടയിൽ എന്തുണ്ടാവും കുട്ടികളെ? കോമ്പറ്റീഷൻ ഉണ്ടാകും. ശരിയല്ലേ? ആ റിസോഴ്സിന് വേണ്ടിയിട്ട് ഒരു മത്സരം ഉണ്ടാവും. എല്ലാവർക്കും കൂടിയുള്ള ഇല്ലല്ലോ. സോ ദാറ്റ് ഈസ് കോൾഡ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. ജീവികളുടെ ഇടയിൽ നിലനിൽപ്പിനായിട്ടുള്ള സമരം, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ഉണ്ടാകും. അങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ ജീവികളുടെ ഇടയിൽ എപ്പോഴും, നമ്മളിപ്പോൾ മനുഷ്യരെ എടുത്ത് നോക്ക്, നമുക്കിടയിൽ വ്യത്യസ്ത വേരിയേഷൻസ് ഇല്ലേ? മനുഷ്യരിൽ ഹൈറ്റ് കൂടിയൊരു, ഹൈറ്റ് കുറഞ്ഞോര്, അല്ലേ? കായികക്ഷമത കൂടിയൊരു, കുറഞ്ഞോര്. ഒരൊറ്റ ജീവിയെ, ഒരു ജീവി വർഗത്തെ തന്നെ എടുത്താൽ തന്നെ അതിനകത്ത് ഇഷ്ടംപോലെ വേരിയേഷൻസ് ഇല്ലേ? യെസ് ഓർ നോ? ഉണ്ട്. അപ്പോൾ ആ വേരിയേഷൻ, ആളുകളുടെ ഇടയിൽ ഇപ്പോൾ കോമ്പറ്റീഷനാ, ഫുഡ് കുറച്ചേ ഉള്ളൂ. അപ്പോൾ ആർക്കാണോ ഫുഡിനെ ഭക്ഷിക്കാൻ ഏറ്റവും പറ്റുന്ന വേരിയേഷൻ ഉള്ളത്, ആർക്കാണോ ഫുഡ് ഏറ്റവും നന്നായിട്ട് കിട്ടുന്ന വേരിയേഷൻ ഉള്ളത്, അയാൾക്കാണ് ഇനി സർവൈവ് ചെയ്യാൻ പറ്റുക. ക്ലിയർ അല്ലേ? സോ ഫേവറബിൾ വേരിയേഷൻ,
ആർക്കാണോ ഫേവറബിൾ വേരിയേഷൻ ഉള്ളത്, ഫേവറബിൾ വേരിയേഷൻ അല്ലെങ്കിൽ സിംപ്ലി വേരിയേഷൻ, ക്ലിയർ അല്ലേ, അയാൾക്കാണ് ഇനി സർവൈവ് ചെയ്യാൻ പറ്റുക. അയാൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുക എന്ന് മാത്രമല്ല, അയാളാണ് മാക്സിമം റീപ്രൊഡ്യൂസ് ചെയ്യുക, ക്ലിയർ അല്ലേ. സോ അയാൾ ബാക്കിയുള്ളവരെക്കാൾ നന്നായിട്ട് അയാൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അയാൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റും, ക്ലിയർ ആണോ. ഡാർവിൻ പറഞ്ഞ കാര്യം, ആരാണോ കൂടുതൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, എൻവയോൺമെന്റിലെ ചേഞ്ച് വന്നു, ആ ഫേവറബിൾ വേരിയേഷൻ ഉള്ള ആൾ റീപ്രൊഡ്യൂസ് ചെയ്യൂലേ, ആരാണോ ആ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ആള്, അയാളാണ് ഫിറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ എൻവയോൺമെന്റിൽ എന്ന് പറഞ്ഞു. അതായത് ഈ ചേഞ്ച്ഡ് എൻവയോൺമെന്റിൽ ഫേവറബിൾ അയാളാണ് അവിടുത്തെ ഫിറ്റ്, അവിടുത്തെ ഏറ്റവും ഫിറ്റസ്റ്റ് ആയുള്ള ആൾ അയാളാണ്. സോ സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ്, അല്ലെങ്കിൽ ഡാർവിൻ പറഞ്ഞു ആരാണോ കൂടുതൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് അയാളാണ് ഫിറ്റ് ആയിട്ടുള്ള ആൾ എന്ന്, ക്ലിയർ അല്ലേ. അപ്പൊ അതാണ് സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ്, ക്ലിയർ അല്ലേ. ആ ഫിറ്റ് ആയിട്ടുള്ള ആളെയാണ് നാച്ചുർ സെലക്ട് ചെയ്യുന്നത്, മറ്റാളുടെ എണ്ണം കുറയാൻ തുടങ്ങും. ആരാണോ ഇയാളാണ് നാച്ചുർ സെലക്ട് ചെയ്ത ആള്. സോ ദാറ്റ് ഈസ് നാച്ചുറൽ സെലക്ഷൻ. നാച്ചുർ അയാളെ സെലക്ട് ചെയ്തു, മറ്റേ ആളെ നാച്ചുർ തള്ളിക്കളഞ്ഞു, മറ്റാൾ ഇനി പതിയെ ഇല്ലാണ്ടാവും, അവരുടെ എണ്ണം കുറഞ്ഞ് ഇല്ലാതാവും, ക്ലിയർ അല്ലേ. ഇനി ശ്രദ്ധിക്ക്, ആർക്കാണോ നാച്ചുറൽ സെലക്ഷൻ നടന്നത് അയാൾക്ക് വീണ്ടും പുതിയ പുതിയ ക്യാരക്ടേഴ്സ് ഉണ്ടായി വരികയും അവസാനം അയാൾ പുതിയൊരു സ്പീഷീസ് ആയിട്ട് മാറുകയും ചെയ്യും. ദാറ്റ് ഈസ് ഒറിജിൻ ഓഫ് സ്പീഷീസ്. അതാണ് എന്ത്, ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്നത്, ക്ലിയർ അല്ലേ. യെസ് ഓർ നോ. ഈ ഫ്ലോ ചാർട്ട് ഇതുപോലെ പഠിക്കുക. നോക്കൂ, റിസോഴ്സ് അൺലിമിറ്റഡ് ആവുക. റിസോഴ്സ് അൺലിമിറ്റഡ് ആവുമ്പോൾ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാവും. ഇങ്ങനെ എഴുതിയാലും മതി, ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാകും. ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോൾ റിസോഴ്സ് ലിമിറ്റഡ് ആകും. റിസോഴ്സ് ലിമിറ്റഡ് ആകുമ്പോൾ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഉണ്ടാകും. അപ്പോൾ ആർക്കാണോ ഫേവറബിൾ വേരിയേഷന് അയാളാണ് കൂടുതൽ റീപ്രൊഡ്യൂസ് ചെയ്യുക, അയാൾ സർവൈവ് ചെയ്യും. ദാറ്റ് ഈസ് സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ്. ആ ഫിറ്റ് ആയിട്ടുള്ള ആളെ നാച്ചുറൽ സെലക്ട് ചെയ്യും. സോ നാച്ചുറൽ സെലക്ഷൻ, ക്ലിയർ ആണോ. അവസാനം അയാൾ പുതിയ സ്പീഷീസ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഒറിജിൻ ഓഫ് സ്പീഷീസ്. ഈ ഫ്ലോ ചാർട്ട് ഇതുപോലെ പഠിക്കുക. റെഡിയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ, റെഡിയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും മക്കളെ, പ്ലീസ് 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 ഒന്ന് കമന്റ് ചെയ്തേ. റെഡിയാണോ, റെഡിയല്ലേ? പ്ലീസ് ഡു കമന്റ്. റെഡിയാണോ? ഓക്കെ, വെരി ഗുഡ്. ദാറ്റ്സ് ഇറ്റ്. സോ മേക്ക് എ ഫ്ലോ ചാർട്ട് യൂസിങ് ഫോളോയിങ് ടേംസ്. കണ്ടോ ഇവിടെ എന്തൊക്കെയുണ്ട് നോക്ക്. ഓവർ പ്രൊഡക്ഷൻ ഉണ്ട്, ദെൻ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഉണ്ട്, ഓക്കെ, ദെൻ റിസോഴ്സ് ലിമിറ്റഡ് കാണിച്ചിട്ടില്ല, ബാക്കിയൊക്കെ ഉണ്ട്. വേരിയേഷൻ ഉണ്ട്, ദെൻ സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് ഉണ്ട്, നാച്ചുറൽ സെലക്ഷൻ ഉണ്ട്, ഒറിജിൻ ഓഫ് സ്പീഷീസ് ഉണ്ട്. 2019 ഇംപ്രൂവ്മെന്റ് ചോദ്യം. അപ്പോൾ ആ ഫ്ലോ ചാർട്ട് പഠിച്ചാൽ അത് വെച്ച് ആൻസർ ചെയ്യാം. അടുത്തത് മൂന്നാമത്തെ തിയറിയാണ് മ്യൂട്ടേഷൻ തിയറി പ്രപ്പോസ്ഡ് ബൈ ഹ്യൂഗോ ഡിവ്രീസ് ആണ് മൂന്നാമത്തെ തിയറി പ്രപ്പോസ് ചെയ്തത്. ദാറ്റ് ഈസ് മ്യൂട്ടേഷൻ തിയറി. എന്താണ് കുട്ടികളെ? മ്യൂട്ടേഷൻ തിയറി. നമുക്ക് മ്യൂട്ടേഷൻ തിയറി എന്താണെന്നറിയോ? ഹി വർക്ക്ഡ് ഓൺ ഈവനിങ് പ്രൈം റോസ്. അത് ചോദിക്കും. ഹ്യൂഗോ ഡിവ്രീസ് എന്ത് ചെടിയിലാണ് വർക്ക് ചെയ്തത്, അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് ചെയ്തത് ഏതിലാ? ഈവനിങ് പ്രൈം റോസ്. അദ്ദേഹം പറഞ്ഞത് ജീവികളിൽ പെട്ടെന്ന് വലിയ മ്യൂട്ടേഷൻ സംഭവിക്കുന്ന പറഞ്ഞത്, സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ. ലുക്ക്, ഹി ടോൾഡ് അബൌട്ട് സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ, ഒരൊറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന വലിയൊരു മ്യൂട്ടേഷൻ, അതാണ് സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ. ക്ലിയർ ആണോ? ഓക്കെ, സോ ഹി സ്റ്റേറ്റഡ് ദാറ്റ് സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ ലീഡ് ടു എവല്യൂഷൻ. ഈ സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ അദ്ദേഹം സോൾട്ടേഷൻ എന്നാ വിളിച്ചത്. എന്താ വിളിച്ചത്? സോൾട്ടേഷൻ. സോ ഹി സ്റ്റേറ്റഡ് ദാറ്റ് സോൾട്ടേഷൻ ലീഡ് ടു എവല്യൂഷൻ ഓർ സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ. ഒരു സുപ്രഭാത ജീവികൾ വലിയൊരു ചേഞ്ച് വരിക, എന്നിട്ട് അവരൊക്കെ പുതിയ ജീവികളായിട്ട് മാറുക. ക്ലിയർ ആണോ? ദാറ്റ്സ് ഇറ്റ്. സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ ദാറ്റ് ലീഡ് ടു എവല്യൂഷൻ. ക്ലിയർ ആണോ? യെസ് ഓർ നോ? അതാണ് ഹ്യൂഗോ ഡിവ്രീസ് പറഞ്ഞത്. അവസാനത്തതാണ് ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ. എടാ, ഈ ഹാർഡി വെയിൻബർഗും അതേപോലെ തന്നെ മനുഷ്യന്റെ എവല്യൂഷനോട് പറഞ്ഞ് നമുക്ക് നിർത്താം. ബ്രീഫ് ഹിസ്റ്ററി നമ്മളോട് അങ്ങനെ ചോദിക്കാറില്ല, അപ്പോൾ നമ്മൾ അതിലേക്ക് പോകണമെന്നില്ല. ഓക്കെ, സോ ശ്രദ്ധിക്കുക. ബ്രീഫ് ഹിസ്റ്ററി ആകെ ഒരു തവണയാണ് ചോദിച്ചത്. ഈ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന അധ്യാപകൻ എന്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പോൾ പിള്ളേർക്ക് ഒരു പണി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാൽ ചിലപ്പോൾ വന്നേക്കാം, ബട്ട് സാധാരണ ചോദിക്കാറേയില്ല. ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമുക്ക് ആരൊക്കെ വേറെ എന്തൊക്കെയോ കമൻറ്റ് സെഷനിൽ ചോദിക്കുന്നത്, ഐ വിൽ കം ടു ദാറ്റ് ഓൺലി ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ക്ലാസ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ ശ്രദ്ധിക്കുക. അടുത്താണ് ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ. ശ്രദ്ധിക്കട്ടോ, ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ പറയുന്നത് എന്താ പറയുക? ശ്രദ്ധിക്ക്. ഒരു പോപ്പുലേഷനിൽ ഇപ്പോൾ ഞാൻ ഒരു 5 പ്ലാന്റ് ഉള്ള പോപ്പുലേഷൻ എടുക്കാം. ക്യാപിറ്റൽ ടി, സ്മോൾ ടി, ഓക്കെ, സ്മോൾ ടി.
ലുക്ക് അറ്റ് ദിസ് പോപ്പുലേഷൻ. ഇവിടെ 5 പ്ലാന്റ് ഉണ്ട് അല്ലേ? ഈ പോപ്പുലേഷനിൽ വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ ടി? ക്യാപിറ്റൽ ടി അലീലിന്റെ ഫ്രീക്വൻസി എത്രയാ? അത് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാ കണ്ടെത്തുക? എത്ര ക്യാപിറ്റൽ ടി ഉണ്ട് നോക്ക്. 1 2 3 3 ബൈ ടോട്ടൽ എത്ര അലീൽ ഉണ്ട് നോക്ക്. 1 2 3 4 5 6 7 8 9 10 അല്ലേ? സോ 3/10 ഇതാണ് ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ ടി. ദെൻ ഫ്രീക്വൻസി ഓഫ് സ്മോൾ ടിയുടെ ഫ്രീക്വൻസി എത്രയാ നോക്ക് കുട്ടികളെ. ദാറ്റ് ഈസ് എണ്ണം നോക്ക്. 1 2 3 4 5 6 7 ബൈ ടോട്ടൽ എത്ര അലീലുണ്ട്? 10 തന്നെ. 7/10. ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ ഒരു പോപ്പുലേഷനിലെ ക്യാപിറ്റൽ ടിയുടെ ഫ്രീക്വൻസി 3/10 സ്മോൾ ടിയുടെ ഫ്രീക്വൻസി 7/10 ആണെന്നല്ലേ? ഹാർഡിയും വെയിൻബർഗും പറഞ്ഞത് ഈ ഒരു പോപ്പുലേഷൻ ഉണ്ടല്ലോ, ഇതിനിപ്പോൾ ഒരു 1000 തലമുറ കഴിഞ്ഞു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 990 ജനറേഷൻ തലമുറ കഴിഞ്ഞു, കുഞ്ഞുങ്ങളുണ്ടായി. ഈ ചെടിക്ക് അടുത്ത കുഞ്ഞുങ്ങൾ, അവർക്ക് അടുത്ത കുഞ്ഞുങ്ങൾ, അങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടായിപ്പോയി. അങ്ങനെ എത്ര തലമുറ കഴിഞ്ഞാലും 990 ജനറേഷൻ കഴിഞ്ഞു, ഒരു 1000 കൊല്ലം കഴിഞ്ഞു. അങ്ങനെ നിങ്ങൾ ആ പോപ്പുലേഷനിൽ നോക്കിയാലും ക്യാപിറ്റൽ ടിയുടെ ഫ്രീക്വൻസി 3/10 സ്മോൾ ടിയുടെ എണ്ണത്തിലൊക്കെ മാറ്റം ഉണ്ടാവും. ഫ്രീക്വൻസി പറഞ്ഞാൽ റേഷ്യോ അല്ലേ, അത് മാറൂല. സ്മോൾ ടിയുടെ 7/10 ആയിരിക്കുന്നു. അതായത് ഒരു പോപ്പുലേഷനിലെ അലീലിന്റെ ഫ്രീക്വൻസി എത്ര തലമുറ കഴിഞ്ഞാലും മാറ്റമില്ലാതെ കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുന്നതാണ് അവർ പറഞ്ഞത്. ക്ലിയർ അല്ലേ? സോ ലുക്ക്, this principle says that allele frequencies in a population are stable and constant. രണ്ടും സെയിം തന്നെ, സ്റ്റേബിൾ ആണ്, ചേഞ്ച് ആവൂല. ഫ്രം ജനറേഷൻ ടു ജനറേഷൻ, എത്ര തലമുറ കഴിഞ്ഞാലും ചേഞ്ച് ആവൂല. ക്ലിയർ അല്ലേ? allele frequencies in a population is stable and will be constant from generation to generation. ക്ലിയർ ആണോ? ഇനി അടുത്ത കാര്യം, സോ ദാറ്റ് ഈസ് കോൾഡ് ജനറ്റിക് ഇക്വിലിബ്രിയം. അത്ര പഠിച്ചാൽ മതി നിങ്ങൾ. സോ ദാറ്റ് ഈസ് കോൾഡ് ജനറ്റിക് ഇക്വിലിബ്രിയം. ക്ലിയർ അല്ലേ? സോ ദാറ്റ് ഈസ് കോൾഡ് ജനറ്റിക് ഇക്വിലിബ്രിയം. നിങ്ങൾ അത്ര പഠിച്ചാൽ മതി. ദാറ്റ് ഈസ് കോൾഡ് ജനറ്റിക് ഇക്വിലിബ്രിയം. പിന്നെ അവർ പറഞ്ഞത് ദ സം ടോട്ടൽ ഓഫ് ഓൾ അലീലിക് ഫ്രീക്വൻസീസ് ഈക്വൽ ടു 1. അലീൽ ഫ്രീക്വൻസികളുടെ സം ടോട്ടൽ രണ്ടും കൂടി കൂട്ടിയാൽ എപ്പോഴും 1 ആയിരിക്കും. നമുക്ക് നോക്കാം. ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ ടി 3/10, ഫ്രീക്വൻസി ഓഫ് സ്മോൾ ടി 7/10. രണ്ടും കൂടെ കൂട്ടി നോക്ക്. 3/10 പ്ലസ് 7/10 10/10 കിട്ടൂലേ? ദാറ്റ് ഈസ് 1 അല്ലേ? യെസ് ഓർ നോ? അതാണ് ദ സം ടോട്ടൽ ഓഫ് ഓൾ അലീലിക് ഫ്രീക്വൻസീസ് ഈസ് 1. ക്ലിയർ അല്ലേ? അടുത്തൊരു കാര്യം, എനി ചേഞ്ച് ഇൻ അലീലിക് ഫ്രീക്വൻസി, അലീലിക് ഫ്രീക്വൻസിയിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ ദാറ്റ് ലീഡ് ടു എവല്യൂഷൻ. അത് എന്തിന് കാരണമാകും? എവല്യൂഷന് കാരണമാകും. ക്ലിയർ അല്ലേ? നമുക്കിത് മറ്റൊരു രീതിയിൽ എഴുതാം. ലുക്ക്, ഇഫ് alleles capital A and small a, നമ്മളിവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി എടുത്തതുപോലെ, ആൻഡ് ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ എ ഈസ് പി ആൻഡ് ഫ്രീക്വൻസി ഓഫ് സ്മോൾ എ ഈസ് ക്യൂ. എന്താ ഇപ്പൊ നോക്ക്, ഞാനിവിടെ ക്യാപിറ്റൽ ടി 3/10 സ്മോൾ ടി 7/10, അതിന് പകരം എന്നും ഒന്ന് പി എന്നും മറ്റേത് ക്യൂ എന്നും എടുത്തു. ഒന്ന് പി മറ്റേത് ക്യൂ. ഇവിടെ ഒന്ന് 3/10 മറ്റേ 7/10. ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ എത്രയാ കിട്ടി? 3/10 പ്ലസ് 7/10 1 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് പി ഇത് ക്യൂ ആണെങ്കിൽ പി പ്ലസ് ക്യൂ, ദെൻ പി പ്ലസ് ക്യൂ ഈക്വൽ ടു 1 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി നോക്ക്, പി പ്ലസ് ക്യൂ ദി ഹോൾ സ്ക്വയർ എത്രയാ കിട്ടുക? 1 അല്ലേ കിട്ടുക? പി പ്ലസ് ക്യൂ ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ, ദാറ്റ്സ് ഈക്വൽ ടു 1. ശരിയല്ലേ? നോക്കൂ, ഒന്നാമത്തെ ഇക്വേഷൻ ആണിത്, പി പ്ലസ് ക്യൂ 1. രണ്ടാമത്തേതാണ് പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ളത് രണ്ടാമത്തെ ഇക്വേഷൻ ആണ്. ഞാനൊരു ഉദാഹരണം വെച്ച് പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. എടാ, ഇതിലെ പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ എ, ക്യൂ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എയുടെ ഫ്രീക്വൻസി അല്ലേ? അങ്ങനെയാണെങ്കിൽ പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എയുടെ ഫ്രീക്വൻസി, ക്യൂ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് സ്മോൾ എ. ക്ലിയർ അല്ലേ? ദെൻ 2pq എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ എ സ്മോൾ എ. ഇത് ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. ഇതിന് ഈ ഒരു കാര്യം പറ്റത്തില്ല കേട്ടോ, ഇത് പറ്റത്തില്ല. ഈ ഉദാഹരണം നമുക്ക് ഇതിന് പറ്റത്തില്ല. ഞാനൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. ഇപ്പൊ ഉദാഹരണത്തിന്, if frequency of capital A is 0.4,
ക്യാപിറ്റൽ എയുടെ ഫ്രീക്വൻസി 0.4 ആണെന്ന് വിചാരിക്ക്. ദെൻ ഫ്രീക്വൻസി ഓഫ് ക്യാപിറ്റൽ എ പ്ലാന്റ്, ക്യാപിറ്റൽ എ ഫ്രീക്വൻസി ഉള്ള ചെടി ഉണ്ടല്ലോ, അതിന്റെ ഫ്രീക്വൻസി ക്യാപിറ്റൽ എ ജീനോടൈപ്പ് ഉള്ള ചെടി ഉണ്ടല്ലോ, ഒരു ചെടി ക്യാപിറ്റൽ ടി ആവില്ല, അതേപോലെ ക്യാപിറ്റൽ എ ജീനോടൈപ്പ് ഉള്ള ചെടി, അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇതിന്റെ സ്ക്വയർ ആയിരിക്കും. ഇത് എ ആണെങ്കിൽ ഇത് പി ആണെങ്കിൽ ഇത് പി സ്ക്വയർ ആവും. നമ്മൾ പഠിച്ചു, ഇവിടെ പഠിച്ചില്ലേ, ക്യാപിറ്റൽ എയുടെ ഫ്രീക്വൻസി പി ആണെങ്കിൽ ക്യാപിറ്റൽ എ ചെടിയുടെ ഫ്രീക്വൻസി പി സ്ക്വയർ ആണെന്ന് പഠിച്ചില്ലേ. ക്യാപിറ്റൽ എയുടെ ഫ്രീക്വൻസി 0.4 ആണെങ്കിൽ ക്യാപിറ്റൽ എ പ്ലാന്റിന്റെ ഫ്രീക്വൻസി 0.4ന്റെ സ്ക്വയർ വരും, ദാറ്റ് ഈസ് 0.16. ക്ലിയർ അല്ലേ? ക്യാപിറ്റൽ എയുടേത് 0.4 ആണെങ്കിൽ സ്മോൾ എയുടേത് എത്രയായിരിക്കും? 0.6 ആയിരിക്കും. കാരണം എന്താ, ക്യാപിറ്റൽ എ പ്ലസ് സ്മോൾ എ 1 കിട്ടണ്ടേ, രണ്ടിന്റെയും ഫ്രീക്വൻസി കൂട്ടിയാൽ, ശരിയല്ലേ? പി പ്ലസ് ക്യൂ 1 ആണല്ലോ, ഇതിന്റെ ഫ്രീക്വൻസിയും മറ്റേതിന്റെ ഫ്രീക്വൻസിയും കൂട്ടിയാൽ 1 കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി ഓഫ് സ്മോൾ എ എന്തായിരിക്കും? 0.6 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സ്മോൾ എ പ്ലാന്റ് എന്തായിരിക്കും ഫ്രീക്വൻസി? പറഞ്ഞോളൂ. 0.6ന്റെ സ്ക്വയർ, ദാറ്റ് ഈസ് 0.36 വരും. ക്ലിയർ അല്ലേ? ഇതിനെ ബേസ് ചെയ്ത് ചോദ്യങ്ങളൊന്നും വരാറില്ല. ഈ ഇക്വേഷൻ കാണാതെ പഠിക്കുക, ഈ രണ്ട് ഇക്വേഷൻസ്, ഈ ഡെഫിനിഷൻ പഠിക്കുക. പിന്നെ പഠിക്കേണ്ടത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദിസ് ജെനറ്റിക് ഇക്വിലിബ്രിയം, ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിളിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറുകൾ എന്തൊക്കെയാണെന്ന് കൂടെ പഠിച്ചാൽ മതി. ക്ലിയർ അല്ലേ? ഒന്നാമത്തേതാണ് ജീൻ മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ. ഒന്നാമത്തെ എന്താ? ജീൻ മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ. രണ്ടാമത്തേതാണ് ജനറ്റിക് ഡ്രിഫ്റ്റ്. മൂന്നാമത്തേതാണ് മ്യൂട്ടേഷൻ. നാലാമത്തേതാണ് ജനറ്റിക് റീകോമ്പിനേഷൻ. അഞ്ചാമത്തേതാണ് നാച്ചുറൽ സെലക്ഷൻ. പറഞ്ഞേ, ജീൻ മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ, ജനറ്റിക് ഡ്രിഫ്റ്റ്, മ്യൂട്ടേഷൻ, ജനറ്റിക് റീകോമ്പിനേഷൻ, നാച്ചുറൽ സെലക്ഷൻ. ഇത് കാണാതെ അങ്ങോട്ട് പഠിക്കുക. 5 കാര്യം. ഇതെന്താണെന്നൊന്നും സാധാരണ ചോദിക്കാറില്ല, എന്നാലും നമുക്ക് നോക്കാം. അതായത് അലീലിന്റെ ഫ്രീക്വൻസി ചേഞ്ച് ആക്കുന്ന ഘടകങ്ങളാണിത്. സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞു, എത്ര തലമുറ കഴിഞ്ഞാലും ഒരു പോപ്പുലേഷനിലെ അലീലിന്റെ ഫ്രീക്വൻസി മാറ്റം വരൂല. അപ്പൊ ആ അലീലിന്റെ ഫ്രീക്വൻസിയെ മാറ്റം വരുത്തുന്ന 5 ഘടകങ്ങളാണിത്. അതെന്തൊക്കെയാ? ഒന്ന്, ശ്രദ്ധിക്കടോ മക്കളെ, ഒരു പോപ്പുലേഷനിൽ 10 പീ പ്ലാന്റ് ഉണ്ടെന്ന് വിചാരിക്ക്. ഇതിന്റെ പോപ്പുലേഷൻ എ എന്ന് വിളിച്ചോ. ഇവിടുന്ന് ഒരു 5 പീ പ്ലാന്റ് മറ്റൊരു പോപ്പുലേഷനിലേക്ക് എങ്ങനെയോ യാത്ര പോയി. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറെ എണ്ണം വന്നാൽ ഇവിടത്തെ കുറെ അലീൽ ഇങ്ങോട്ടേക്ക് എത്തിയില്ലേ, അപ്പൊ ഇവിടത്തെ അലീലിന്റെ എണ്ണം കുറയും, ഇവിടെ കൂടും അല്ലേ? അപ്പൊ ഒരു പോപ്പുലേഷനിൽ നിന്ന് മറ്റൊരു പോപ്പുലേഷനിലേക്ക് ആളുകൾ മൈഗ്രേറ്റ് ചെയ്താൽ ഈ പോപ്പുലേഷനിൽ അലീൽ കുറയും, ഇവിടെ അലീൽ കൂടും. അപ്പൊ രണ്ടോടത്തും ഫ്രീക്വൻസിയിൽ അത് കാരണം ചേഞ്ച് വരും. ക്ലിയർ അല്ലേ? അതാണ് കുട്ടികളെ ജീൻ മൈഗ്രേഷൻ. വെൻ മൈഗ്രേഷൻ ഓഫ് എ സെക്ഷൻ ഓഫ് പോപ്പുലേഷൻ ഒക്കർ, then the allelic frequency, അല്ലെങ്കിൽ if migration of individuals occur, simple ആയിട്ട് അങ്ങനെ മതി. if migration of individual occur from one population to another, then allelic frequency changes in both population. അങ്ങനെ പഠിച്ചാൽ മതി. ഒരു പോപ്പുലേഷനിൽ നിന്ന് മറ്റൊന്നിലേക്ക് ആളുകൾ പോയാൽ രണ്ടിടത്തും അലീലിന്റെ ഫ്രീക്വൻസി ചേഞ്ച് ആകും. ഇനി വാട്ട് ഈസ് ജീൻ ഫ്ലോ? ജീൻ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇഫ് മൈഗ്രേഷൻ ഒക്കർ മൾട്ടിപ്പിൾ ടൈംസ്, പല തവണ ഇത്തരത്തിൽ മൈഗ്രേഷൻ നടന്നാൽ ദാറ്റ് ഈസ് കോൾഡ് ജീൻ ഫ്ലോ. ഇഫ് മൈഗ്രേഷൻ ഒക്കെ ഒരു തവണ നടന്നു, വീണ്ടും നടക്കുക, ഇടക്കിടക്ക് മൈഗ്രേഷൻ, അങ്ങനെ ആയാൽ ഇറ്റ് ഈസ് കോൾഡ് ജീൻ ഫ്ലോ. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് ജനറ്റിക് ഡ്രിഫ്റ്റ്. നോക്കൂ, ജീൻ മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ, അയ്യോ ഐ എം സോറി, ഓക്കെ. ഇനി നോക്ക്, ജീൻ മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പോപ്പുലേഷനിൽ നടക്കുന്ന കാര്യമാണ്. അടുത്താണ് ജനറ്റിക് ഡ്രിഫ്റ്റ്. എന്താണ് ജനറ്റിക് ഡ്രിഫ്റ്റ്? നന്നായി ശ്രദ്ധിക്കുക. ഒരു സിംഗിൾ പോപ്പുലേഷൻ, ഓക്കെ, ആ പോപ്പുലേഷനിൽ കുറേ ആളുകളുണ്ട്. ഇപ്പോൾ ഒരു പ്ലാന്റ് ക്യാപിറ്റൽ ടി സ്മോൾ ടി സ്മോൾ ടി സ്മോൾ ടി സ്മോൾ ടി സ്മോൾ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി സ്മോൾ ടി സ്മോൾ ടി സ്മോൾ ടി, ഈ ഒരു പോപ്പുലേഷൻ. ഇവിടെ ഇങ്ങനെ ചെടികൾ ജീവിക്കുന്ന ഒരു ദ്വീപാണെന്ന് വിചാരിക്ക്. പെട്ടെന്ന് ഇങ്ങോട്ട് വെള്ളപ്പൊക്കം കയറി വന്നു. വെള്ളപ്പൊക്കം വന്ന് ഇവിടുത്തെ ചെടികളൊക്കെ നശിച്ചുപോയി. ഇവരെങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തതല്ല, അവരങ്ങോട്ട് നശിച്ചുപോയി. അപ്പൊ ഈ പോപ്പുലേഷനിൽ അലീലിന്റെ ഫ്രീക്വൻസിയിൽ മാറ്റം വരൂലേ? ഇത് ആരെങ്കിലും മൈഗ്രേറ്റ് ചെയ്തതാണോ? അല്ല, ബൈ ചാൻസ്. So that is called genetic drift. If change in allelic frequency occur in a population by chance, then it is called genetic drift. ഒരു പോപ്പുലേഷനിൽ അലീലിക് ഫ്രീക്വൻസി ബൈ ചാൻസ് ചേഞ്ച് ആയാൽ ഇറ്റ് ഈസ് കോൾഡ് ജനറ്റിക് ഡ്രിഫ്റ്റ്. അതിനെ നമ്മൾ എന്ത് വിളിക്കും? ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് വിളിക്കും. ഇതാരും പോയതല്ലല്ലോ, ബൈ ചാൻസ് വന്നതാണ്. ക്ലിയർ അല്ലേ? ഇനി എന്താ മ്യൂട്ടേഷൻ? നമ്മൾ ഇതിലോ മോളിക്കുലാർ ബേസിൽ പഠിക്കുന്നതാണ്. നമ്മുടെ DNA സീക്വൻസിൽ എന്തെങ്കിലും ചേഞ്ച് വരിക, അതാണ് മ്യൂട്ടേഷൻ.
അങ്ങനെ ചേഞ്ച് വന്നാൽ അവിടുത്തെ അലീലെ ചേഞ്ച് ആയല്ലോ, ജീനെ ചേഞ്ച് ആയല്ലോ. അപ്പോൾ ദാറ്റ് ഈസ് മ്യൂട്ടേഷൻ. ജനറ്റിക് റീകോമ്പിനേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രിൻസിപ്പിൾസിൽ. ഇതിന്റെ ഡെഫിനിഷൻ ഒന്നും ഇവിടെ ചോദിക്കൂല. ഗാമീറ്റുകൾ ഉണ്ടാകുമ്പോൾ റീകോമ്പിനേഷൻ നടന്നു കഴിഞ്ഞാൽ അതും അലീലിക് ഫ്രീക്വൻസി ചേഞ്ച് ആക്കും. അവസാനത്താണ് നാച്ചുറൽ സെലക്ഷൻ. അപ്പോൾ ഇവിടെ ജനറ്റിക് ഡ്രിഫ്റ്റ് ചോദിക്കും, ജീൻ മൈഗ്രേഷൻ ചോദിക്കും. ക്ലിയർ അല്ലേ? അവസാനത്തത് നാച്ചുറൽ സെലക്ഷൻ. അപ്പോൾ ഇവിടുന്ന് വരുന്ന ചോദ്യം, ഡിഫൈൻ ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ, മെൻഷൻ എനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദാറ്റ്. ആ ഒരു രീതിയിലാണ് ചോദ്യം വരിക. ക്ലിയർ അല്ലേ? ഇനി അടുത്തത്, ലെറ്റ്സ് ടോക്ക് അബൌട്ട് നാച്ചുറൽ സെലക്ഷൻ. എന്താണ് നാച്ചുറൽ സെലക്ഷൻ നോക്കാം. നോക്കൂ, നാച്ചുറൽ സെലക്ഷൻ തീരാൻ പോവാണ്. സോറി കേട്ടോ, ഞാൻ 1.5 മണിക്കൂർ കൊണ്ട് തീരുമെന്ന് പറഞ്ഞു, 1:40 മാക്സിമം, പെട്ടെന്ന് തീരും. ഞാൻ അതിൻ്റെ അടുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കുറച്ച് കാര്യങ്ങളൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നല്ലോ, അതുകൊണ്ടാണ്. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് നാച്ചുറൽ സെലക്ഷൻ. നോക്കൂ, വാട്ട് ഈസ് നാച്ചുറൽ സെലക്ഷൻ? ശ്രദ്ധിക്ക്, 3 രീതിയിൽ നാച്ചുറൽ സെലക്ഷൻ സംഭവിക്കാം. ഇപ്പൊ നമ്മൾ നോക്കൂ, ഒരു പോപ്പുലേഷൻ എടുക്കുക. നമ്മളിപ്പോൾ മനുഷ്യരുടെ പോപ്പുലേഷനിൽ ബർത്ത് വെയിറ്റ് കുറഞ്ഞ കുട്ടികളുണ്ട്. നിങ്ങൾ ക്യാരക്ടർ ഇവിടെ എടുക്കുക, ബർത്ത് വെയിറ്റ് ഇതാണ് നമ്മുടെ ക്യാരക്ടർ. അതിന് നമ്മൾ എക്സ് ആക്സിസിൽ എടുക്കുന്നു, വൈ ആക്സിസിൽ ആളുകളുടെ എണ്ണം എടുക്കുന്നു, നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്, ആളുകളുടെ എണ്ണം എടുക്കുന്നു. ക്ലിയർ അല്ലേ? എന്നിട്ട് നമ്മളൊരു ഗ്രാഫ് വരക്കാം. എടാ, ബർത്ത് വെയിറ്റ് ഭയങ്കര കുറഞ്ഞ കുട്ടികൾ, ജനിക്കുമ്പോൾ വെയിറ്റ് തീരെ ഇല്ലാത്ത കുട്ടികൾ, ജനിക്കുമ്പോൾ ഭയങ്കര വെയിറ്റ് കൂടിയ കുട്ടികൾ, അതല്ലേ ഈ രണ്ട് എൻഡ്? എടാ, നമ്മൾ മനുഷ്യരുടെ പോപ്പുലേഷൻ നോക്കിയാൽ ബർത്ത് വെയിറ്റ് കുറഞ്ഞ കുട്ടികളും അധികം മരിച്ചു പോവും, ബർത്ത് വെയിറ്റ് വല്ലാതെ കൂടിയവരും മരിച്ചു പോവും. ഇത് രണ്ടിനെയും ഇടയിലുള്ള കുട്ടികളുടെ എണ്ണമായിരിക്കും കൂടുതൽ. ക്ലിയർ അല്ലേ? ബർത്ത് വെയിറ്റ് കുറഞ്ഞ കുട്ടികളുടെ എണ്ണവും കുറവാണ്, ബർത്ത് വെയിറ്റ് കൂടിയ കുട്ടികളുടെ എണ്ണവും കുറവാണ്. ഇതിൻ്റെ ഇടയിലുള്ളവരുടെ എണ്ണമാണ് കൂടുതൽ. ക്ലിയർ അല്ലേ? ഇതാണല്ലോ ഇതിൻ്റെ ഇടയിൽ മീഡിയം. ഈ ഒരു മീഡിയം വെയിറ്റ് ഉള്ളവരുടെ എണ്ണമാണ് ഭയങ്കര കൂടുതൽ. അപ്പോൾ ഈ ഒരു തരത്തിൽ നാച്ചുറൽ സെലക്ഷൻ നടക്കുക. അപ്പോൾ മനുഷ്യൻ്റെ ബോഡി വെയിറ്റിൻ്റെ കേസിൽ വെയിറ്റ് കൂടുതൽ വെയിറ്റ് കുറവ് അല്ല, മീഡിയം വെയിറ്റ് ഉള്ളവരെയാണ് നാച്ചുറൽ സെലക്ട് ചെയ്യുന്നത്. സോ ദിസ് ടൈപ്പ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഈസ് കോൾഡ് സ്റ്റെബിലൈസിങ് നാച്ചുറൽ സെലക്ഷൻ. എന്താ ഇതിനെ വിളിക്കുക? സ്റ്റെബിലൈസിങ് സെലക്ഷൻ. സോ ഹിയർ ലുക്ക്, more individuals acquire mean character value, അല്ലെങ്കിൽ nature select individuals with mean character value. nature mean character value ഉള്ളവരെ സെലക്ട് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? in this more individuals get mean character value or nature select individuals with mean character value. ക്ലിയർ ആണോ? ഇനി രണ്ടാമത്തതാണ് ഡയറക്ഷണൽ ചേഞ്ച്. ശ്രദ്ധിക്കുക, ഡയറക്ഷണൽ ചേഞ്ച്. ഇവിടെ ഈ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്, ആളുകളുടെ എണ്ണം, ഇവിടെ ക്യാരക്ടർ. ഇവിടെ നമ്മൾ എടുക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ യൂറോപ്പിൽ ഒരു ബീച്ചിൽ ഒരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു ശാസ്ത്രജ്ഞർ. അവിടെ ശ്രദ്ധിക്കടാ, ഒച്ചുകളിലെ ഈ കടലിൽ കാണുന്ന ഒച്ചുകൾ, അതിൽ ബ്ലാക്ക് ഒച്ചുകളുടെ എണ്ണവും കൂടുതൽ, വൈറ്റ് ഒച്ചുകളുടെ എണ്ണവും കൂടുതൽ. അപ്പോൾ ഒച്ചിൻ്റെ കളർ ഇവിടെ എടുക്കുക, ക്യാരക്ടറായിട്ട് കളർ ഓഫ് എന്താ പറയുക, സ്നെയിൽസ് അല്ലെ, ഒച്ച്, സ്നെയിൽ കളർ ഓഫ് സ്നെയിൽ നമ്മൾ എടുക്കുന്നു എക്സ് ആക്സിസിൽ. അതാണ് ക്യാരക്ടർ. ഇവിടെ ആളുകളുടെ എണ്ണം. അപ്പോൾ നോക്കൂ, ഇവിടെ വൈറ്റ്, ഇവിടെ ബ്ലാക്ക് അല്ലെങ്കിൽ ഡാർക്ക്. ശ്രദ്ധിക്ക്, അവർ നോക്കിയ സമയത്ത് ആ ഒരു ബീച്ചിൽ വൈറ്റ് ഒച്ചുകളുടെ എണ്ണവും കൂടുതൽ, ഡാർക്ക് ഒച്ചുകളുടെ എണ്ണവും കൂടുതൽ. അത് രണ്ടിൻ്റെയും ഇടയിലുള്ള ആളുകളുടെ ഒക്കെ എണ്ണം കുറവ്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ആ ബീച്ചിൽ വെള്ള കളറ് മണലായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾക്കറിയാം, യൂറോപ്പിലൊക്കെ ബീച്ചുകൾ നല്ല വൈറ്റ് മണലല്ലേ. ആ മണലിൽ വെള്ള ഒച്ചുകൾക്ക് ആരും അറിയാതെ ഒളിച്ചിരിക്കാൻ പറ്റും. അതുപോലെ അവിടെ കറുത്ത പാറക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. ആ പാറക്കൂട്ടങ്ങളിൽ കറുത്ത ഒച്ചുകൾക്കും പറ്റിപ്പിടിച്ച് ആരും അറിയാതിരിക്കാൻ പറ്റും. പക്ഷേ രണ്ടിനെയും ഇടയിലുള്ളവർക്ക് കറുപ്പിലും ഒളിക്കാൻ പറ്റൂല, വെളുപ്പിലും ഒളിക്കാൻ പറ്റൂല. അപ്പോൾ അവരെ ആളുകൾ പ്രിഡേറ്റ് ചെയ്ത് കൂടുതൽ ഭക്ഷണമാക്കും. അപ്പോൾ അവരുടെ എണ്ണം കുറവ്, മറ്റവരുടെ എണ്ണം കൂടുതൽ. ക്ലിയർ അല്ലേ? So this type of natural selection is called disruption or disruptive natural selection. ഇവിടെ എന്താ? more individuals, മിക്കവാറും ആളുകൾ acquire peripheral character value, രണ്ട് എൻഡിലുള്ള വാല്യൂസ് ആണ് അക്വയർ ചെയ്യുന്നത്. acquire peripheral character value at both ends of the distribution curve. ഈ ക്യാരക്ടർ ഡിസ്ട്രിബ്യൂഷൻ കർവിൻ്റെ രണ്ട് എൻഡിലുള്ള വാല്യൂ ആണ് ആളുകൾ അക്വയർ ചെയ്യുന്നത്. എന്തല്ല? മീൻ, നടുവിലുള്ള മീൻ ക്യാരക്ടർ അല്ല. ക്ലിയർ ആണോ? അതാണ് ഡിസ്റപ്റ്റീവ് നാച്ചുറൽ സെലക്ഷൻ ഓർ ഡിസ്റപ്ഷൻ. ഇനി മൂന്നാമത്തത് നോക്ക്, നമ്മൾ ഇൻഡസ്ട്രിയൽ മെലാനിസം പഠിച്ചല്ലോ. അവിടെ നമുക്ക് നോക്ക്, ആദ്യം വൈറ്റിൻ്റെ എണ്ണായിരുന്നു കൂടുതൽ, പിന്നെ ആരായി? ഡാർക്കിൻ്റെ എണ്ണായില്ലേ? എസ് ഓർനോ? മീൻ ക്യാരക്ടർ രണ്ടിൻ്റെയും ഇടയിലുള്ളവരുടെ എണ്ണാണോ കൂടിയത്? അല്ല. ഇൻഡസ്ട്രിയൽ മെലാനിസം നടന്നു കഴിഞ്ഞപ്പോൾ
ഡാർക്കിൻ്റെ എണ്ണമാണ് കൂടിയത് വൈറ്റിനേക്കാൾ. അപ്പം എന്താ, ഗ്രാഫ് ഒരു സൈഡിലേക്ക് അല്ലെ നടുവിൽ നിന്ന് ഒരു സൈഡിലേക്ക്, ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നീങ്ങുന്നു. അതായത് ഗ്രാഫിന്റെ പീക്ക് പോയിന്റ് ഒരു സൈഡിലേക്ക് നീങ്ങുന്നു. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് വായിക്കാം. ഹിയർ മോർ ഇൻഡിവിജ്വൽസ് അക്വയർ വാല്യൂ അതർ ദാൻ മീൻ ക്യാരക്ടർ വാല്യൂ. മീൻ അല്ലാത്ത ഒരു വാല്യൂ അക്വയർ ചെയ്യുന്നു. ഇതാണ് മീൻ, നടുവിലുള്ള വാല്യൂ അതല്ല, അതിന് പകരമുള്ള ഒരു വാല്യൂ. അപ്പൊ ഇതായത് ഗ്രാഫിന്റെ പീക്ക് ഒരു ഡയറക്ഷനിലേക്ക്, നടുവിന്ന് ഒരു ഡയറക്ഷനിലേക്ക്, ഇവിടെ ഒരു ഡയറക്ഷനിൽ രണ്ടിടത്തും ഉണ്ട്, ഇവിടെ നടുവില, ഇത് അങ്ങനെയല്ല, ഒരു ഡയറക്ഷനിലേക്ക് ഗ്രാഫ് നീങ്ങുന്നു. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ഡയറക്ഷണൽ ചേഞ്ച്. സോ ഹിയർ മോർ ഇൻഡിവിജ്വൽസ് അക്വയർ വാല്യൂ അതർ ദാൻ മീൻ ക്യാരക്ടർ വാല്യൂ. ക്ലിയർ ആണോ? യെസ് ഓർ നോ? ഇനി നോക്കൂ, ഇവിടൊക്കെ തിയററ്റിക്കലി വരേണ്ട ഗ്രാഫ് ഇങ്ങനെയായിരുന്നു. തിയററ്റിക്കലി വരേണ്ട ഗ്രാഫിനേക്കാൾ കൂടുതൽ സ്റ്റീപ്പായിട്ട് മാറി സ്റ്റെബിലൈസിങ്ങിൽ, അല്ലെ? കുറച്ചുകൂടെ സ്റ്റീപ്പായിട്ടുള്ള ഗ്രാഫാണ് ഇവിടെ. ഇവിടെ തിയററ്റിക്കലി ഇങ്ങനെയാണ്, അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയ ഗ്രാഫാണിത്. ഇവിടെ തിയററ്റിക്കലി ഇവിടെ ഇങ്ങനെയായിരുന്നു വരേണ്ടത്, അതിൽ നിന്ന് റൈറ്റ്. തിയററ്റിക്കലി എല്ലായിടത്തും ഒരേപോലെ കേട്ടോ, ഇങ്ങനെ. ഓക്കെ, ഇവിടെ ഞാൻ വരച്ച് കുറച്ചുകൂടെ വലുതായോ? ഓക്കെ, തിയററ്റിക്കലി ഇങ്ങനെയായിരുന്നു വരേണ്ടത്, അതിൽ നിന്ന് കുറച്ചുകൂടെ റൈറ്റിലോട്ട് മാറി. ക്ലിയർ ആണോ കുട്ടികളെ? സോറിനോ? സോ ഇത് ചോദിക്കും. 3 ടൈപ്പ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഗ്രാഫ് തന്നിട്ട് ചിലപ്പോൾ ചോദിക്കും. സ്റ്റെബിലൈസിങ്, ഡയറക്ഷണൽ, ഡിസ്റപ്റ്റീവ്. റെഡിയല്ലേ? 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 ഇതാ ഈ ഗ്രാഫ് തന്നിട്ട് ചോദിക്കും. ഇതാണ് തിയററ്റിക്കൽ. അതിൽ നിന്ന് കുറച്ചുകൂടെ സ്റ്റീപ്പായിട്ട് മാറും ഇത് സ്റ്റെബിലൈസിങ്. ഡയറക്ഷണൽ, ഒരു ഡയറക്ഷനിലേക്ക് നീങ്ങും. ക്ലിയർ അല്ലേ? ഇവിടെ ഇങ്ങനെ ആയിട്ട് മാറും. ഇത് തന്നിട്ട് ഏതൊക്കെയാന്ന് നമ്മളോട് ചോദിക്കും. ക്ലിയർ ആണോ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതിനെ ബേസ് ചെയ്തുള്ള ചോദ്യമാണ്. വാട്ട് ഈസ് സിഗ്നിഫിക്കൻസ് ഓഫ് ജനറ്റിക് ഇക്വിലിബ്രിയം? ജനറ്റിക് ഇക്വിലിബ്രിയത്തിൽ ചേഞ്ച് ഉണ്ടാവുന്നതിന്റെ സിഗ്നിഫിക്കൻസ് എന്താ? ഇറ്റ് ലീഡ് ടു എവല്യൂഷൻ. ജനറ്റിക് ഇക്വിലിബ്രിയത്തിൽ ചേഞ്ച് വന്നാൽ ദാറ്റ് ലീഡ് ടു എവല്യൂഷൻ, അത് എവല്യൂഷനിലേക്ക് നയിക്കും. ക്ലിയർ ആണോ? നാച്ചുറൽ സെലക്ഷൻ ക്യാൻ ലീഡ് ടു സ്റ്റെബിലൈസേഷൻ, ഡയറക്ഷൻ, ഡിസ്റപ്റ്റീവ്. എക്സ്പ്ലെയിൻ ദ ടേം. ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഈ 3ഉം എക്സ്പ്ലെയിൻ ചെയ്യാൻ. ക്ലിയർ അല്ലേ? ബ്രീഫ് ഹിസ്റ്ററി നമ്മളോട് വളരെ റയർലി ചോദിക്കാറുള്ളൂ. നമുക്ക് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവസാനത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ദാറ്റ് ഈസ് എവല്യൂഷൻ ഓഫ് മാൻ. നോക്കൂ, മോർ എയ്പ്പ് ലൈക്ക്, കൂടുതൽ കുരങ്ങിനോട് സാദൃശ്യമുള്ള നമ്മുടെ പൂർവികനാണ് ഡ്രയോപിത്തേക്കസ്. നമ്മുടെയും എല്ലാ കുരങ്ങുകളുടെയും മുതുമുത്തശ്ശനാണ് ഡ്രയോപിത്തേക്കസ്. അവിടുന്ന് ഉണ്ടായ ആളാണ് റാമാപിത്തേക്കസ്. എന്താണ് കുട്ടികളെ? റാമാപിത്തേക്കസ്. ഇയാൾ കുറച്ചുകൂടെ മനുഷ്യനോട് സാദൃശ്യമുണ്ടായിരുന്നു. ക്ലിയർ ആണോ? അടുത്തതാണ് മോർ മാൻ ലൈക്ക്. അടുത്തതാണ് ഓസ്ട്രലോപിത്തേക്കസ്. അടുത്തത് എന്താ? ഓസ്ട്രലോപിത്തേക്കസ്. ക്ലിയർ അല്ലേ? അടുത്തതാണ് ഹോമോ ഹബിലിസ്. ഞാനിവിടെ എഴുതിയ ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഹോമോ ഹബിലിസ്. ഹോമോ ഹബിലിസിനെ കുറിച്ച് നമ്മളോട് സ്ഥിരം ചോദിക്കാറുണ്ട്. ഫസ്റ്റ് ഹ്യൂമൻ ലൈക്ക് ഹൊമിനിഡ് എന്നറിയപ്പെടുന്നത് അയാളാണ്. എന്താണ്? ഫസ്റ്റ് ഹ്യൂമൻ ലൈക്ക് ഹൊമിനിഡ്. ആദ്യത്തെ മനുഷ്യനെ പോലെയുള്ള ഹൊമിനിഡേ ഫാമിലിയിൽപ്പെട്ട ആള്, അതാണ് ഫസ്റ്റ് ഹ്യൂമൻ ലൈക്ക് ഹൊമിനിഡ്. അയാളുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റി 650 to 800 ക്യൂബിക് സെന്റിമീറ്റർ ആയിരുന്നു. വളരെ ബ്രെയിൻ കപ്പാസിറ്റി കുറഞ്ഞ, ബുദ്ധിയൊന്നും ഇല്ലാത്ത ആളായിരുന്നു. വലിയ നമ്മളെ പോലത്തെ ബുദ്ധിയൊന്നുമില്ല. അടുത്തതാരാ കുട്ടികളെ? ഹോമോ ഹബിലിസ് കഴിഞ്ഞാൽ ഹോമോ ഇറക്റ്റസ്. ക്ലിയർ അല്ലേ? ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് ജാവ മാൻ. ഒരുപക്ഷെ ചോദിച്ചേക്കാം കേട്ടോ, ജാവ മാൻ എന്നും നമ്മൾ ഇയാളെ വിളിക്കാറുണ്ട്. ഇയാളുടെ ബ്രെയിൻ കപ്പാസിറ്റി ഒക്കെ 900 ക്യൂബിക് സെന്റിമീറ്റർ ആണ് ബ്രെയിൻ കപ്പാസിറ്റി. ആദ്യമായിട്ട് മീറ്റ് കഴിച്ച നമ്മുടെ വല്യാപ്പ, നമ്മുടെ മുതുമുത്തശ്ശൻ ഇയാളാണെന്നാണ് പറയപ്പെടുന്നത്. അത് കഴിഞ്ഞ് വന്ന ആളാണ് നിയാൻഡർത്താൽ മാൻ. നമ്മുടെ ഏകദേശം സെയിം ബ്രെയിൻ കപ്പാസിറ്റി ഉണ്ടായിരുന്ന ആളാണ് ഇയാള്, ദ നിയാൻഡർത്താൽ മാൻ. ക്ലിയർ ആണോ കുട്ടികളെ? നിയാൻഡർത്താൽ മാൻ. അത് കഴിഞ്ഞ് വന്ന ആളാണ് ഹോമോ സാപ്പിയൻസ്, നമ്മൾ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഇതങ്ങോട്ട് കാണാതെ പഠിക്കുക. ഡ്രയോപിത്തേക്കസ് മോർ എയ്പ്പ് ലൈക്ക്, കുറച്ചുകൂടെ കുരങ്ങിനോട്, എയ്പ്പ് എന്ന് പറഞ്ഞാൽ ആൾക്കുരങ്ങുകൾ, അതിനോടാ സാദൃശ്യം. പിന്നെ റാമാപിത്തേക്കസ്, പിന്നെ ഓസ്ട്രലോപിത്തേക്കസ്, ഹോമോ ഹബിലിസ്. ഹബിലിസിന്റെ പ്രത്യേകത ഫസ്റ്റ് ഹ്യൂമൻ ലൈക്ക് ഹോമിനിഡ്, ബ്രെയിൻ കപ്പാസിറ്റി 650 to 800 ക്യൂബിക് സെന്റിമീറ്റർ അല്ലേ. അടുത്ത ഹോമോ ഇറക്റ്റസ് 900 ക്യൂബിക് സെന്റിമീറ്റർ. പിന്നെ നിയാൻഡർത്താൽ മാൻ 1400 ക്യൂബിക് സെന്റിമീറ്റർ. ഹോമോ സാപ്പിയൻസ്. നമ്മളോട് ഒരുപക്ഷെ ചോദിക്കും, ഈ നിയാൻഡർത്താൽ മാൻ്റെ പ്രത്യേകത, ഇവർ മരിച്ചവരെ കുഴിച്ചിടുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ബറീഡ് ദെയർ ഡെഡ്, ബറീഡ് ദ ഡെഡ്. അവരിൽ നിന്ന് മരിച്ച ആളുകൾ അവർ കുഴിച്ചിടുമായിരുന്നു. ദേ യൂസ്ഡ് ഹൈഡ് ടു പ്രൊട്ടക്ട് ദ ബോഡി. ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മൃഗങ്ങളുടെ തോലൊക്കെ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലിയർ അല്ലേ? സോ ദാറ്റ്സ് ഓൾ അബൌട്ട് എവല്യൂഷൻ ഓഫ് മാൻ. ഓക്കെ, ഇതാ ആൻസർ പറഞ്ഞോ. ഫസ്റ്റ് ഹ്യൂമൻ ലൈക്ക് ബീയിങ്സ് വിത്ത് ബ്രെയിൻ കപ്പാസിറ്റി 650 to 800 ആരാ? ഹോമോ ഹബിലിസ്.
1400 ക്യൂബിക് സെന്റിമീറ്റർ ബ്രെയിൻ കപ്പാസിറ്റി ആരാ? നിയാൻഡർത്താൽ മാൻ അല്ലെ, നിയാൻഡർത്താൽ മാൻ. നോക്കൂ, ആരാണ് മോർ എയ്പ്പ് ലൈക്ക്? ഡ്രയോപിത്തേക്കസ് ആണ് കൂടുതൽ എയ്പ്പ് ലൈക്ക്. ക്ലിയർ അല്ലേ? ഇതെല്ലാം തന്നിട്ട് ഫ്ലോ ചാർട്ട് ഉണ്ടാക്കാൻ പറഞ്ഞു. സാധാരണ ആ ഒരു ഫ്ലോ ചാർട്ടാണ് ചോദിക്കുക. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ പ്ലസ് വേറെയും കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നൗ ഇഫ് യു വാണ്ട് എനി മോർ തിങ്സ് വി ക്യാൻ ഡിസ്കസ് ഹിയർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എത്ര പേര് എവല്യൂഷനിൽ വിശ്വസിക്കുന്നുണ്ട്? നമ്മളിപ്പോൾ എവല്യൂഷൻ്റെ കഥയൊക്കെ പറഞ്ഞു. നമ്മളിപ്പോൾ എവല്യൂഷൻ്റെ സർ മ്യൂട്ടേഷൻ സംഭവിച്ച FLG ജീനിനെ ശരിയാക്കാൻ പറ്റുമോ സാർ? മ്യൂട്ടേഷൻ സംഭവിച്ച ജീനുകളെ നമുക്ക് ശരിയാക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ, ജേം പ്ലാസം മ്യൂട്ടേഷൻ ആണ് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് അസോഫ് നൗ നമ്മൾ കുറേ എണ്ണത്തിൽ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തന്നെ പഠിച്ചിട്ടുണ്ടല്ലോ, ഇപ്പോൾ നമ്മുടെ പുതിയ ജീൻ തെറാപ്പി ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ജീനിലെ മ്യൂട്ടേഷൻ പറ്റിയ ഭാഗത്തെ റീപ്ലേസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾ ADA ഡെഫിഷ്യൻസിയുടെ കേസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ, ബയോടെക്നോളജി ആൻഡ് ആപ്ലിക്കേഷനിൽ. അതുപോലെ തന്നെ ഈ അടുത്ത് സിക്കിൾ സെൽ അനീമിയക്ക് ജീൻ തെറാപ്പി കഴിഞ്ഞ പേഷ്യൻ്റ് ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നാണ് ഹോസ്പിറ്റലിൽ വിട്ടത്. അതായത് ഒരു 40 ദിവസം മുമ്പ് സിക്കിൾ സെൽ അനീമിയ ജീൻ തെറാപ്പി സക്സസ്ഫുള്ളി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറേ എണ്ണത്തിലൊക്കെ ഈ എസ്പെഷ്യലി ബോൺ മാരോ റിലേറ്റഡ് കേസുകളിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ നമുക്ക് ജീൻ തെറാപ്പി ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളതിലൊക്കെ ജീൻ തെറാപ്പി പതിയെ ഇവോൾവ് ചെയ്ത് വരുന്നേ ഉള്ളൂ. സോ ആസ് ഓഫ് നൗ നമുക്ക് ജീൻ തെറാപ്പി അതിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. ആൻഡ് ദെൻ ജീൻ തെറാപ്പി പതിയെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ തരത്തിലുള്ള DNA വാക്സിനുകൾ വരുന്നുണ്ട്. അതൊരു തരത്തിൽ ജീൻ തെറാപ്പി പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് വാക്സിൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഡെവലപ്മെൻറ്റുകളുടെ ഭാഗമായിട്ട് ഭാവിയിൽ വന്നേക്കാം. ബട്ട് ആസ് ഓഫ് നൗ ഐ തിങ്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം സിംറ്റംസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഓക്കെ, സോ സർ ഏർലി റെപ്റ്റൈൽസ്, സൈനാപ്സിഡ്സ്, സോറോപ്സിഡ്സ് ഒക്കെ ഉണ്ടാവുന്നത് നമ്മളോട് ബോർഡ് എക്സാമിന് ചോദിക്കാൻ ഒട്ടും സാധ്യതയില്ലാത്തൊരു പോർഷനാണ്. അതുകൊണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്താണ്. ദാറ്റ് ബിലാൽ ബിലു വി ക്യാൻ ഡിസ്കസ് ഇൻ സം അതർ ടൈം കേട്ടോ. നമുക്ക് ബോർഡ് എക്സാമിന് ഒട്ടും ചോദിക്കാത്തൊരു പോർഷൻ ആയതുകൊണ്ട് നമ്മുടെ ഇതിൻ്റെ ലെങ്ത് ഒരുപാട് കൂടും. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. അത് ആ ക്ലാഡോഗ്രാമിൽ മനുഷ്യൻ്റെ എവല്യൂഷൻ, ഏർലി റെപ്റ്റൈൽസ് വരുന്നു. അവിടെ ആ ഒരു ചിത്രം വെച്ച് തന്നെ ഞാൻ പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് എളുപ്പമാവും. പക്ഷേ ഞാൻ ആ ചിത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, നമ്മളോട് ചോദിക്കാത്തത് കൊണ്ട് കേട്ടോ. ഓക്കെ, സോ വിൽ ബി ഡിസ്കസിങ് ഇറ്റ് സം അതർ ടൈം. ഓക്കെ, സോ ഞാൻ കഴിഞ്ഞ ദിവസം സാറിനെ നേരിട്ട് കണ്ടിരുന്നു കാലിക്കറ്റ് വെച്ച്. ഒത്തിരി സന്തോഷമായി. ബട്ട് സംസാരിക്കാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ, ആപ്പിൽ കണ്ടോളാം. ആപ്പിൽ ഞാനെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യം എന്നാണ് എൻ്റെ ഓർമ്മ. ആപ്പിലും എനിക്ക് തോന്നുന്നു ബോർഡ് എക്സാമിൽ ഐ ഹാവ് ഇൻ ഡിസ്കസ്. നീറ്റിൽ ഐ വുഡ് ഹാവ് എന്തായാലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ബോർഡ് എക്സാമിൽ നമ്മൾ ചോദിക്കാറില്ല. നീറ്റിന് ഈ ചാപ്റ്റർ സൂം ലൈവ് നിങ്ങൾ എടുക്കും? ഓഫ് കോഴ്സ് യെസ് ഐ ക്യാൻ. ഓക്കെ, ഐ വിൽ. ഓക്കെ, സോ ദിനോസറിന് അതാണ് ദിനോസറിൻ്റെ ഒരു ബ്രാഞ്ചിങ് ഡിസെൻറ്റ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബ്രാഞ്ചിങ് ഡിസെൻറ്റ് അല്ല, ദിനോസറിൻ്റെ എന്താ പറയുക ഫാമിലി ട്രീ കൊടുത്തിട്ടുണ്ട് അല്ലേ. സ്റ്റീഗോസോറസ്, ടൈറാനോസോറസ് ഒക്കെ കാണിക്കുന്ന ഒരു ഫാമിലി ട്രീ ഉണ്ട്. പക്ഷേ നമ്മളോട് അത് അങ്ങനെ ചോദിക്കാറില്ല കേരള ബോർഡ് എക്സാമിന്. പിന്നെ അതുപോലെ പ്ലാന്റുകളുടെ എവല്യൂഷൻ കാണിക്കുന്ന ഒരു ക്ലാഡോഗ്രാം കൊടുത്തിട്ടുണ്ട് അല്ലേ. ക്ലോറോഫൈറ്റ് ആൻസസ്റ്റേഴ്സ്, ട്രക്കിയോഫൈറ്റ് ആൻസസ്റ്റേഴ്സ്, അതുപോലെ തന്നെ റൈനിയ ടൈപ്പ് പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു പിക്ചർ ഉണ്ട്. ബട്ട് ദ ചാൻസ് ഈസ് വെരി ലെസ്. സാധാരണ ചോദിക്കാറേ ഇല്ല ഒട്ടും. അതുപോലെ തന്നെയാണ് ഈ ദിനോസറിൽ നിന്ന് മനുഷ്യൻ വരെ ഉണ്ടാകുന്ന സോറോപ്സിഡ്സും സൈനാപ്സിഡ്സും പെലിക്കോസോറുകളും തീക്കോഡോണ്ടുകളൊക്കെ വരുന്ന ആ ഒരു ഡയഗ്രാം. സോ ആ ഒരു ക്ലാഡോഗ്രാമും കേരള ബോർഡ് എക്സാമിന് ചോദിക്കാറില്ലാത്തത് കൊണ്ട് തന്നെ വി സ്കിപ്ഡ് ദാറ്റ് ഹിയർ. ഓക്കെ, ഇവിടെ ചോദിക്കാൻ ഇനി നിങ്ങൾക്ക് അങ്ങനെ പഠിക്കണമെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു ഭാഗം അതല്ല. നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട് കിട്ടും. യു ക്യാൻ സ്റ്റഡി ദിസ്. ഇത് കേട്ടോ, ഇവിടെ ഞാൻ കൊടുത്തുള്ള യു വിൽ ഗെറ്റ് ദിസ് നോട്ട്. ഈ ഒരു കാര്യം നിങ്ങൾ ഇതേപോലെ പഠിച്ചാൽ ഇറ്റ് വിൽ ഹെൽപ്പ് യു. ഞാനത് ഡിസ്കസ് ചെയ്തിട്ടില്ല. അത് അങ്ങനെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഒരു തവണ ചോദിച്ചിട്ടുണ്ട്, മറ്റേത് ഒട്ടും ചോദിക്കാൻ സാധ്യതയില്ല. ഓക്കെ സർ, ഡാർവിൻ്റെ ബേർഡ്സ് അവരുടെ ജീവിതത്തിൽ നേടിയെടുക്കുന്ന കഴിവല്ലേ നെക്സ്റ്റ് ജനറേഷന് കിട്ടുക? അല്ല. അതായത് അതിൻ്റെ കോൺസെപ്റ്റ് ഭയങ്കര സിമ്പിളാണ്. അതായത് ഡാർവിൻ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? ഡാർവിൻ പറഞ്ഞ കാര്യം യെസ്, വേർ ഈസ് ദാറ്റ്? ലുക്ക്, ഡാർവിൻ്റെ കോൺസെപ്റ്റ് ഈ ഫിഷ് എന്താ പറയുക പക്ഷികളെ പറ്റിയുള്ള കോൺസെപ്റ്റ്. പണ്ട് ഗാലപ്പഗോസിലേക്ക് ഒരു കൂട്ടം പക്ഷികൾ വന്നു. ക്ലിയർ അല്ലേ? അവരുടെ ഇടയിൽ ഓവർ പ്രൊഡക്ഷൻ നടന്നു. അവർക്ക് ഇഷ്ടംപോലെ റിസോഴ്സ് ഉണ്ടായിരുന്നു ഗാലപ്പഗോസിൽ. അപ്പോൾ അവർ ഓവർ പ്രൊഡക്ഷൻ നടന്നു. അങ്ങനെ ഓവർ പ്രൊഡക്ഷൻ നടന്നപ്പോൾ അവരുടെ ഇടയിൽ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഉണ്ടായി. അങ്ങനെ ഉണ്ടായ സമയത്ത് അവരിൽ ഓൾറെഡി ഗാലപ്പഗോസിലേക്ക് ആദ്യമായിട്ട് വന്ന കോമൺ ആൻസസ്റ്റേഴ്സ് ഉണ്ടല്ലോ, ശ്രദ്ധിച്ചോ, ഞാൻ പറഞ്ഞുതരാം. ഗാലപ്പഗോസിലേക്ക് ആദ്യമായിട്ട് വന്ന കോമൺ ആൻസസ്റ്റേഴ്സ് ഉണ്ടല്ലോ മക്കളെ,
ആ കോമൺ ആൻസസ്റ്റേഴ്സിൽ ഓൾറെഡി പലതരത്തിലുള്ള വേരിയേഷൻസ് ഉള്ള ആളുകൾ ഉണ്ടായിരുന്നു. ക്ലിയർ അല്ലേ? പക്ഷെ അവർക്കിടയിൽ ഓവർ പ്രൊഡക്ഷൻ നടന്നപ്പോഴാണ് അവർ കോമ്പറ്റീഷൻ വന്നത്. അങ്ങനെ കോമ്പറ്റീഷൻ വന്ന് അവരിൽ ഓരോ ആളുകളും അവർക്ക് ഏറ്റവും അനുയോജ്യമായ ഹാബിറ്റാറ്റുകളിലേക്ക് പോയി. ശ്രദ്ധിക്കിനി, അങ്ങനെ സീഡ് കഴിക്കാൻ പറ്റുന്ന ആളുകൾ ഇവിടെ എത്തി. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ ഓവർ പ്രൊഡക്ഷൻ നടന്ന് ഇവർക്ക് ഒരു സ്ഥലത്ത് മാത്രം ജീവിക്കാൻ പറ്റാതെ ഇവർ പല സ്ഥലത്തേക്ക് എത്തി. ഇനി ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞുതരാം, ബാക്കി ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഇൻസെക്റ്റിനെ തിന്നുന്ന ആൾ വന്നു. അങ്ങനെ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ഫിഞ്ചുകൾ ഉണ്ടായി. ക്ലിയർ ആണല്ലോ? അങ്ങനെ പല ഫിഞ്ചുകൾ ഓരോ സ്ഥലത്ത് എത്തിപ്പെട്ടു. ഇനി ഇവിടെ ഇവിടെ സീഡ് കഴിക്കുന്ന ഫിഞ്ചുകളാണ് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ സീഡ് കഴിക്കുന്ന ഫിഞ്ചുകൾക്ക് ധാരാളം സീഡ് കിട്ടുന്ന സമയത്ത് അവരിങ്ങനെ ഓവർ പ്രൊഡക്ഷൻ നടത്തൂലേ കുറച്ച് കഴിയുമ്പോൾ? അവരിൽ ഇനി ആരാണോ ഏറ്റവും നന്നായിട്ട് സീഡ് കഴിക്കാൻ പറ്റുന്നത് അവർക്കേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ? സീഡ് ഇവിടെ കുറച്ചേ ഉള്ളൂ, പക്ഷികൾ ഇങ്ങോട്ട് എത്തി, അവർ ഓവർ പ്രൊഡക്ഷൻ നടത്തി. അപ്പൊ ഇനി ഏറ്റവും സീഡ് കഴിക്കാൻ പറ്റുന്നവർ മാത്രം, അവരുടെ ഇടയിലുള്ള ഏറ്റവും പറ്റുന്നവർ മാത്രം സർവൈവ് ചെയ്യും, പറ്റാത്തവർ നശിച്ചു പോകും. ഇവരിൽ ഏറ്റവും ഇൻസെക്റ്റിനെ തിന്നാൻ പറ്റുന്നവർ മാത്രം സർവൈവ്, അല്ലാത്തവർ നശിച്ചു. അതായത് ഓൾറെഡി അവരുടെ ഇടയിൽ വേരിയേഷൻ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഓവർ പ്രൊഡക്ഷൻ നടന്നപ്പോൾ ആർക്കാണോ അവർക്ക് ലഭ്യമായ ഹാബിറ്റേറ്റുകളിൽ ഓൾറെഡി ആ വേരിയേഷൻ ഉപയോഗിച്ച് ജീവിക്കാൻ പറ്റുന്നവരെ അതാത് ആളുകൾ മാത്രം അതാത് ഹാബിറ്റേറ്റുകളിൽ സർവൈവ് ചെയ്തു. ക്ലിയർ അല്ലേ? ദാറ്റ്സ് ഇറ്റ്. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പോൾ അതിലെ ഒരു കാര്യം എന്താ? അതിലൊരു കാര്യം എന്ന് പറയുന്നത് ഓൾറെഡി അവരിലുള്ള വേരിയേഷൻ ആണ്, അല്ല ജീവിതകാലത്ത് അക്വയർ ചെയ്തതല്ല. അവരുടെ DNA-യിലൊക്കെ ചെറിയ ചെറിയ ചേഞ്ചുകൾ കാരണം ഓൾറെഡി ഉള്ള വേരിയേഷൻ ആണ്. അതിൽ ആ ഓവർ പ്രൊഡക്ഷൻ നടന്നപ്പോൾ ഹാബിറ്റേറ്റുകളിൽ ആർക്കാണോ സർവൈവ് ചെയ്യാൻ പറ്റുന്നവർ അവർ അതാത് ആളുകൾ സർവൈവ് ചെയ്തു എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ ക്ലാസ് അല്ലേ? വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഒരുപാട് ആളുകൾ, ഐ ആം സോ ഹാപ്പി യു ആർ ഹിയർ ആൻഡ് ലിസണിങ് ദ ക്ലാസ്. എൻ്റെ ക്ലാസ് കാണുന്നു എന്നുള്ളതൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ എനിക്ക് നമ്മുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ പണി കൃത്യമായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. കാരണം നിങ്ങളെല്ലാവരും ഭയങ്കര പൊട്ടൻഷ്യലുള്ള കുട്ടികളാണ്. യു ഷുഡ് ബി സക്സസ്ഫുൾ ഇൻ യുവർ ലൈഫ് അല്ലേ? നമ്മൾ ആരും ഒരിക്കലും ആഗ്രഹിക്കൂല ഒരാളും ബുദ്ധിമുട്ടണമെന്ന് അല്ലേ? നിങ്ങളും ആഗ്രഹിക്കൂല നമ്മൾ എങ്ങനെ ഒരു മനുഷ്യനെ പറ്റി ആൾ ബുദ്ധിമുട്ടണമെന്ന് ആഗ്രഹിക്കുക. ചിലപ്പോൾ ഒക്കെ നമ്മളെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്ന ആൾക്കാരുണ്ടാവും അല്ലേ? ഇപ്പോൾ ലൈവിൽ വന്ന് സാറിന് ഒരുത്ത തെറി വിളിക്കുന്നു, അപ്പോൾ നമ്മൾ കരുതും ഇതുണ്ട് ഇങ്ങനെ പിന്നെ എന്നെ തെറി വിളിക്കാൻ, അങ്ങനെയൊക്കെ കരുതിയേക്കാം. അല്ലാതെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ പഠിക്കാതിരിക്കുകയോ അങ്ങനത്തെ ഒന്നൊരു കുട്ടി അതുകൊണ്ട് എവിടെ എത്തരുത് നമ്മൾ ആരും വിചാരിക്കൂല. നമുക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, യു ഷുഡ് ബി സക്സസ്ഫുൾ ഇൻ യുവർ ലൈഫ്. അങ്ങനെ സക്സസ്ഫുൾ ആവാൻ നിങ്ങൾക്കൊക്കെ പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ്, ലവ് യു ഓൾ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ ബൈ. ക്രേസി മൂൺ കോഴി വന്നിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല, ടൈം പാസ് ആയിട്ട് നോക്കുന്നതല്ല, എനിക്കിഷ്ടമല്ല. പിന്നെ ഞാൻ എന്തെങ്കിലും പറയും, ദൈവമേ വേണ്ട. നല്ലൊരു ദിവസമായിട്ട്, അയ്യോ പഠിച്ചോനെ. ബൈ ബൈ ബൈ. ഞാൻ ഈ കോഴിത്തരം കുറച്ച് നേരം ഒന്ന് കാണട്ടെ. ഏതോ 1-2 കോഴികൾ ഇവിടെ ഉണ്ട്. ഹിബ ഫാത്തിമ ബായ്, മിഥ ബായ്, സ്വീറ്റി, ഹിബ, റഫ സ്വീറ്റിയോ ഇത് വേറെയാണല്ലോ. ഓക്കെ, സോ മുഹമ്മദ് ഷെഹൽ ഹായ്, ബൈ മുഹമ്മദ്. സെന, അസി, അഫ്സര, അസി ഹായ്. ഓൾഡ് സൂപ്പർമാൻ ബൈ ബൈ സൂപ്പർമാൻ. ശ്രാവന്തി മേനോൻ ബൈ ശ്രാവന്തി. ബൈ ബൈ ബൈ. ഓക്കെ, അപ്പോൾ നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനൊക്കെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ശരിക്കും നിങ്ങൾ നമ്മുടെ സ്റ്റാഫിനോടൊന്ന് പറഞ്ഞാൽ തന്നെ, നിങ്ങൾ നമ്മൾ കോൺടാക്ട് ചെയ്ത് പറഞ്ഞാൽ തന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെ വീഡിയോ ഞങ്ങൾക്കൊരു ഡെമോ ആയിട്ട് കാണണം, ഞങ്ങൾക്ക് ആപ്പ് ചൂസ് ചെയ്യാനാന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വിളിച്ചവർ നിങ്ങൾക്ക് കാണിച്ചു തരും. അതായത് വളരെ സിമ്പിളായിട്ട് നമ്മൾ എല്ലാം ഉൾപ്പെടുത്തി കുറച്ചുകൂടെ ഒരു ബെറ്റർ ആയിട്ട് പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ലൈവ് ആകുമ്പോഴത്തേക്ക് എന്താ, നിങ്ങളും കുറച്ച് ഹറിയാണ്, നിങ്ങൾക്ക് വേഗം കഴിയാൻ വേണ്ട, നമ്മളും തന്നെ പരമാവധി സ്പീഡിൽ നിങ്ങൾക്ക് എടുത്തുതരാൻ ശ്രമിക്കും. പക്ഷെ അങ്ങനെ അല്ലാതെ കുറച്ചുകൂടി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ നമ്മുടെ ആപ്പിനകത്തെ വീഡിയോസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും കിട്ടുക, എല്ലാ ദിവസവും കുറച്ച് അല്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്. പറ്റുന്ന ആളുകളൊക്കെ ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. സോ സീ യു, ബൈ. പോട്ടെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. യെസ്, ടാറ്റാ ബൈ ബൈ. നമ്മളെ കോഴികൾ പോകാൻ സമയമായില്ലേ എന്ന് വെച്ചാൽ കുറവാല്ലേ ഇപ്പം എല്ലാം. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾ തന്നെ ഉള്ളൂ. പണ്ടെല്ലാം ഭയങ്കര കോഴികളായിരുന്നല്ലോ അല്ലേ? ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ +1 ഉണ്ട് കേട്ടോ. +1 പാവം കുട്ടികളുടെ അടുത്തേക്കൊക്കെ വരുന്നുണ്ട്. +2 ഇപ്പോൾ നല്ല പഠിപ്പികളായിട്ടുണ്ട് നിങ്ങൾ. ഇതാ വന്നു കുജു അല്ലേ?
ടാറ്റ ബൈ ബൈ. പിന്നെ നേരത്തെ മീശ വെച്ച് വരാൻ പറഞ്ഞവൻ പോയിട്ടില്ലല്ലോ, വന്നിട്ടില്ലല്ലോ. പിന്നെ നമ്മളെ മീശ വെക്കാൻ പറഞ്ഞേ ഇല്ല. അത് ഏതോ ഒരു സാബി വന്നിട്ടുണ്ട്, ഇവന് മീശയില്ല. ഇവനെല്ലാം നമ്മൾ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നതാണ് അടുത്ത സെഷൻ്റെ മുന്നേ. ഓക്കെ, സോ ഗുഡ് നൈറ്റ്, ബൈ ബൈ, ടാറ്റ.